ഹരി ഓം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശ്രീ സുബ്രഹ്മണ്യ കവചത്തെ കുറിച്ചാണ്. ഇതിനു മുമ്പ് പല കവചമന്ത്രങ്ങളും കേട്ടിട്ടുള്ളത് കൊണ്ട് കവചം എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും ഒരു ധാരണയുണ്ടാവുമെന്ന് ധരിക്കുന്നു. എന്നിരുന്നാലും പുതിയതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. യുദ്ധത്തിന് ഒരു യോദ്ധാവ് ധരിക്കുന്ന പോർച്ചട്ടയാണ് കവചം. യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് ശസ്ത്രങ്ങളും അസ്ത്രങ്ങളുമൊക്കെ ഏൽക്കാതെ ഇരിക്കാനായിട്ട് മർമ്മഭാഗങ്ങളെ മറയ്ക്കുന്ന ശക്തമായിട്ടുള്ള ആവരണങ്ങളാണ് കവചങ്ങൾ. ഇവിടെ നമ്മൾ ജപിക്കുന്ന കവചങ്ങൾ സൂക്ഷ്മമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. യോദ്ധാക്കൾ സ്ഥൂല കവചം ധരിക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മമായ നാദസ്വരൂപത്തിലുള്ള കവചം, അതായത് മന്ത്രശക്തിയുള്ള കവചത്തെയാണ് ധരിക്കുന്നത്. സ്ഥൂലമായ കവചം പരിമിതമാണ്, എന്നാൽ സൂക്ഷ്മമായത് അപരിമിതമാണ്. എല്ലാ പ്രകാരത്തിലുള്ള രക്ഷയും ഈ കവചത്തിൽ നിന്നും നമുക്ക് ലഭിക്കും. നമുക്ക് ബാഹ്യമായി കാണാൻ പറ്റുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് മാത്രമല്ല, അതിസൂക്ഷ്മമായ ഉപദ്രവങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അതിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കും. അതുകൊണ്ടാണ് കവചങ്ങൾ ഭാരതീയർ ജപിക്കുന്നത്. ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശ്രീ സുബ്രഹ്മണ്യ കവചമാണ്. അതായത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ശക്തിയാൽ ശോഭിക്കുന്ന കവചം. അദ്ദേഹത്തിൻ്റെ പ്രസാദം യാചിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരുണ നമുക്ക് ചുറ്റും ഒരു കവചമായി നമ്മൾ ധരിക്കാൻ പോവുകയാണ്. സുബ്രഹ്മണ്യം എന്ന ശബ്ദത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മഹത്വം നമ്മൾ ഗ്രഹിക്കണം. ബ്രഹ്മണ്യ ശബ്ദത്തിന് ബ്രഹ്മസംബന്ധമായ ജ്ഞാനം എന്നാണ് അർത്ഥം. ബ്രഹ്മജ്ഞാനമാണ് ബ്രഹ്മണ്യം. അത് വളരെ നന്നായുള്ളവനാണ് സുബ്രഹ്മണ്യൻ. അദ്ദേഹം പരബ്രഹ്മസ്വരൂപം തന്നെയാണ്. അദ്ദേഹം പരബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചവനുമാണ്. ലോകത്തിലെ എല്ലാ അറിവുകളുടെയും ഉറവിടം ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ അറിഞ്ഞവൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സുബ്രഹ്മണ്യൻ എന്നാൽ സർവജ്ഞൻ. അദ്ദേഹം എല്ലാം അറിഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ള രക്ഷയെ നൽകുന്നത് വാസ്തവത്തിൽ അറിവാണ്. ഓരോ സന്ദർഭത്തിലും എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പോകുന്ന സാധനങ്ങളെ മുൻകൂട്ടി കാണാനുള്ള അറിവ്, ഇങ്ങനെയെല്ലാം പല പ്രകാരത്തിൽ അറിവുകളാണ് നമുക്ക് രക്ഷയെ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ അറിവിൻ്റെ മുഴുവൻ ഉറവിടമായ ആ ബ്രഹ്മത്തെ തന്നെ സാക്ഷാത്കരിച്ചിട്ടുള്ള ഗുരുഭാവത്തിലിരിക്കുന്നവനാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി. അദ്ദേഹം സാക്ഷാത് ബ്രഹ്മസ്വരൂപമാണ്. പക്ഷേ ബ്രഹ്മം നമുക്ക് അവ്യക്തമാണ്. അപ്പോൾ ആ ബ്രഹ്മം ഒരു രൂപമെടുത്തിരിക്കുകയാണ് സുബ്രഹ്മണ്യ ഭാവത്തിൽ. അവിടെ അദ്ദേഹം ഗുരുവാണ്. ലോകത്തിന് അമൂല്യമായ ഒരുപാട് അറിവുകളെ പ്രദാനം ചെയ്തിട്ടുള്ള മഹാകാരുണികനാണ് അദ്ദേഹം. ഇപ്പോൾ ജ്യോതിഷം, സിദ്ധം തുടങ്ങിയിട്ടുള്ള വിദ്യകളൊക്കെ മനുഷ്യലോകത്തിലേക്ക് എത്തിയത് സുബ്രഹ്മണ്യനിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യൻ ഗുരുമൂർത്തിയാണ്, ബ്രഹ്മജ്ഞനാണ്, അറിവ് വാരി വിതരുന്നവനാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഉപാസിക്കുമ്പോൾ, അദ്ദേഹത്തിൽ നിന്നും രക്ഷയെ നമ്മൾ അർത്ഥിക്കുമ്പോൾ, അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ആവശ്യമായ എല്ലാ ജ്ഞാനവും ലഭിക്കണം എന്ന പ്രാർത്ഥന തുടക്കത്തിൽ തന്നെയുണ്ട്. കാരണം ജീവിതത്തിന് ഏറ്റവും വലിയ കവചമായി നിൽക്കുന്നത് അറിവാണ്. അറിവിനേക്കാൾ വലിയ ഒരു ആയുധമില്ല, അറിവിനേക്കാൾ വലിയ ഒരു കവചമില്ല. അപ്പോൾ ആ അറിവിൻ്റെ തന്നെ മൂർത്തിമത്തായിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ സ്തുതിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും ആവശ്യമായ എല്ലാ അറിവുകളും നമ്മിലേക്ക് പ്രവഹിക്കുമെന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ ധരിക്കണം. ഇവിടെ മൊത്തം 22 ശ്ലോകങ്ങളുണ്ട്. ഇത് സ്കന്ദപുരാണത്തിൽ വരുന്നതാണ്. സ്കന്ദപുരാണത്തിൽ അഗസ്ത്യര് നാരദർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ മൊത്തം 22 ശ്ലോകങ്ങളുണ്ട്. അതിൽ കവചഭാഗമായിട്ടുള്ള ശ്ലോകങ്ങൾ 13 എണ്ണമാണ്. തുടക്കത്തിൽ 6 ശ്ലോകങ്ങൾ ഒരു ആമുഖമായിട്ട് നമ്മൾ എന്താണ് ജപിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നൊക്കെ കാര്യങ്ങൾ പറയുന്ന ആമുഖ ശ്ലോകങ്ങളാണ് 6 എണ്ണം. പിന്നെ ഒടുക്കത്തിൽ 3 എണ്ണം ഫലശ്രുതിയുമുണ്ട്. സ്തോത്രത്തിൻ്റെ മഹിമ എപ്പോഴും മനസ്സിലാക്കി വേണം ജപിക്കാൻ. അതുകൊണ്ടാണ് തുടക്കത്തിലും ഒടുക്കത്തിലും ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകെ മൊത്തം 22 ശ്ലോകങ്ങളാണ് ഈ കവചത്തിലുള്ളത്. സ്കന്ദപുരാണാന്തർഗതമാണ് ഇത്. അപ്പോൾ നമുക്ക് ആ സ്തോത്രത്തിലേക്ക് പ്രവേശിച്ച് കുറേശ്ശെ സുബ്രഹ്മണ്യ സ്വാമിയെ നമുക്ക് ധ്യാനിക്കാം.
കാരണം ഓരോ അംഗത്തിനും രക്ഷ ചോദിക്കുന്ന സമയത്ത് ഭഗവാന്റെ ഓരോ പേരുകളാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ നാമസ്മരണയ്ക്കുള്ള അവസരം കൂടിയാണ്. ഭഗവാന്റെ നാമം സ്മരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള ലീലകൾ നമുക്ക് ഓർക്കാം, അദ്ദേഹത്തിൻ്റെ ദിവ്യമായ ജന്മത്തെ നമുക്ക് ഓർക്കാം, അദ്ദേഹത്തിൻ്റെ മഹിമയെ നമുക്ക് ഓർക്കാം. അപ്പോൾ ഈശ്വരനെ സ്മരിക്കാനുള്ള അവസരവുമാണ്, അദ്ദേഹത്തോടുള്ള ഭക്തിയെ പോഷിപ്പിക്കാനുള്ള അവസരവുമാണ്, അതോടൊപ്പം തന്നെ മാന്ത്രികമായ ദിവ്യമായ രക്ഷയെ സമ്പാദിക്കാനുള്ള അവസരവുമാണ്. പിന്നെ ഇവിടെ ഇത് ഉപദേശിക്കുന്നത് അഗസ്ത്യരായതുകൊണ്ട് അത്രയും ശ്രേഷ്ഠമായ ഒരു സ്തോത്രം തന്നെയാണിതെന്ന് നമുക്ക് തീർച്ചയായും ധരിക്കാം. നമുക്ക് സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ സുബ്രഹ്മണ്യ കവചം. അഗസ്ത്യ ഉവാച. സ്കന്ദസ്യ കവചം ദിവ്യം നാനാരക്ഷാകരം പരം പുരാ പിനാകിനാ പ്രോക്തം ബ്രഹ്മണോനന്തശക്തയേ. അഗസ്ത്യ ഉവാച, അഗസ്ത്യർ പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം സംവദിക്കുകയാണ് നാരദരോടാണ്, അത് ഓർക്കണം. അപ്പോൾ അഗസ്ത്യർ നാരദർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സ്കന്ദപുരാണത്തിലുള്ള ഭാഗമാണ്. സ്കന്ദസ്യ കവചം ദിവ്യം, സ്കന്ദ ഭഗവാന്റെ ദിവ്യമായ കവചത്തെ. സ്കന്ദ ശബ്ദത്തിന് കുതിച്ചു ചാടുന്നവൻ എന്നൊരർത്ഥമുണ്ട്. കുതിച്ചു ചാടുക, വളരെ ദൂരത്തിലേക്ക് വളരെ ശക്തിയോടുകൂടി ചാടുന്നവനാണ് സ്കന്ദൻ. ഭഗവാന്റെ തേജസ്, മഹാദേവന്റെ തേജസ്സിൽ നിന്നാണ് സ്കന്ദൻ ഉദ്ഭവിക്കുന്നത്. ആ കഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. താരകാസുരന്റെ വധത്തിനു വേണ്ടി ദേവന്മാർ അർത്ഥിച്ചത് പ്രകാരം മഹാദേവനിൽ നിന്നും ഉദ്ഭവിക്കുന്ന 6 ജ്വാലകളാണ്. ഭഗവാന് 5 മുഖങ്ങളുണ്ട്, എന്നാൽ രഹസ്യമായ ഒരു മുഖം കൂടി ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ആ 6 മുഖങ്ങളിൽ നിന്നും, അതായത് ഭഗവാന്റെ 6 ഭാവങ്ങളാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 5 ഭാവങ്ങളും കാണാൻ സാധിക്കാത്ത ഗുഹ്യമായ ഗോപ്യമായിട്ടുള്ള 6ാമത്തെ ഭാവത്തിൽ നിന്നും തീജ്വാലകൾ രൂപേണ ഭഗവാനിൽ നിന്നും കുതിച്ചു ചാടിയതാണ് ഈ ശക്തി. അങ്ങനെ ചാടിയ ആ ശക്തിയെ ആദ്യം അഗ്നി ഭഗവാൻ ധരിച്ചുവെന്നും അഗ്നി അത് ഗംഗാജലത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചുവെന്നും ഗംഗാജലം അത് വഹിച്ചുകൊണ്ട് ശരവണ പൊയ്കയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചുവെന്നും അവിടെ 6 കുട്ടികളായി ജനിച്ചുവെന്നും ആ 6 കുട്ടികളെയും എടുത്ത് കൃത്തികകൾ വളർത്തിയെന്നും കൃത്തികകൾ ആ 6 കുട്ടികളെയും പാർവതീദേവിക്ക് കൊണ്ടുപോയി കൊടുത്തുവെന്നും പാർവതീദേവി ആ 6 കുട്ടികളെയും ഒറ്റ മകനാക്കി 6 മുഖനുള്ളവനാക്കി എന്നും പിന്നീട് മഹാദേവൻ അദ്ദേഹത്തിന് അനുഗ്രഹിച്ചുവെന്നും സേനകളുടെ, അതായത് ദേവസേനയുടെ നാഥനായി അഭിഷേകം ചെയ്തുവെന്നുമാണ് സുബ്രഹ്മണ്യന്റെ അവതാര കഥ. ഇപ്പൊ ഭഗവാന്റെ ഈ ആവിർഭാവത്തെ സൂചിപ്പിക്കുന്ന ആ പദമാണ് സ്കന്ദൻ. കാരണം കുതിച്ചു ചാടി വന്നതാണ്, ലോകത്തെ രക്ഷിക്കാനുള്ള ഉത്സാഹത്തോടു കൂടി മഹാദേവനിൽ നിന്നും ഉദ്ഭവിച്ചവനാണ്. അതുപോലെ ഒരു യോദ്ധാവിന്റെ ചാട്ടമാണത്. അപ്പോൾ സ്കന്ദൻ എന്ന വിളിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ യോദ്ധാവിന്റെ ഭാവമുണ്ട്. കാരണം ദേവസേനയ്ക്ക് ഏകനാഥനായിരിക്കുന്നവനാണ്. ഏറ്റവും വലിയ ദൈവിക യോദ്ധാവാണ് സുബ്രഹ്മണ്യ സ്വാമി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ സ്കന്ദൻ എന്ന് വിളിക്കുന്നു, ആ കുതിച്ചു ചാടി വന്നവനായതുകൊണ്ട്. അതുപോലെ സ്കന്ദ ശബ്ദത്തിന് ശരീരം എന്നർത്ഥമുണ്ട്. അപ്പൊ നല്ല ശരീരമുള്ളവനായതുകൊണ്ടും ഭഗവാൻ സ്കന്ദനാണ്. കാരണം യോദ്ധാവാണ്. അപ്പോൾ മറ്റുള്ളവരെ സംരക്ഷിക്കണമെങ്കിൽ അതിനുള്ള ബലം തനിക്ക് ഉണ്ടാവണമല്ലോ. അപ്പൊ അത്രയും ബലിഷ്ഠമായ ശരീരത്തോടൊത്തവനായതുകൊണ്ടും സ്കന്ദനാണ്. അദ്ദേഹം സമർത്ഥനുമാണ്, അതുകൊണ്ടും സ്കന്ദനാണ്. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് വ്യക്തമായി അറിവുള്ളവനാണ്. സുബ്രഹ്മണ്യൻ എന്ന നാമത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ അറിവ് നമുക്ക് ഗ്രഹിക്കാം. ആ അറിവിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സാമർഥ്യവും അദ്ദേഹത്തിനുണ്ട്. പലർക്കും അറിവുണ്ടാവും, പ്രവർത്തിക്കാൻ പറ്റാറില്ല. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല, അറിവുണ്ട്, അറിവിനനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതുകൊണ്ട് സമർത്ഥനായതുകൊണ്ടും സ്കന്ദനാണ്. പിന്നെ അറിവുള്ളവൻ എന്ന അർത്ഥവും ഈ പദത്തിനുണ്ട്. മഹാപണ്ഡിതനായതുകൊണ്ടും അദ്ദേഹം സ്കന്ദനാണ്. അപ്പോൾ യോദ്ധാവാണ്, നല്ല ഉത്സാഹത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ശത്രുക്കളെ വധിക്കാനും തൻ്റെ ഭക്തരെ രക്ഷിക്കാനും ദേവസമൂഹങ്ങൾക്ക് രക്ഷ നൽകാനും ഒക്കെ സദാ സന്നദ്ധനായിരിക്കുന്നവനാണ്. അത്രയും ഊർജം അദ്ദേഹത്തിലുണ്ട്, ബലിഷ്ഠമായ ദേഹമുണ്ട്, നല്ല സാമർഥ്യമുണ്ട്, നല്ല അറിവുണ്ട്. ഇങ്ങനെയെല്ലാം ഇരിക്കുന്നവനാണ് സ്കന്ദൻ. ആ സ്കന്ദന്റെ ദിവ്യമായ കവചത്തെ അഗസ്ത്യർ നാരദരോട് പറയുകയാണ്.
നാനാരക്ഷകരം പരം. ഈ കവചം ദിവ്യമാണ്. അതെന്തുകൊണ്ടാണ് ദിവ്യമെന്ന് അടുത്ത വരിയിൽ നമുക്ക് കാണാം. ദിവ്യമായ കവചമാണ്. നാനാരക്ഷകരം പരം, പല പ്രകാരത്തിലുള്ള രക്ഷയെ ചെയ്യുന്നതാണ്. അതാണ് നാനാരക്ഷകരം. പല പ്രകാരത്തിലുള്ള രക്ഷകൾ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രകാരത്തിലുള്ള രക്ഷകളും ചെയ്യും. ഇപ്പോൾ ഒരു യുദ്ധകളത്തിൽ ധരിക്കുന്ന പോർച്ചട്ടയ്ക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇന്ന പ്രകാരത്തിലുള്ള ആയുധങ്ങളെ തടുക്കാനേ അതിന് സാധിക്കും. അപ്പോൾ അതിൻ്റെ ബലത്തിനപ്പുറമുള്ള എന്തെങ്കിലും പ്രയോഗിച്ചാൽ, അതുപോലെ അത് ധരിക്കപ്പെടാത്ത സ്ഥലങ്ങൾ, എപ്പോഴും കുറച്ച് ഭാഗങ്ങൾ ഒടിഞ്ഞു കിടക്കും, അവിടേക്ക് പ്രയോഗിച്ചാലൊക്കെ മുറിവുണ്ടാവും. എന്നാൽ ഇത് എല്ലാ പ്രകാരത്തിലുള്ള രക്ഷയും ചെയ്യുന്നതാണ്. കാരണം ഇത് സൂക്ഷ്മമായ ശക്തിയാണ്. അപ്പോൾ നമ്മുടെ നേർക്ക് ഏത് വിധത്തിലുള്ള ആപത്ത് വരുന്നുവോ ആ ആപത്തിന് മനസ്സിലാക്കി അതിനനുസരിച്ച് തൻ്റെ ഭാവത്തെ മാറ്റി നമുക്ക് രക്ഷയെ നൽകാൻ ശേഷിയുള്ള കവചമാണ്. അപ്പോൾ ഇത് ദിവ്യമായ കവചമാണ്, നാനാരക്ഷകരമാണ്, പരമാണ്, ഏറ്റവും ശ്രേഷ്ഠമായ കവചമാണ്. കവചം എന്ന വാക്കിന് പോർച്ചട്ട എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു. ദിവ്യമായ പോർച്ചട്ടയാണ് ഇവിടെ നമ്മൾ ധരിക്കുന്നത്. ഇത് ആരുടെ കവചമാണ്? സാക്ഷാത് സ്കന്ദന്റെ കവചമാണ്. യുദ്ധത്തിൻ്റെ മൂർത്തിമത് ഭാവമായി നിൽക്കുന്നവൻ, യുദ്ധത്തിന് പോകുന്നവരെല്ലാം ആരാധിക്കേണ്ടവൻ, ഒരാൾക്കും യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ പറ്റാത്തവൻ, അത്രയും വൈഭവത്തോടു കൂടി നിൽക്കുന്ന ആ ദേവസേനാധിപനായ സ്കന്ദന്റെ കവചം തന്നെയല്ലേ കവചങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കവചം. കാരണം യോദ്ധാവ് തന്നെയാണ് ഇവിടെ നമുക്ക് രക്ഷയെ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് പരമമായ കവചമാണിത്. അപ്പോൾ സ്കന്ദസ്യ കവചം ദിവ്യം നാനാരക്ഷകരം പരം. ഇപ്പൊ ഇവിടെ ദിവ്യം എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാ? അത് അടുത്ത വരിയിൽ പറയുന്നു. പുരാ, പണ്ട്, പിനാകിന പ്രോക്തം, പിനാക്കിയാൽ പറയപ്പെട്ടതാണിത്. പിനാക്കി ആരാ? ശിവൻ. അപ്പോൾ ഈ മന്ത്രത്തിന്റെ ഋഷി ആരാ? ശിവനാണ്. അഗസ്ത്യരാണെന്നും നമുക്ക് പറയാം. കാരണം അഗസ്ത്യരാണിത് നമുക്ക് പകർന്നു നൽകുന്നത് നാരദരോട് ഉപദേശിച്ചതിലൂടെ. എന്നാൽ ഇത് ആദ്യമായി അവതരിപ്പിച്ചവൻ, ഈ മന്ത്രത്തെ ദർശിച്ചവൻ സാക്ഷാത് മഹാദേവൻ ആയതുകൊണ്ട് ഇത് ദിവ്യമായ മന്ത്രമാണ്, ദിവ്യമായ കവചമാണ്. അതുകൊണ്ട് മഹാദേവനെ ഇതിൻ്റെ ഋഷിയായിട്ട് നമുക്ക് ഗണിക്കാം. പിനാകം ധരിച്ചവനായതുകൊണ്ട് പിനാക്കി എന്ന് ഭഗവാനെ വിളിക്കുന്നു. അപ്പോൾ ശിവനാൽ പണ്ട് പറയപ്പെട്ടതാണ്. ആരോടാണ് ശിവൻ ഇത് പറഞ്ഞത്? ബ്രഹ്മണോ, ബ്രഹ്മാവിനോടാണ് പറഞ്ഞത്. ബ്രഹ്മാവിനായിക്കൊണ്ട് ശിവൻ പണ്ട് പറഞ്ഞു കൊടുത്തതാണ് ഇത്. അപ്പോൾ ഇവിടെ പറഞ്ഞവൻ സാക്ഷാത് മഹാദേവൻ, കേട്ടവനോ ലോകത്തെ സൃഷ്ടിക്കുന്നവനാണ്. ലോകത്തെ സൃഷ്ടിക്കുന്ന സ്രഷ്ടാവായ ബ്രഹ്മാവാണ് കേട്ടത്. നമ്മൾ ഈ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഈ ജീവിതം തന്നെ ഒരു പോർക്കളമായി മാറിയാൽ അതിൽ നമുക്ക് പല പ്രകാരത്തിലുള്ള രക്ഷയും നൽകുന്നതാണ് ഈ കവചം. ഇവിടെ ബ്രഹ്മാവിനെ ശ്രോതാവായിട്ട് അവതരിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള സർഗശേഷിയെ കൂടി സൂചിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ പലതും ചെയ്യാൻ വേണ്ടി വന്നവരാണ് നമ്മൾ, പലതും രചിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ ആ രചനാ വൈഭവം നമ്മുടെ ഉള്ളിലുണ്ട്. ആ രചനാ വൈഭവത്തെ പോഷിപ്പിക്കാനുള്ള അറിവും അതിനാവശ്യമായ സംരക്ഷണവും ഈ കവചം നൽകും. അതുകൊണ്ടാണ് ആദ്യത്തെ ശ്രോതാവ് ബ്രഹ്മാവ് തന്നെയായത്. കാരണം ബ്രഹ്മാവിൻ്റെ കർമ്മം സൃഷ്ടിയാണ്. അപ്പൊ തൻ്റെ കർമ്മം, തൻ്റെ സൃഷ്ടിയെ മംഗളമായി നടത്താനുള്ള ഒരു രക്ഷയ്ക്ക് വേണ്ടി, അതിനുള്ള കരുത്തിന് വേണ്ടിയാണ് ബ്രഹ്മാവ് ഇത് ശിവനിൽ നിന്നും ശ്രവിച്ചത്. അത് ഇവിടെ തുടർന്ന് പറയുന്നു, അനന്തശക്തയെ, അനന്തമായ ശക്തിക്ക് വേണ്ടിയാണ് ബ്രഹ്മാവ് ഇത് ശ്രവിച്ചത്, ശിവൻ ഇത് ഉപദേശിച്ചത്. അനന്തമായ ശക്തി, ചെയ്യാനുള്ള ശേഷിയാണ് ശക്തി. അതിന് ലിമിറ്റേഷൻ ഇല്ല. അന്തമില്ലാത്ത അത്രയും ശക്തി ബ്രഹ്മാവിന് ലഭിക്കാൻ വേണ്ടി ശിവൻ ഉപദേശിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഈ ശക്തി ലഭിച്ചാൽ ബ്രഹ്മാവിന് നന്നായി സൃഷ്ടിക്കാൻ പറ്റുമെന്ന് മഹാദേവൻ മനസ്സിലാക്കി, ബ്രഹ്മാവും മനസ്സിലാക്കി. അതേപോലെ ഈ ശക്തിയെ നമുക്ക് ലഭിച്ചാൽ, അതായത് ഈ മന്ത്രത്തെ നമുക്ക് ലഭിച്ചാൽ, നമ്മൾ ഇത് ജപിച്ച് സിദ്ധി വരുത്തിയാൽ അനന്തമായ ശക്തി നമുക്കും ലഭിക്കും. നമ്മുടെ ഉള്ളിലുള്ള ശക്തിയുടെ പൂർണ്ണത നമുക്ക് പ്രകടമാക്കാൻ സാധിക്കും. പലർക്കും ഉള്ളിൽ പല കഴിവുകളും ഉണ്ടാവും. അത് പ്രകടമാക്കാൻ പറ്റാതെ അവർ ദുഃഖിക്കുകയാണ് പതിവ്. എന്നാൽ ഈ കവചം നമ്മൾ ജപിക്കുമ്പോൾ ഇതിലൂടെ ബ്രഹ്മാവിന് ഏതുപോലെയാണോ അനന്തമായ ശക്തി ലഭിച്ചത് അതുപോലെ നമുക്കും ലഭിക്കും. അപ്പോൾ നമ്മുടെ കഴിവിൻ്റെ പൂർണ്ണത പ്രകടമാകും, നല്ല രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ബ്രഹ്മാവിന് അനന്ത ശക്തി ലഭിക്കാൻ വേണ്ടി സാക്ഷാത് മഹാദേവൻ ഉപദേശിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഏത് പ്രകാരത്തിലുള്ള ഒരു മന്ത്രത്തെയാണ് നമ്മൾ ധരിക്കാൻ പോകുന്നതെന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി കൊടുക്കുകയാണ് അഗസ്ത്യ മഹർഷി. അതാണ് ആദ്യത്തെ ശ്ലോകത്തിലുള്ളത്.
അഗസ്ത്യ ഉവാച സ്കന്ദസ്യ കവചം ദിവ്യം നാനാരക്ഷകരം പരം പുരാ പിനാകിനാ പ്രോക്തം ബ്രഹ്മണോനന്തശക്തയേ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം തുടരുന്നു. തദഹം സംപ്രവക്ഷ്യാമി ഭദ്രം തേ ശൃണു നാരദ അസ്തി ഗുഹ്യം മഹാപുണ്യം സർവപ്രാണി പ്രിയങ്കരം. തത് ആ ദിവ്യമായ കവചത്തെ അഹം സംപ്രവക്ഷ്യാമി ഞാൻ വളരെ നന്നായിട്ട് നിനക്ക് പറഞ്ഞു തരാം. ആരോടാണ് ഇത് പറയുന്നത്? നാരദനോടാണ് പറയുന്നത്. തേ ശൃണു നിനക്ക് ഞാനിത് വളരെ നന്നായിട്ട്, കാരണം പ്രവക്ഷ്യാമി എന്നല്ല സംപ്രവക്ഷ്യാമി എന്നാണ്. എങ്ങനെ പറഞ്ഞു തന്നാലാണോ നിനക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുക അത്രയും വ്യക്തമായി തന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അപ്പൊ നീ ശ്രദ്ധയോട് കേട്ടാൽ മാത്രം മതി, നിനക്കിതിന്റെ ഫലം ഉറപ്പാണ് എന്നിവിടെ അഗസ്ത്യര് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സംപ്രവക്ഷ്യാമി എന്ന് അദ്ദേഹം എടുത്തു പറയുന്നത്. അപ്പൊ ആ ദിവ്യമായ കവചത്തെ സാക്ഷാത് മഹാദേവൻ ആ പിനാക്കി ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള അനന്തശക്തിയെ നൽകുന്നതായിട്ടുള്ള ആ ദിവ്യമായ കവചത്തെ ഞാൻ നിന്നോട് വളരെ നന്നായിട്ട് പറഞ്ഞു തരാം. അത് നീ കേട്ടാലും, ആ കേട്ടാലും എന്ന വിളിയിൽ തന്നെ ശ്രദ്ധയോടുകൂടി കേട്ടാലും എന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വെറുതെ കേട്ടാൽ പോരാ, ശ്രദ്ധയോടുകൂടി കേൾക്കണം. കാരണം അത്രയും മഹിമാവോടൊത്തിട്ടുള്ള സ്തോത്രമാണ് ഇത്. അപ്പോൾ ശൃണു നാരദ കേട്ടാലും. ഇനി തദ് എന്ന് വിളിച്ചു, ദിവ്യമായ ആ കവചമാണെന്ന് പറഞ്ഞു. അതിൻ്റെ വിശേഷണങ്ങൾ പറയുകയാണ്. എങ്ങനെയുള്ള കവചമാണിത്? ഭദ്രമാണ്. ഭദ്രം എന്നാൽ മംഗളം, മംഗളസ്വരൂപിയായിട്ടുള്ള കവചമാണിത്. നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളത് മംഗളമാണ്. അമംഗളത്തിൽ നിന്നുമുള്ള രക്ഷയാണ്. അത് പ്രദാനം ചെയ്യുന്ന കവചമാണ്. ഇതിനൊരിക്കലും നാശം സംഭവിക്കുകയില്ല, ഇതിനൊരു കോട്ടവും സംഭവിക്കുകയില്ല. അതുകൊണ്ടും ഇത് ഭദ്രമാണ്. ഭദ്രം അസ്തി, ഭദ്രമാകുന്നു. ഗുഹ്യമാണ്. ഗുഹ്യം എന്നാൽ രഹസ്യം. ഇത് രഹസ്യ സ്വഭാവത്തിലുള്ളതാണ്. എന്തുകൊണ്ടാണ് രഹസ്യം എന്ന് പറയുന്നത്? നമുക്ക് വ്യക്തമല്ലാത്തതെന്തോ അതാണ് ഗുഹ്യം. ഇതാരും ഒളിപ്പിച്ചു വെക്കുന്നതല്ല. പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ ശക്തിയാണ് ഈ കവചം. ഈ കവചത്തെ അറിയണമെങ്കിൽ അതിനുള്ള യോഗ്യത നമുക്കുണ്ടാവണം. ഇവിടെ വളരെ സൂക്ഷ്മമായ പല ജീവജാലങ്ങളുമുണ്ട്. അതിനെ കാണാൻ പറ്റുന്ന ഉപകരണം നമ്മൾ ഉണ്ടാക്കി അതിലൂടെ അതിനെ നിരീക്ഷിക്കുമ്പോഴാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പൊ അത് ഒളിഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അത് ആരും ഒളിപ്പിച്ചു വെച്ചതല്ല, അത് പ്രകൃതിയാൽ അങ്ങനെയാണുള്ളത്. അപ്പൊ അതിനെ കാണാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളെ നമ്മൾ ഉണ്ടാക്കി അതിനുള്ള യോഗ്യത നമ്മൾ നേടി അതിനെ നിരീക്ഷിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. അതേപോലെ ഈ കവചം ഗുഹ്യമാണ്. ഇത് അതിസൂക്ഷ്മമായ ഒന്നാണ്. മഹാദേവൻ തൻ്റെ ധ്യാനത്തിൽ നിന്നും ഗ്രഹിച്ചിട്ടുള്ളതാണ്. മഹാദേവൻ അത്രയും സൂക്ഷ്മമായ ദർശനമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇത് കിട്ടി. കാരണം അദ്ദേഹത്തിൽ നിന്ന് തന്നെ കുതിച്ചു ചാടിയിട്ടുള്ളവനാണ് സ്കന്ദൻ. അദ്ദേഹത്തിന്റെ ശക്തിയാണ് സ്കന്ദൻ. അപ്പൊ സ്കന്ദനെ മഹാദേവനെ പോലെ മറ്റാരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ സ്കന്ദന്റെ പിതൃഭാവത്തിരിക്കുന്ന മഹാദേവൻ തന്നെ അദ്ദേഹത്തിന്റെ രഹസ്യത്തെ മനസ്സിലാക്കി ആ രഹസ്യത്തെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഗുഹ്യമാണ്. മഹാപുണ്യം, ഇത് ചൊല്ലിയാൽ മഹത്തായ പുണ്യം നമുക്ക് ലഭിക്കും. പുണ്യങ്ങൾ പലതുണ്ട്. അതിൽ മഹാ എന്നിവിടെ ചേർത്ത് പറഞ്ഞതുകൊണ്ട് ഏറ്റവും ഉയർന്ന പുണ്യം ഇത് തന്നെയാണ്. നല്ല ജീവിതം നമുക്ക് ലഭിക്കാൻ നമ്മൾ പുണ്യം സമ്പാദിക്കേണ്ടതുണ്ട്. അപ്പൊ നല്ല സുഖപൂർണമായ ജീവിതം ലഭിക്കും. അത് കഴിഞ്ഞാൽ ഈ ലോകത്തെ ഉപേക്ഷിച്ച് ഒരിക്കലും തിരിച്ചു വരാത്ത വിധം പൂർണ്ണതയിൽ ലയിക്കുകയും വേണം. ഇതിനുള്ള പുണ്യമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഇത് മഹാപുണ്യമാണ്. അപ്പോൾ നല്ല ജീവിതം ജീവിക്കാനുള്ള അറിവും സംരക്ഷണവും ഉത്സാഹവും എല്ലാം ഇതിൽ നിന്ന് ലഭിക്കും. അങ്ങനെ ഉയർന്നുകൊണ്ട് ആ പാരമ്യത്തിലേക്ക് എത്തി മുക്തിയടയാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് മഹാപുണ്യം. സർവപ്രാണി പ്രിയങ്കരം. പ്രാണനുള്ളവനാണ് പ്രാണി. അപ്പൊ പ്രാണനുള്ളതാണ് ഇവിടെ ഉള്ളതെല്ലാം. എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത് അകത്ത് പ്രാണന്റെ സഞ്ചാരമുള്ളത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ പ്രാണികളുടെയും പ്രിയത്തെ ചെയ്യുന്നതാണ് ഈ മന്ത്രം, ഈ സ്തോത്രം. അതുകൊണ്ട് സർവപ്രാണി പ്രിയങ്കരം. എല്ലാ പ്രാണിയും ആഗ്രഹിക്കുന്നത് എന്താ? ഐശ്വര്യത്തെയാണ്, പൂർണ്ണതയെയാണ്. അതിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് സ്ഫുരിക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയുള്ള ത്വരയാണ് പ്രാണികളെ പ്രേരിപ്പിക്കുന്നത്. അതിൽ നിന്നാണ് ഈ ചക്രം ഉണ്ടാവുന്നത്. എവല്യൂഷൻ എന്ന് നമ്മൾ ആധുനിക ശാസ്ത്രത്തിൽ പറയുന്ന ആ പ്രക്രിയ. ഏറ്റവും സൂക്ഷ്മമായതിൽ നിന്നും നമ്മുടെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണത്. അപ്പൊ കൂടുതൽ കൂടുതൽ നന്നാവണം എന്ന ത്വര ഓരോ പ്രാണിയിലുമുണ്ട്. ആ ത്വരയുള്ളത് കൊണ്ട് അവൻ പരിശ്രമിച്ച് അതിനു വേണ്ടിയാണ് അവൻ ജീവിക്കുന്നത്.
അങ്ങനെയാണ് ഇവോൾവ് ആയിട്ട് ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യന്റെ ആകൃതി പോലും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നും ഈശ്വരന്റെ ഭാവത്തിലേക്കുള്ള ഉയർച്ചയാണ് നമ്മുടെ എവല്യൂഷൻ. അപ്പൊ പ്രാണിക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത് അതിന്റെ വളർച്ചയാണ്, അതിന്റെ പൂർണ്ണ വികാസ പ്രാപ്തിയാണ്. അപ്പൊ അതിനെ ചെയ്യുന്നതായത് കൊണ്ട് സർവപ്രാണി പ്രിയങ്കരം, അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രമാണ്, സ്തോത്രമാണിത്. നാരദ എന്ന അഗസ്ത്യർ ഇവിടെ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. തദഹം സംപ്രവക്ഷ്യാമി ഭദ്രം തേ ശൃണു നാരദ അസ്തി ഗുഹ്യം മഹാപുണ്യം സർവപ്രാണി പ്രിയങ്കരം. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. അഗസ്ത്യർ തുടരുന്നു. ജപമാത്രേന പാപഘ്നം സർവകാമഫലപ്രദം മന്ത്രപ്രാണമിതം ജ്ഞേയം സർവവിദ്യാധികാരകം. വീണ്ടും അതിനെ വിശേഷിപ്പിക്കുകയാണ്. കാരണം ഒരു സ്തോത്രം എടുത്തു കൊടുക്കുന്ന സമയത്ത് അത് വളരെ ലാഘവത്തോടു കൂടി എടുത്തു കൊടുത്താൽ, അത് ആ രീതിയിൽ ഒരുവൻ ധരിച്ചാൽ അവൻ അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടാവില്ല. പലപ്പോഴും അപകടം സംഭവിക്കാം. അപ്പോൾ വളരെ ശക്തിയുള്ള ആയുധങ്ങളൊക്കെ അതിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തവൻ്റെ കയ്യിൽ കൊടുത്താൽ അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് നമുക്ക് പുരാണങ്ങളിൽ കാണാം. ഇപ്പോൾ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ശക്തമായ അസ്ത്രമാണ്, പക്ഷെ അത് തിരിച്ചെടുക്കാനുള്ള അറിവില്ല, എവിടെ ഉപയോഗിക്കണമെന്ന് അറിവില്ല, അത് പ്രയോഗിച്ചു. ലോകം തന്നെ നശിച്ചു പോകേണ്ട അവസ്ഥയായിരുന്നു. ഭഗവാന്റെ ഇടപെടൽ കൊണ്ട് അർജുനൻ അതിനെ പിൻവലിച്ചത് കൊണ്ട് ലോകം രക്ഷപ്പെട്ടു. അപ്പോൾ ഇതുപോലെ അറിയാതെ നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല ഈ കവചത്തെ. നന്നായി ഇതിന്റെ മഹത്വം ഗ്രഹിച്ചിട്ട് വേണം പ്രയോഗിക്കാൻ. അപ്പോൾ മാത്രമേ നമുക്ക് ഗുണമുണ്ടാവൂ, ദോഷത്തിൽ നിന്നും രക്ഷയും ഉണ്ടാവൂ. അത് മനസ്സിലാക്കിയിട്ട് അഗസ്ത്യർ കൂടുതൽ വിസ്തരിക്കുകയാണ്. ജപമാത്രേന പാപഘ്നം. ജപമാത്രേന എന്ന് പറഞ്ഞാൽ ജപിച്ച മാത്രയിൽ തന്നെ, വെറും ജപിച്ചത് കൊണ്ട് മാത്രം. ഈ സ്തോത്രം കിട്ടി നമ്മൾ എന്തെങ്കിലും ക്രിയ ചെയ്യേണ്ടതുണ്ടോ, എന്തെങ്കിലും പൂജയോ എന്തെങ്കിലും പുറത്ത് ചെയ്യേണ്ടതായ എന്തെങ്കിലും ക്രിയയുണ്ടോ എന്ന് ചോദിച്ചാൽ അഗസ്ത്യർ ഇവിടെ പറയുന്നു, ഇല്ല. വെറുതെ ജപിച്ചാൽ മതി. നാദസ്വരൂപത്തിലുള്ള കവചമാണിത്. അപ്പൊ ഇത് മനസ്സിലാക്കി വെറുതെ ജപിച്ചാൽ മതി, ശ്രദ്ധയോടെ ജപിച്ചാൽ മതി, മറ്റൊന്നും ചെയ്യേണ്ട. അങ്ങനെ ജപിച്ചാൽ ഇത് പാപഘ്നമാണ്, പാപത്തെ ഇല്ലാതെയാക്കുന്നതാണ്, മഹാപുണ്യമാണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ളത് എന്താ? പുണ്യമാണ്. അത് ഇത് പ്രദാനം ചെയ്യും. നമുക്ക് ആവശ്യമില്ലാത്തത് എന്താ? പാപമാണ്. ആ പാപത്തെ ഇതില്ലാതെയാക്കും. ഏതൊരു പ്രവൃത്തിയുടെ ഫലമായിട്ടാണോ ജീവിതത്തിൽ ദുഃഖമുണ്ടാവുന്നത്, പതനമുണ്ടാവുന്നത്, അതാണ് പാപം. ആ പാപത്തെ ഇതില്ലാതെയാക്കും. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളെ ഇല്ലാതെയാക്കി അതിൽ നിന്നുമുള്ള രക്ഷ നൽകും. പാപം ചെയ്യാനുള്ള വാസനയെ ഇല്ലാതെയാക്കി ഭാവിയിലുള്ള രക്ഷയും ഇത് നൽകും. അതുകൊണ്ട് പാപഘ്നമാണ്. എങ്ങനെ പാപത്തെ ഇല്ലാതെയാക്കും? വെറുതെ ജപിച്ചാൽ മതി. സർവകാമഫലപ്രദം. ഇത് വെറുതെ ജപിച്ചാൽ എല്ലാ കാമങ്ങളും ഫലവത്താകും. കാമങ്ങൾ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. ഇപ്പൊ കാര്യസിദ്ധിക്ക് വേണ്ടിയൊക്കെയാണ് മനുഷ്യൻ പലപ്പോഴും അലയുന്നത്. അതിന് ഉപകരിക്കുന്ന ഒരു മന്ത്രമാണ് ഇത്. വെറുതെ ജപിച്ചാൽ മതി, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സിദ്ധമാകും. നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ ആ ഫലം നിങ്ങൾക്ക് ലഭിക്കും, അതുറപ്പാണ്. മഹാദേവൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കി അഗസ്ത്യര് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അത്രയും ഉറപ്പുള്ള കാര്യമാണ്. പാപഘ്നമാണ്, സർവകാമഫലപ്രദമാണ്. മന്ത്രപ്രാണം. ഇത് മന്ത്രപ്രാണമാണ്. ഇവിടെ പ്രാണശബ്ദത്തിന് ശക്തി എന്നാണ് അർത്ഥം. മന്ത്രശക്തിയുള്ളതാണ് ഇത്. മന്ത്രസ്വരൂപത്തിലുള്ള ശക്തിയാണ് ഇത്. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതെന്തോ അതാണ് മന്ത്രം. അപ്പൊ നമ്മൾ ഇത് ജപിക്കുന്ന സമയത്ത് ഇത് നമുക്ക് രക്ഷയെ നൽകും. ആ രക്ഷ നൽകാനുള്ള ശക്തി ഇതിൽ ഉള്ളത് കൊണ്ട് ഇത് മന്ത്രശക്തിയോടൊത്തതാണ്. അതുകൊണ്ട് മന്ത്രപ്രാണം. അപ്പൊ മന്ത്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ അത്രയും വളരണം. കാരണം സാധാരണ ഒരു സ്തോത്രമല്ല, മന്ത്രപ്രാണമായിട്ടുള്ള സ്തോത്രമാണ്, കവചമാണ്. അതുകൊണ്ട് മന്ത്രപ്രാണം. മനനം ചെയ്യുന്നവന്റെ പ്രാണനെ രക്ഷിക്കുന്നതായതുകൊണ്ടും മന്ത്രപ്രാണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് എല്ലാ പ്രകാരത്തിലുള്ള രക്ഷയെയും നൽകുന്ന ശക്തിയാണ് ഈ സ്തോത്രത്തിലുള്ളത്. ഇതം ജ്ഞേയം. ഇത് അറിയേണ്ടതാണ്. ഇത് രഹസ്യമായ അറിവാണെന്ന് പറഞ്ഞു. രഹസ്യമാണെങ്കിലും ഇത് അറിയേണ്ട അറിവാണ്. ഇത് രഹസ്യമാണല്ലോ, അപ്പൊ ഇത് അറിയാൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ വിമുഖത കാണിച്ചാൽ നമുക്കാണ് ദോഷം. ഇതറിയപ്പെടേണ്ട അറിവാണ്. കാരണം ഈ അറിവ് നേടിയാൽ നമ്മുടെ ജീവിതത്തിന് പരമാർത്ഥത ലഭിക്കും.
പരമാർത്ഥത എന്നിവിടെ പറയുന്നത് നമ്മുടെ ജീവിതത്തിന് അതിൻ്റെ പൂർണ്ണത ലഭിക്കും. എന്തിനു വേണ്ടിയാണോ നമ്മൾ ജനിച്ചത് അതിനു വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ആ പൂർണ്ണത ലഭിക്കാൻ വേണ്ടി നമ്മൾ ഈ മന്ത്രത്തെ അറിഞ്ഞിരിക്കണം, ഈ രഹസ്യത്തെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇത് ജ്ഞേയമാണ്. സർവവിദ്യാധികാരകം, എല്ലാ വിദ്യകളെയും ചെയ്യുന്നതാണ്, എല്ലാ പ്രകാരത്തിലുള്ള വിദ്യകളെയും. ഇവിടെ സർവവിദ്യ ആദികാരകം എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യയുടെയും തുടക്കം ഈ മന്ത്രത്തിൽ നിന്നാണ് എന്നൊരർത്ഥം വന്നു. സർവവിദ്യ എന്നുള്ളതിൽ സർവശബ്ദത്തിന് സർവത്തിൻ്റെയും സാരമായിരിക്കുന്ന ബ്രഹ്മം എന്നെടുത്താൽ ബ്രഹ്മവിദ്യ ആദി, ആദി എന്ന് പറഞ്ഞാൽ തുടങ്ങിയവ കാരകമാണ്. അപ്പോൾ ബ്രഹ്മവിദ്യ തുടങ്ങിയിട്ടുള്ള എല്ലാ അറിവും, ഏറ്റവും ഉയർന്ന അറിവാണ് ബ്രഹ്മവിദ്യ. അവിടുന്ന് അങ്ങോട്ട് താഴോട്ടുള്ള എല്ലാ അറിവുകളെയും നൽകുന്നതാണ്. അതുകൊണ്ട് സർവവിദ്യാധികാരകം. ഇങ്ങനെ നമുക്ക്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, സുബ്രഹ്മണ്യനെയാണ് നമ്മൾ ഉപാസിക്കുന്നത്. അറിവിന്റെ മൂർത്തിമത് ഭാവമാണ് അദ്ദേഹം, ഗുരുവാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ എല്ലാ അറിവിനെയും അദ്ദേഹം പ്രദാനം ചെയ്യും. നമ്മൾ അദ്ദേഹത്തെ ഉപാസിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ മന്ത്രപ്രാണമായിരിക്കുന്ന ഈ സ്തോത്രത്തെ ധരിച്ചുകൊണ്ട് നമുക്ക് സുബ്രഹ്മണ്യ പ്രീതിയെ സമ്പാദിക്കാം. അതുണ്ടായാൽ നമുക്ക് എല്ലാ വിദ്യയും ലഭിക്കും, ബ്രഹ്മവിദ്യ അടക്കം നമുക്ക് ലഭിക്കും. ഇനി എല്ലാ വിദ്യയുടെയും തുടക്കം ഇതാണ്, അതുകൊണ്ടും സർവവിദ്യാധികാരകം. ഇതാണ് മൂന്നാമത്തെ ശ്ലോകം. ജപമാത്രേണ പാപഘ്നം സർവകാമഫലപ്രദം മന്ത്രപ്രാണമിദം ജ്ഞേയം സർവവിദ്യാധികാരകം. ഇവിടെ ജ്ഞേയം എന്ന പദം സർവവിദ്യാധികാരകത്തോട് ചേർത്തിട്ടും നമുക്ക് വായിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് സർവവിദ്യാധികാരകമാണെന്ന് അറിയണം എന്നർത്ഥവും അവിടെ കിട്ടും. അടുത്തത് നാലാമത്തെ ശ്ലോകമാണ്. അഗസ്ത്യര് തുടരുകയാണ്. സ്കന്ദസ്യ കവചം ദിവ്യം പഠനാദ് വ്യാധിനാശനം പിശാച ഘോരഭൂതാനാം സ്മരണാദേവ ശാന്തിദം. സ്കന്ദസ്യ കവചം ദിവ്യം, സ്കന്ദന്റെ, നല്ല ബലിഷ്ഠനായവന്റെ, യുദ്ധത്തിൽ നല്ല ഉത്സാഹത്തോടുകൂടി ചാടുന്നവന്റെ ദിവ്യമായ കവചമാണിത്. ദൈവികമായ ശക്തി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്, സാക്ഷാത് മഹാദേവനിൽ നിന്നും ഉദ്ഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ദിവ്യം. ഈ കവചത്തെ പഠനാത്, പഠിക്കുന്നതിലൂടെ വ്യാധിനാശനം, വ്യാധികളെല്ലാം ഇല്ലാതെയാകും. വ്യാധി എന്നാൽ രോഗം, ശരീരത്തെ ഗ്രഹിക്കുന്ന രോഗം, മനസ്സിനെ ഗ്രഹിക്കുന്ന രോഗം. ഈ രണ്ട് രോഗങ്ങളെയും പരിപൂർണമായി ഇതില്ലാതെയാക്കും. പരിപൂർണമായി ഇല്ലാതെയാക്കിയാൽ നമുക്ക് ആരോഗ്യം ലഭിക്കും. നമ്മൾ നമ്മുടെ പൂർണ്ണതയിൽ നിന്നാൽ മാത്രമേ നമുക്ക് നന്നായി പ്രവർത്തിക്കാൻ പറ്റൂ. ഇപ്പോൾ ശരീരത്തിന് രോഗം ബാധിച്ചാൽ നല്ല ശേഷിയുള്ളവന് പോലും നന്നായി പ്രവർത്തിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യവും. മനസ്സിൻ്റെ താളമൊക്കെ തെറ്റിയാൽ എത്ര കഴിവുള്ള ആളാണെങ്കിലും പ്രവർത്തന ശൂന്യമായി ഇരിക്കുന്നത് കാണാം. അപ്പം അതുകൊണ്ട് നല്ല ജീവിതം വേണമെങ്കിൽ നല്ല അറിവുണ്ടായാൽ മാത്രം പോരാ, അത് പ്രയോഗിക്കാനുള്ള അവസരവും ഉണ്ടാവണം. അപ്പം അതിന് പ്രധാനമായിട്ടും രോഗങ്ങൾ ഇല്ലാതെ ആയിരിക്കണം. ആ രോഗങ്ങളെ ഇല്ലാതെയാക്കുന്ന സ്തോത്രമാണ്, കവചമാണ് ഇത്. അതുകൊണ്ട് പഠനാത് വ്യാധിനാശനം, ഇത് പഠിച്ചാൽ മാത്രം മതി, ജപിച്ചാൽ മാത്രം മതി. വീണ്ടും വീണ്ടും ഇതെടുത്തു പറയുന്നത് അത്രയും ലളിതമായ ഒരു യത്നമേ ഇതിനാവശ്യമുള്ളൂ. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ജപിച്ചാൽ മതി. ആ ജപത്തിലൂടെ തന്നെ നമുക്ക് എല്ലാ രക്ഷയും ലഭിക്കും, വ്യാധികളെല്ലാം നശിക്കും, പുണ്യം ലഭിക്കും, പാപമില്ലാതെയാകും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ജപമാത്രം കൊണ്ട് ലഭിക്കും. അപ്പോൾ പഠനാത് വ്യാധിനാശനം പിശാച ഘോരഭൂതാനാം സ്മരണാദേവ ശാന്തിദം. സ്മരണാത് ഏവ, സ്മരണ മാത്രയാൽ തന്നെ ശാന്തിദം, ശാന്തിയെ നൽകുന്നതാണ് ഇത്. ആർക്കാണ് ശാന്തിയെ നൽകുന്നത്? പിശാച ഘോരഭൂതാനാം. പിശാചൻ, പിശാചം എന്ന് പറഞ്ഞാൽ പിഷിതം അശ്നാതി ഇതി പിശാച. പിഷിതം എന്നാൽ മാംസം, മാംസം ഭക്ഷിക്കുന്നവനാരോ അവനാണ് പിശാചൻ. അതൊരു തരം ജീവിയാണ്. അപ്പൊ അതുകൊണ്ട് പിശാചിൽ നിന്നും, അതുപോലെ ഘോരഭൂതാനാം, ഭൂതം എന്നാൽ ജീവി എന്നാണ് അർത്ഥം. ഉണ്ടായിട്ടുള്ളത് എന്തോ അത് ഭൂതം, ഘോരമായിട്ടുള്ള ഭൂതങ്ങൾ, പിശാച് തുടങ്ങിയിട്ടുള്ള ഘോരമായിട്ടുള്ള ഭൂതങ്ങൾ. ഇവിടെ പല സൂക്ഷ്മജീവികളും ഉണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ, പക്ഷെ അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവ പല പ്രകാരത്തിലും നമ്മോട് ഇടപഴകുന്നുണ്ട്. അത് നമുക്ക് ഉപദ്രവമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അത് അവരുടെ ഉപദ്രവമാണെന്ന് പോലും പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാറില്ല. അപ്പൊ ഇവിടെ പറയുന്നു, ഈ ഒരു സ്തോത്രത്തെ പഠിച്ചുകൊണ്ട്
സുബ്രഹ്മണ്യന്റെ ഈ സ്തോത്രത്തെ വെറുതെ ഒന്ന് സ്മരിച്ചാൽ, അതായത് നമ്മൾ ഈ സ്തോത്രം പഠിച്ച് ഇത് ഉൾക്കൊണ്ടു, ഇത് ഗ്രഹിച്ചു, അത് കഴിഞ്ഞിട്ട് ആ സ്തോത്രത്തെ ചൊല്ലാതെ തന്നെ വെറുതെ ഒന്ന് സ്മരിച്ചാൽ തന്നെ ഈ പറഞ്ഞ ജീവികൾക്കൊക്കെ ശാന്തി ലഭിക്കും. ശാന്തി ലഭിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ഉപദ്രവം ഇല്ലാതെയാകും. അപ്പോ പിശാച ഘോരഭൂതാനാം ശാന്തിദം സ്മരണാത് ഏവ. അവർക്ക് ശാന്തിയെ നൽകുമെന്ന് പറഞ്ഞാൽ അവർക്ക് മുക്തിയെ നൽകും എന്ന അർത്ഥവും എടുക്കാം. കാരണം പല കാരണങ്ങളെ കൊണ്ടാണ് അവർ അത്തരം ഭാവങ്ങളെ പ്രാപിച്ചിട്ടുണ്ടാവുക. അവരുടെ കർമ്മത്തിന്റെ ദുഷ്ടഫലങ്ങളുടെ കാരണത്താലാണ് അവരങ്ങനെ അലയുന്നത്. അപ്പൊ അവർ പലപ്പോഴും തപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെ ഉപദ്രവം ചിലപ്പോൾ ആ താപത്തിൽ നിന്നായിരിക്കും. അപ്പൊ അവർക്ക് അതിൽ നിന്നും മുക്തിയെ കൊടുക്കുന്നതാണ്. അതുപോലെ അവരിൽ നിന്നും നമുക്ക് മുക്തിയെ നൽകുന്നതാണ്. അവരുടെ ദോഷങ്ങളെല്ലാം ശമിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ശാന്തിതമാണ്. അപ്പൊ അവരെ എല്ലാം അകറ്റി നമുക്ക് ശാന്തിയെ നൽകുന്നതാണ് എന്നർത്ഥവും വന്നു. അത്രയും ഭവ്യമായിട്ടുള്ള ഒരു കവചമാണ് ഇത്. ഇതാണ് 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സ്കന്ദസ്യ കവചം ദിവ്യം പഠനാത് വ്യാധിനാശനം പിശാച ഘോരഭൂതാനാം സ്മരണാദേവ ശാന്തിദം. അടുത്തത് 5ാമത്തെ ശ്ലോകം അഗസ്ത്യരെ തുടരുകയാണ്. പഠിതം സ്കന്ദ കവചം ശ്രദ്ധയാനന്യചേതസ തേഷാം ദാരിദ്ര്യദുരിതം ന കദാചിത് ഭവിഷ്യതി. സ്കന്ദ കവചം, സ്കന്ദന്റെ ഈ കവചത്തെ പഠിതം പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ശ്രദ്ധയാ അനന്യചേതസ, ശ്രദ്ധയോടുകൂടി പഠിക്കണം. അനന്യമായ ചേതസ്സോടുകൂടി പഠിക്കണം. ചേതസ് എന്നാൽ മനസ്സ്, അനന്യം എന്ന് പറഞ്ഞാൽ അന്യമല്ലാത്ത ഭാവം. ഏകാഗ്രമായ മനസ്സോടുകൂടി പഠിക്കണം. അതോടൊപ്പം തന്നെ ശ്രദ്ധയാ എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധ എന്നാൽ ഇവിടെ വിശ്വാസം. ഏകാഗ്രഭാവത്തോടുകൂടി വിശ്വാസത്തോടുകൂടി പഠിക്കണം. കാരണം സാധന തുടങ്ങുന്ന വ്യക്തി ഇപ്പൊ സുബ്രഹ്മണ്യനെ ഉപാസിക്കാനായിട്ട് ഈ സ്തോത്രത്തെ ജപിക്കാൻ പോവുകയാണ്. അവൻ ഏറ്റവും പ്രാഥമികമായ തലത്തിലാണ് നിൽക്കുന്നത്. അവന് സുബ്രഹ്മണ്യന്റെ സാന്നിധ്യമൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു ശക്തി ഉണ്ടോ എന്ന് അവൻ അറിയില്ല. അവനത് നേരിട്ട് അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. സാക്ഷാത് മഹാദേവൻ ഉപദേശിച്ചതാണ് ബ്രഹ്മാവിന്. ഇവിടെ അഗസ്ത്യര് നാരദർക്ക് പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ പുരാണാന്തർഗതമായി ലഭിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ പറയുന്നത് സത്യമാണെന്നുള്ള വിശ്വാസം ഇത് ചൊല്ലുന്നവൻ ഉണ്ടാവണം. അപ്പോൾ ഇതിൽ പറയുന്ന സുബ്രഹ്മണ്യൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ ശക്തിയുണ്ട്. ആ ശക്തി നമുക്ക് ഇതിലൂടെ സമ്പാദിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ക്ഷേമമുണ്ടാവും. ഇത് സത്യമായ മന്ത്രമാണ് എന്നെല്ലാമുള്ള വിശ്വാസം ഉണ്ടാവണം. അതാണ് ശ്രദ്ധയ. ആ വിശ്വാസമുണ്ടെങ്കിൽ സ്വാഭാവികമായും മനസ്സ് ഏകാഗ്രമാകും. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇതെനിക്ക് ഗുണപ്രദമാണ്, ഇത് ഞാൻ ചെയ്യേണ്ടതാണെന്ന ഉത്തമ ബോധമുണ്ടെങ്കിൽ നമ്മൾ അതിൽ ശ്രദ്ധിക്കും. നല്ല ഏകാഗ്രമായ ഭാവത്തോടു കൂടി ചെയ്യും. അതല്ല, നമുക്കതിലൊരു ഉറപ്പില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തും പൂർണ്ണത ലഭിക്കില്ല. പല ആൾക്കാരും ആത്മീയതയിലും ഭൗതികതയിലും ഇങ്ങനെ മാറി മാറി ചാഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു പുരോഗതിയും രണ്ട് ഭാഗത്തും ഉണ്ടാകുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഏകാഗ്രമായ മനസ്സോടു കൂടിയാണ് ജപിക്കേണ്ടത്. അതിനെന്തു ചെയ്യണം? ശ്രദ്ധയെ സമ്പാദിക്കണം. നല്ല വിശ്വാസത്തെ നമുക്ക് സമ്പാദിക്കാൻ പറ്റണം. വിശ്വാസത്തോടു കൂടി. കാരണം ഇത് ഋഷി പ്രോക്തമാണ്. മഹാദേവനാണ് ഇത് പറഞ്ഞതെന്ന് ഋഷി നമ്മളോട് പറഞ്ഞു തരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ദിവ്യമാണ്. ഇത് ഉറപ്പായും നമുക്ക് രക്ഷയെ നൽകുന്നതാണ്. സുബ്രഹ്മണ്യൻ ഇത് നമ്മളിൽ നിന്നും സ്വീകരിക്കും, നമുക്ക് അനുഗ്രഹത്തെ നൽകുമെന്ന വിശ്വാസത്തോടു കൂടി ഈ സ്കന്ദകവചത്തെ ഏകാഗ്ര മനസ്സോടുകൂടി ജപിക്കുകയാണെങ്കിൽ, ആരാണോ ജപിക്കുന്നത് തേഷാം അവർക്ക് ദാരിദ്ര്യ ദുരിതം ന കദാചിത് ഭവിഷ്യതി. ദാരിദ്ര്യത്തിൽ നിന്നുണ്ടാകുന്ന ദുരിതം, ദുരിതം എന്നാൽ കഷ്ടത, ദാരിദ്ര്യം എന്നാൽ ധനത്തിന്റെ കുറവ്. പല ആഗ്രഹങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. അത് നേടിയെടുക്കാൻ നമുക്ക് ധനം ആവശ്യമാണ്. അപ്പോൾ ആ ധനം ഇല്ലാതെയായാൽ, ഇവിടെ ധനം എന്ന് പറയുമ്പോൾ വിത്തം എന്ന അർത്ഥം മാത്രമല്ല. ഇപ്പോൾ ചില കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ശരീരത്തിന് ചില കഴിവുകൾ വേണം, മനസ്സിന് ചില കഴിവുകൾ വേണം, ചില അറിവുകൾ വേണ്ടി വരും. ഇതെല്ലാം ഇവിടെ ധനമാണ്. അത് മാത്രമല്ല, ബാഹ്യമായ വിത്തവും ഇവിടെ ധനമാണ്. ഇതെല്ലാം നമുക്കുണ്ടായാലേ നല്ല രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റൂ. എല്ലാ ആഗ്രഹങ്ങളെയും നൽകുന്നതാണിതെന്ന് തൊട്ടു മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞതാണ്. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവാൻ പാടില്ല. കഴിവിന്റെ ദാരിദ്ര്യം, അറിവിന്റെ ദാരിദ്ര്യം, ധനത്തിന്റെ ദാരിദ്ര്യം, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. അതെല്ലാം തന്നെ, അങ്ങനെയുള്ള എല്ലാ ദാരിദ്ര്യ ദുഃഖത്തെയും ദുരിതത്തെയും
ന കഥാചിത് ഭവിഷ്യതി, ഒരിക്കലും ഭവിക്കുകയില്ല. ഇത് ജപിക്കുന്നവന്, ഇത് പഠിക്കുന്നവന് ദാരിദ്ര്യ ദുഃഖം, ദാരിദ്ര്യ ദുരിതം ഒരിക്കലും ഭവിക്കുകയില്ല. ഉണ്ടെങ്കിൽ അത് തീരും. കാരണം സുബ്രഹ്മണ്യൻ അറിവിൻ്റെയും കഴിവിൻ്റെയും ഉറവിടമായിരിക്കുന്നവനാണ്. അപ്പൊ അദ്ദേഹത്തെ ഉപാസിച്ചാൽ ഉറപ്പായും നമുക്ക് കഴിവുകളും അറിവുകളും എല്ലാം ലഭിക്കും. അപ്പൊ ഉള്ള ദാരിദ്ര്യം എന്തായാലും തീരും. അത് കഴിഞ്ഞാൽ ഭാവിയിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. കാരണം ഭഗവാൻ സ്ഥിതനാണ്, നിത്യനാണ്. അദ്ദേഹം നമുക്ക് ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. അതൊരിക്കലും ഇല്ലാതെയാകുന്നില്ല. കാരണം എന്നും ഉള്ളതിനെ തിരിച്ചറിയുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് സദാ നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ അത് സ്വീകരിക്കുന്നില്ല. ആ അനുഗ്രഹത്തെ സ്വീകരിക്കാനുള്ള പ്രാപ്തിയാണ് നമ്മൾ ഇതിലൂടെ സമ്പാദിക്കുന്നത്. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിന്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരിക്കലും പിന്നീട് ദാരിദ്ര്യ ദുരിതം അനുഭവിക്കേണ്ടി വരികയില്ല. ഇതാണ് 5-ാമത്തെ ശ്ലോകം. പഠിതം സ്കന്ദകവചം ശ്രദ്ധയാനന്യചേതസ തേഷാം ദാരിദ്ര്യ ദുരിതം ന കദാചിത് ഭവിഷ്യതി. അടുത്തത് 6-ാമത്തെ ശ്ലോകമാണ്. അഗസ്ത്യർ തുടരുകയാണ്. ഭൂയ സാമ്രാജ്യ സംസിദ്ധിർ അന്തേ കൈവല്യമക്ഷയം ദീർഘായുഷ്യം ഭവേത് തസ്യ സ്കന്ദേ ഭക്തിശ്ച ജായതേ. ഭൂയഃ, ഭൂയഃ എന്ന് പറഞ്ഞാൽ വളരെയധികം. സാമ്രാജ്യ സംസിദ്ധി, സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ വലിയ രാജ്യം എന്നാണ്. ഒരു ചക്രവർത്തിയുടെയൊക്കെ രാജ്യം. അതായത് രാജാക്കന്മാരെ പോലും ആളുന്നവനായിരിക്കുന്നവനാണ് ചക്രവർത്തി. അപ്പൊ അത്രയും വലിയ സാമ്രാജ്യം അവന് ലഭിക്കും. അതിൻ്റെ സംസിദ്ധി അവനുണ്ടാവും. നല്ല പ്രകാരത്തിൽ അത് അവന് ലഭിക്കും. അതായത് അവന് സ്വാധീനമുള്ള ഇടമാണ് അവന്റെ രാജ്യം. ഒരു വ്യക്തിക്ക് സ്വാധീനമുള്ള ഇടം. അപ്പോൾ അവന് നല്ല സാമ്രാജ്യം, വളരെ വലിയ സാമ്രാജ്യം ലഭിക്കുമെന്ന് പറഞ്ഞാൽ അവന് വളരെയധികം സ്വാധീനമുണ്ടാവും. അവന്റെ മഹത്വം ഭഗവാന്റെ സുബ്രഹ്മണ്യസ്വാമിയുടെ കരുണ കൊണ്ട് ഉണരും. അത് ഉണർന്നുണർന്ന് അതിൻ്റെ പൂർണ്ണതയിൽ ശോഭിക്കും. അങ്ങനെ ശോഭിക്കുന്ന സമയത്ത് എല്ലായിടത്തും അത് പരക്കും. ആൾക്കാർ അത് ഗ്രഹിക്കും. അവർ ആ വ്യക്തിയെ അനുസരിക്കും, അനുഗമിക്കും. അതുകൊണ്ട് അവർക്കെല്ലാം മേലിൽ സ്വാധീനം ചെലുത്താനുള്ള ശക്തി ഇത് ജപിക്കുന്നവന് ലഭിക്കും. അതുകൊണ്ട് അവന് വലിയ സാമ്രാജ്യം ലഭിക്കും. അതുപോലെ അവന് നല്ല ഐശ്വര്യം ഉണ്ടാവും. അപ്പൊ വലിയ വീടുണ്ടാവും, വാഹനങ്ങൾ ഉണ്ടാവും. ആ അർത്ഥത്തിലും നല്ല സാമ്രാജ്യം ഉണ്ടാവും. പിന്നെ സ്കന്ദനെയാണ് ഉപാസിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും യോദ്ധാവിന്റെ വീര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഭരണ മികവും കാണിക്കും. കാരണം സ്കന്ദനിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പ്രധാന പാഠം ആ ഭരണ മികവാണ്. എല്ലാവരെയും തൻ്റെ കീഴിൽ നിർത്താനുള്ള ശക്തി അദ്ദേഹം പ്രകടമാക്കി കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഭരണ മികവ് ഉണ്ടാവുന്നത് കൊണ്ട് നേതൃസ്ഥാനത്തിലേക്ക് ഉയരാൻ സാധിക്കും. സാമ്രാജ്യത്വം അതിലൂടെ നമുക്ക് ലഭിക്കും. ചക്രവർത്തിയായി കഴിയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഭൂയ സാമ്രാജ്യ സംസിദ്ധി അന്തേ കൈവല്യം അക്ഷയം. നല്ല സാമ്രാജ്യം കിട്ടി, നല്ല രീതിയിൽ ജീവിച്ചു. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞ് അന്തേ അവസാനത്തിൽ കൈവല്യം കിട്ടും, അക്ഷയം കിട്ടും. കൈവല്യം എന്ന് പറഞ്ഞാൽ കേവല ഭാവമാണ്. കേവലം എന്ന് പറഞ്ഞാൽ ഒറ്റ ഭാവം, അദ്വൈത ഭാവം. ഇപ്പോൾ ഇവിടെ പലതുണ്ട്. ഇപ്പോൾ ഞാനുണ്ട്, ഉപാസിക്കുന്നവൻ, ഉപാസിക്കപ്പെടുന്ന ദേവതയുണ്ട് സുബ്രഹ്മണ്യസ്വാമി. അതിനിടയിൽ ഈ ലോകമുണ്ട്. ഇവിടെ പല പ്രശ്നങ്ങളുമുണ്ട്, പല സുഖങ്ങളുമുണ്ട്. ഇങ്ങനെ വൈവിധ്യത്തിൽ നിൽക്കുന്ന ഞാൻ ഭഗവാനെ ഉപാസിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തെ സമ്പാദിച്ച് വലിയ സാമ്രാജ്യത്തെ ഇവിടെ നേടിയെടുക്കും. വലിയ സ്വാധീനത്തെ ഇവിടെ നേടിയെടുക്കും. ഒരുപാട് ഐശ്വര്യം സമ്പാദിക്കും. അങ്ങനെ ക്രമേണ അവസാനത്തിൽ ഏകത്വത്തെ നേടും. സുബ്രഹ്മണ്യനുമായി ചേർന്ന് ബ്രഹ്മസാക്ഷാത്കാരം അനുഭവിക്കും, മോക്ഷം അനുഭവിക്കും. ആ അവസ്ഥ അക്ഷയമാണ്, ക്ഷയമില്ലാത്തതാണ്, നാശരഹിതമാണ്. ഈ ലോകത്തിലുള്ളതെല്ലാം നശ്വരമാണ്. കുറച്ചധികം കാലം നിന്നാൽ പോലും അതിനൊരു അവസാനമുണ്ട്. എന്നാൽ ഇതിനതീതമായ ആ കൈവല്യഭാവം അത് അക്ഷയമാണ്. അതൊരിക്കലും അവസാനമില്ല, നാശമില്ല. ആ ഭാവം നമുക്ക് ലഭിക്കും. അപ്പം നല്ല ജീവിതം ഇവിടെ കിട്ടി. അത് കഴിഞ്ഞ് മോക്ഷവും കിട്ടി, ഭുക്തിയും കിട്ടി, മുക്തിയും കിട്ടി. ദീർഘായുഷ്യം ഭവേത് തസ്യ, അവന് ദീർഘായുസ്സും ലഭിക്കും. ഇവിടെ സാമ്രാജ്യം കിട്ടിയാൽ മാത്രം പോരാലോ, അത് നന്നായി അനുഭവിക്കാൻ സാധിക്കണ്ടേ. അപ്പൊ അവന്റെ പൂർണ്ണായുസ്, ഇവിടെ ദീർഘായുസ് എന്ന് പറയുമ്പോൾ അവൻ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ, അവൻ എത്ര ആവശ്യമുണ്ടോ അത്രയും കൊടുക്കുമെന്ന ധ്വനിയുണ്ട്. അപ്പൊ അവന് നല്ല ദീർഘായുസ് ലഭിച്ചുകൊണ്ട് ആ സാമ്രാജ്യ സുഖത്തെ മുഴുവൻ അനുഭവിക്കാനുള്ള അവസരം കൊടുത്ത് അത് കഴിഞ്ഞ് അവനെ ഉയരത്തിലേക്ക് എത്തിച്ച് മോക്ഷത്തെയും കൈവല്യത്തെയും അക്ഷയമായ കൈവല്യത്തെയും കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ദീർഘായുഷ്യം ഭവേ തസ്യ, അവനത് സംഭവിക്കും. സ്കന്ദേ ഭക്തിശ്ച ജായതേ,
മാത്രമല്ല സ്കന്ദനിൽ അവന് ഭക്തി ജനിക്കും. ഇതാണ് വാസ്തവത്തിൽ മൂലകാരണം. നമ്മൾ ഭഗവാനെ ഉപാസിക്കാനായിരിക്കുമ്പോൾ ഭഗവത് അനുഭൂതി നമുക്കുണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ശ്രദ്ധയോടു കൂടിയിരിക്കണം, വിശ്വാസത്തോടു കൂടിയിരിക്കണം. അങ്ങനെ ഇരുന്ന് ഉപാസിച്ച് നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം അറിയാൻ തുടങ്ങും. കുറേശ്ശെ ഇങ്ങനെ സാന്നിധ്യം അറിയുമ്പോൾ ഭക്തി ഉണരും. കാരണം ഭഗവാൻ ഉണ്ടെന്നറിയുമ്പോഴേ ഭക്തി ഉണ്ടാവും. അതുവരെയും നമുക്ക് ഉറപ്പില്ല. ആ ഭക്തി ഉണ്ടാവുമ്പോൾ സ്കന്ദനോട് ഇവിടെ ഭക്തി ജനിക്കുമെന്നാണ് പറയുന്നത്. അതിങ്ങനെ വർദ്ധിക്കും. അത് വർദ്ധിക്കും തോറും ഭഗവാനോട് നമുക്ക് അടുപ്പം കൂടും. ഭഗവാനോട് നമ്മൾ അടുക്കും തോറും ഭഗവാന്റെ ശക്തിയുടെ ആ പ്രഭാവം നമ്മൾ അറിയും. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ആ പ്രഭാവത്തെ നമ്മളിൽ നിന്നും അത് പ്രതിബിംബിക്കും. അപ്പൊ നമുക്കിവിടെ നല്ല ചക്രവർത്തി ഭാവം ഉണ്ടാവും, നല്ല സ്വാധീനം ഉണ്ടാവും. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ ജീവിക്കും. അപ്പൊ ഇത് അനുഭവിക്കാനുള്ള ആയുസ് ആ ഭഗവാൻ നമുക്ക് നൽകും. അങ്ങനെ നമ്മൾ ഭഗവാനോട് അടുത്ത് ക്രമേണ ഭഗവാനിൽ ചേർന്ന് ഏകമായി ഭവിക്കുന്നു, കൈവല്യത്തെ നേടുന്നു. അതിലൂടെ നമുക്ക് അക്ഷയത്വം ലഭിക്കുന്നു. പിന്നീട് ഒരിക്കലും നാശം നമ്മൾ അനുഭവിക്കുന്നില്ല. അപ്പൊ ഇതിനെല്ലാമുള്ള കാരണം സ്കന്ദനിലുള്ള ഭക്തിയാണ്. ആ ഭക്തി ഇത് ജപിച്ചാൽ നമുക്ക് ലഭിക്കുമെന്നിവിടെ 6ാമത്തെ ശ്ലോകത്തിൽ അഗസ്ത്യർ പറയുന്നു. ഭൂയ സാമ്രാജ്യ സംസിദ്ധിർ അന്തേ കൈവല്യമക്ഷയം ദീർഘായുഷ്യം ഭവേത് തസ്യ സ്കന്ദേ ഭക്തിശ്ച ജായതേ. ഇങ്ങനെ 6 ശ്ലോകങ്ങളിലൂടെ ഈ സ്തോത്രത്തെക്കുറിച്ചൊരു ധാരണ അഗസ്ത്യർ നമുക്ക് പ്രദാനം ചെയ്തു. നാരദരോടാണ് അദ്ദേഹം പറയുന്നത്. അതുവഴി നമുക്കിത് ലഭിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കവചം ആരംഭിക്കുകയാണ്. ഓം ശിഖാം രക്ഷേത് കുമാരസ്തു കാർത്തികേയ ശിരോവതു ലലാട്ടം പാർവതി സൂനു വിശാഖോ ഭ്രൂയുഗം മമ. ഇതാണ് 7ാമത്തെ ശ്ലോകം. ശിഖാം രക്ഷേത് കുമാരസ്തു. കുമാരൻ ശിഖയെ രക്ഷിക്കട്ടെ. ഇവിടെ മുതൽ ഓരോ അംഗത്തിനുമുള്ള രക്ഷയെ ചോദിക്കുകയാണ്. കവചം ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളവർക്കറിയാം. ഇതാണ് അതിൻ്റെ ഒരു രീതി. ഓരോ അംഗത്തിനും ഭഗവാന്റെ ഓരോ ഭാവത്തെ വിളിച്ചുകൊണ്ട്, ഓരോ പേര് വിളിച്ചുകൊണ്ട് രക്ഷയെ ചോദിക്കുകയാണ്. ഇവിടെ വിളിക്കുന്നതെല്ലാം സുബ്രഹ്മണ്യ സ്വാമിയെയാണ്. പക്ഷെ അദ്ദേഹത്തിനെ പല പേരിൽ വിളിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മഹിമയോർക്കാനുള്ള ഒരു അവസരം കൂടിയായി, നാമം ജപിക്കാനുള്ള അവസരം കൂടിയായി ഈ സ്തോത്രം മാറുകയാണ്. അപ്പോൾ ശിഖയെ കുമാരൻ രക്ഷിക്കട്ടെ. ശിഖ എന്ന് പറഞ്ഞാൽ ശിരസിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്, മൂർധാവ് എന്ന് പറയാം. അതാണ് ശിഖ. അവിടെ നിന്നാണ് കുടുമയൊക്കെ നമ്മൾ കിട്ടുക. അപ്പോൾ ശിഖയെ കുമാരൻ രക്ഷിക്കട്ടെ. ഭഗവാന്റെ ആദ്യത്തെ പേര് ഇവിടെ പറയുന്നത് കുമാരൻ എന്നാണ്. കുമാരൻ എന്ന ശബ്ദത്തിന് മകൻ എന്നർത്ഥമുണ്ട്. ലോകത്തിന് മുഴുവൻ മകനായി വന്നവനാണ്. മാതാപിതാക്കളെ നോക്കുന്ന പോലെ അദ്ദേഹം ലോകത്തെ മുഴുവൻ നോക്കി പരിപാലിച്ചു. അതുകൊണ്ട് മകനാണ്. സാക്ഷാത് മഹാദേവന്റെ മകനായിട്ടാണ് അവതരിച്ചത്. അതുകൊണ്ട് കുമാരനാണ്. അപ്പോൾ കുമാരനാണ്, മകനാണ്. ഇനി കുമാര ശബ്ദത്തിന് ബാലൻ എന്ന അർത്ഥമുണ്ട്. അപ്പൊ നല്ല കുട്ടിയുടെ ഭാവത്തിലാണ് അദ്ദേഹം ആവിർഭവിച്ചിട്ടുള്ളത്. ആ കുട്ടിത്വം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് കുമാരനാണ്. കുമാര ശബ്ദത്തിന് യുവാവ് എന്ന അർത്ഥവുമുണ്ട്. അപ്പൊ യോദ്ധാവാണ്. അപ്പൊ നല്ല കുട്ടിത്വം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരം യുവാവിന്റെ ശരീരമാണ്. അതുകൊണ്ട് ബാലനുമാണ്, യുവാവുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കുമാരൻ എന്ന പേര്. അപ്പൊ നല്ല ബലിഷ്ഠനായ ദേഹത്തോട്, കാരണം സ്കന്ദൻ എന്ന് വിളിച്ചുകൊണ്ട്, അപ്പൊ നല്ല ബലിഷ്ഠമായ യുവത്വമുള്ള ദേഹമാണ്. അതുകൊണ്ട് കുമാരനാണ്. ഇനി കുമാര ശബ്ദത്തിന് ധാതുവിൽ നിന്നും നോക്കിയാൽ കളിക്കുന്നവൻ എന്നർത്ഥം വന്നു. ഭഗവാൻ ക്രീഡിക്കുന്നവനാണ്, കളിക്കുന്നവനാണ്. ഭഗവാന്റെ കളി എന്താ? യുദ്ധമാണ്. സേനാനായകനാണ്. ദേവന്മാരുടെ സേനകളുടെ പോലും നായകനായിരിക്കുന്നവനാണ് സ്കന്ദൻ. അദ്ദേഹത്തിന് യുദ്ധം ഒരു ക്രീഡയാണ്, ഒരു വിനോദമാണ്. കാരണം അത്രയും സാമർഥ്യമുള്ളവനാണ്. സാമർഥ്യ കുറവുള്ളവന് അതിൽ സംശയം ഉണ്ടാവും. അപ്പൊ യുദ്ധത്തിൽ ജയമുണ്ടാകുമോ പരാജയം ഉണ്ടാകുമോ എന്ന സംശയം എപ്പോഴും അലറ്റും. അങ്ങനെയുള്ള ആൾക്ക് യുദ്ധം ആസ്വദിക്കാൻ പറ്റില്ല. മരണഭയം ഉണ്ടാവും. ഭഗവാന് മരണഭയമില്ല. കാരണം ഭഗവാൻ അമരനാണ്, മൃത്യുവില്ലാത്തവനാണ്. അദ്ദേഹം സർവസമർത്ഥനാണ്. ആ സ്കന്ദ ശബ്ദത്തിൽ നിന്നും തന്നെ അദ്ദേഹത്തിന്റെ സാമർഥ്യം വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ അത്രയും സമർത്ഥനായതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ ഒരു ഭയവുമില്ല. ജയം ഉറപ്പാണ്. കാരണം അത്രയും ശേഷിയുണ്ട്. മരണം സംഭവിക്കുകയുമില്ല. അപ്പൊ അത്രയും ഉറപ്പുള്ളത് കൊണ്ട് യുദ്ധം അദ്ദേഹത്തിന് ഒരു കളിയാണ്, വിനോദമാണ്. അപ്പൊ കളിക്കുന്നവനാണ്, യുദ്ധത്തിൽ കളിക്കുന്നവനായതുകൊണ്ടും കുമാരനാണ്. ഇങ്ങനെയെല്ലാം കുമാരഭാവത്തെ പ്രകാശിപ്പിക്കുന്ന ആ ഭഗവാൻ സ്കന്ദൻ, ആ സുബ്രഹ്മണ്യ സ്വാമി എൻ്റെ ശിഖയെ രക്ഷിക്കട്ടെ. ഇതാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ തലയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തു നിന്നും താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് രക്ഷ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ ശിഖയെ കുമാരൻ രക്ഷിക്കട്ടെ.
കാർത്തികേയ ശിരോവതു, ശിരസിനെ കാർത്തികേയൻ രക്ഷിക്കട്ടെ. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ മുമ്പിലുള്ള ഭാഗമാണ് ഇവിടെ ശിരസ്സായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ഭാഗമായിട്ടും എടുക്കാം. അപ്പൊ ആ ശിരസിനെ കാർത്തികേയൻ രക്ഷിക്കട്ടെ. ഭഗവാന്റെ പേരാണ് കാർത്തികേയൻ. എന്താണ് ആ പേര് കിട്ടാൻ കാരണം? കൃത്തികകളാണ് ഭഗവാനെ എടുത്ത് വളർത്തിയത് എന്ന് പറഞ്ഞാൽ ഭഗവാന് പാല് കൊടുത്ത് ഭഗവാൻ ആദ്യം ആവശ്യമുള്ള പോഷണത്തെ കൊടുത്തു എന്നാണ്. അത് കഴിഞ്ഞ് പാർവതിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പൊ ഭഗവാൻ 6 കുട്ടികളായി കിടന്നു എന്നാണ് പറയപ്പെടുന്നത്. 6 കുട്ടികളായി കിടന്നത് 6 കൃത്തികകൾ വന്നിട്ടെടുത്തു. ഈ കൃത്തികകൾ എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവികളാണ്. 6 പേരാണ് ഇവർ. ഇവരുടെ പേര് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ശിവ, സംഭൂതി, പ്രീതി, സന്നതി, അനസൂയ, ക്ഷമ. ഇങ്ങനെ 6 പേരാണ് കൃത്തികകൾ. ഈ കൃത്തികകൾ ആ കുട്ടിയെ എടുത്തു, അവന്റെ അമ്മയുടെ സ്ഥാനത്തെ സ്വീകരിച്ച് അവന് പാല് കൊടുത്തു, അവന് പോഷണം കൊടുത്തു. അതുകൊണ്ട് കൃത്തികകളുടെ മകന്റെ ഭാവം ഭഗവാന് ചാർത്തി കൊടുത്തു. കുമാര ശബ്ദത്തിന് മകൻ എന്ന അർത്ഥമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മഹാദേവന്റെ പുത്രനാണ്. മഹാദേവന്റെ മാത്രമല്ല, കൃത്തികകൾ വളർത്തിയത് കൊണ്ട് കൃത്തികകളുടെയും മകന്റെ സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചു. അതുകൊണ്ട് കാർത്തികേയൻ എന്ന് അദ്ദേഹത്തിന് വിളി വന്നു. ഇപ്പൊ കൃത് ധാതുവിന് മുറിക്കുക എന്ന അർത്ഥമുണ്ട്. അപ്പൊ കൃത്തിക എന്ന് പറഞ്ഞാൽ മുറിക്കുന്നവരാണ് കൃത്തികകൾ. എന്തിനെയാണ് മുറിക്കുന്നത്? നമ്മുടെ ബന്ധനങ്ങളെയാണ് മുറിക്കുന്നത്. അപ്പൊ ബന്ധനങ്ങളെ ഇല്ലാതെയാക്കുന്നവരാണ് കൃത്തികകൾ. നമുക്ക് മോക്ഷത്തെ നൽകുന്നവരാണ്. ഒന്നും കൂടി ഭൗതികമായ തലത്തിൽ നോക്കിയാൽ ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നവരാണ്, ശത്രുബലത്തെ മുറിക്കുന്നവരാണ്. അപ്പൊ അവരുടെ മകന്റെ അവരിൽ നിന്നും പോഷണം വാങ്ങി വളർന്നു എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ ഇല്ലാതെയാക്കാനുള്ള എല്ലാ ബന്ധനങ്ങളെയും ഇല്ലാതെയാക്കാനുള്ള ശേഷിയോടൊത്തവനായതുകൊണ്ട് കാർത്തികേയനാണ്. ആ കാർത്തികേയൻ എൻ്റെ ശിരസിനെ രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ കാർത്തികേയ ശിരോവതു. അപ്പൊ ഭഗവാന്റെ പേര് നമ്മൾ ഓർത്തു, അതോടൊപ്പം തന്നെ ഭഗവാന്റെ അവതാര കഥയും നമ്മൾ ഇങ്ങനെ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദിവ്യമായ ലീലകളും നമ്മൾ സ്മരിക്കുകയാണ്. ഇപ്പൊ കാർത്തികേയ ശിരോവതു ലലാട്ടം പാർവതി സൂനു. ലലാട്ടത്തെ, അതായത് നെറ്റിത്തടത്തെ പാർവതിയുടെ മകൻ രക്ഷിക്കട്ടെ. ആദ്യം തന്നെ കുമാരൻ എന്ന് വിളിച്ചു, മകനാണ്. ആരുടെ? ശിവന്റെ മകനാണ്. രണ്ടാമതായിട്ട് കാർത്തികേയൻ എന്ന് വിളിച്ചു, കാർത്തികേയൻ കൃത്തികകളുടെ മകനാണ്. ഇപ്പൊ മൂന്നാമതായിട്ട് പാർവതി സൂനു എന്ന് വിളിക്കുന്നു, പാർവതിയുടെ മകനാണ്. ഭഗവാന്റെ ഒരു ഭാഗ്യം നോക്കൂ, എത്ര പേരാണ് അദ്ദേഹത്തെ പാലിക്കാനുള്ളത്. അപ്പോൾ പരമശിവന് പിതൃത്വം കൽപ്പിച്ചു, കൃത്തികകൾക്ക് മാതൃത്വം കൽപ്പിച്ചു, അതുപോലെ പാർവതിക്കും മാതൃത്വം കൽപ്പിച്ചു. കാരണം കൃത്തികകൾ ഈ കുട്ടിയെ, ഈ 6 കുട്ടികളെ കൊണ്ടുവന്ന് കൊടുത്തത് പാർവതിക്കാണ്. 6 കുട്ടികളായിട്ട് അവരിങ്ങനെ ആ ശരവണയിൽ നിന്നും കൊണ്ടുവന്ന് കുട്ടിക്ക് കൊടുത്തു, പാർവതിക്ക് കൊടുത്തു. പാർവതി ആ 6 കുട്ടികളെയും പിടിച്ച് ആലിംഗനം ചെയ്തപ്പോൾ ആ 6 കുട്ടികളും 6 മുഖങ്ങളുള്ള ഒറ്റ കുട്ടിയായി ഭവിച്ചു. അങ്ങനെയാണ് ഐതിഹ്യം. അപ്പൊ ഭഗവാൻ ആ 6 മുഖഭാവത്തെ കൽപ്പിച്ചു കൊടുത്തത് അമ്മയാണ്. അപ്പൊ അതുകൊണ്ട് പാർവതി ദേവിയുടെയും മകനായി അദ്ദേഹം. എല്ലാ ശക്തികളുടെയും സ്വാധീനം അദ്ദേഹത്തിൽ ഉള്ളതുകൊണ്ട് ആ ശക്തിയൊക്കെ അദ്ദേഹത്തിൽ ഉണ്ടെന്നും നമ്മൾ ഗ്രഹിക്കണം. അപ്പൊ പാർവതിയുടെ മകനായിട്ട് അവതരിച്ച, അങ്ങനെ പാർവതിയാൽ 6 മുഖനാക്കപ്പെട്ടിട്ടുള്ള ആ കുമാരൻ, ആ സ്കന്ദൻ, ആ കാർത്തികേയൻ എൻ്റെ ലലാട്ടത്തെ രക്ഷിക്കട്ടെ, നെറ്റിയെ രക്ഷിക്കട്ടെ. വിശാഖോ ഭ്രൂയുഗം മമ. വിശാഖൻ എൻ്റെ ഭ്രൂയുഗങ്ങളെ, അതായത് പുരികക്കൊടിയെ വിശാഖൻ രക്ഷിക്കട്ടെ. വിശാഖൻ എന്ന് പറഞ്ഞാൽ നല്ല വലിയ കൈയുള്ളവൻ, നല്ല ബാഹു ഉള്ളവൻ. കാരണം അദ്ദേഹം യോദ്ധാവാണ്. അപ്പോൾ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാൻ നല്ല ബലമുണ്ട്, നല്ല വലിയ കൈയാണ്, എന്തും ഗ്രഹിക്കാനുള്ള ശേഷിയുണ്ട്. അത്രയും വലിയ യോദ്ധാവാണെന്ന് സൂചിപ്പിക്കാൻ വിശാഖൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. അദ്ദേഹം മകനാണ്. ഈ 3 ശക്തികളുടെയും മകന്റെ ഭാവത്തിൽ വന്നതാണ്. ശിവന്റെ, കൃത്തികകളുടെ, പാർവതിയുടെ. മാത്രവുമല്ല, എന്തിനാണ് വന്നത്? യോദ്ധാവായിട്ടാണ് വന്നത്. ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് താരകാസുരനെ വധിക്കാൻ വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് വിശാഖനാണ്. അപ്പൊ ആ യോദ്ധാവിന്റെ ഭാവം കാണിക്കാൻ അദ്ദേഹം എൻ്റെ പുരികക്കൊടികളെ രക്ഷിക്കട്ടെ. ഭ്രൂയുഗം മമ വിശാഖോ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നു. ഇതാണ് ആദ്യത്തെ ശ്ലോകം. അതായത് 7ാമത്തെ ശ്ലോകമാണ്, കവചത്തിലെ ആദ്യത്തെ മന്ത്രമാണ്. അപ്പോൾ 7ാമത്തെ ശ്ലോകം: ശിഖാം രക്ഷേത് കുമാരസ്തു കാർത്തികേയ ശിരോവതു ലലാട്ടം പാർവതി സൂനു വിശാഖോ ഭ്രൂയുഗം മമ. അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. ലോചനെ ക്രൗഞ്ച ഭേദീ ച നാസികാം ശിഖിവാഹന കർണദ്വയം ശക്തിധര കർണമൂലം ഷടാനന.
ലോചനെ എൻ്റെ രണ്ട് കണ്ണുകളെയും ക്രൗഞ്ച ഭേദി രക്ഷിക്കട്ടെ. അപ്പൊ നേരത്തെ പറഞ്ഞ ആ രക്ഷാശബ്ദം എല്ലാത്തോടും ചേർത്ത് വായിക്കണം. രക്ഷയെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ക്രൗഞ്ചഭേദിയായിരിക്കുന്ന കുമാരൻ, ആ സ്കന്ദൻ, ആ സുബ്രഹ്മണ്യസ്വാമി എൻ്റെ കണ്ണുകളെ രക്ഷിക്കട്ടെ. ക്രൗഞ്ചഭേദി, ക്രൗഞ്ചത്തെ ഭേദിച്ചവൻ, അങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് വന്നത്. ഇതും അദ്ദേഹത്തിന്റെ മറ്റൊരു ലീലയാണ്. ക്രൗഞ്ചൻ എന്ന് പേരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ അഗസ്ത്യരുടെ വഴി തടഞ്ഞതുകൊണ്ട് അഗസ്ത്യർ അദ്ദേഹത്തെ ശപിച്ചു. അങ്ങനെ അഗസ്ത്യരുടെ ശാപമേറ്റ ആ ക്രൗഞ്ചൻ എന്ന അസുരൻ ഒരു പർവ്വതമായിട്ട് പരിണമിച്ചു. അങ്ങനെ പർവ്വതമായിരുന്ന അദ്ദേഹത്തെ സുബ്രഹ്മണ്യസ്വാമി തൻ്റെ ശക്തി കൊണ്ട് പ്രഹരിച്ച് പിളർത്തി. അങ്ങനെ പിളർത്തിയ സമയത്ത് അദ്ദേഹത്തിന് ശാപമോക്ഷം ലഭിച്ചു. അഗസ്ത്യരുടെ ശാപം കൊണ്ട് മലയായതാണ് അകത്ത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജീവൻ ഇരിക്കുകയായിരുന്നു. മല പിളർന്ന സമയത്ത് അദ്ദേഹം മുക്തനായി. അപ്പൊ അങ്ങനെ ക്രൗഞ്ചനെ ഭേദിച്ചുകൊണ്ട് അവന് മുക്തിയെ നൽകിയവനായതുകൊണ്ട് ക്രൗഞ്ചഭേദി എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചു. ചില കഥകളിലൊക്കെ ഇത് കർണാടക ഭാഗത്തുള്ള പർവ്വതമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലോചനെ ക്രൗഞ്ച ഭേദീച്ച, എൻ്റെ രണ്ട് കണ്ണുകളെയും ആ ക്രൗഞ്ചനെ ഭേദിച്ചിട്ടുള്ള ആ ക്രൗഞ്ചം എന്ന പർവ്വതത്തെ പിളർത്തിയിട്ടുള്ള ക്രൗഞ്ചൻ എന്ന അസുരനെ മോക്ഷം കൊടുത്തിട്ടുള്ള അങ്ങ് സംരക്ഷിച്ചാലും. ഇതാണ് ഇവിടെ ചോദിക്കുന്നത്. നാസികാം ശിഖിവാഹന, എൻ്റെ നാസികകളെ, മൂക്കിനെ ശിഖിവാഹനൻ രക്ഷിക്കട്ടെ. ശിഖിയെ വാഹനമാക്കിയവൻ ശിഖിവാഹനൻ. ശിഖി എന്നാൽ മയില്. മയിലാണ് ഭഗവാന്റെ വാഹനം. ഈ വാഹനമുണ്ടായ കഥയുണ്ട്, അത് നമുക്ക് മറ്റൊരു ശ്ലോകത്തിൽ പറയാം. അപ്പോൾ മയിലിനെ വാഹനമാക്കിയവനാണ് ഭഗവാൻ. ആ മയിലിനെ വാഹനമാക്കിയ ഭഗവാൻ എൻ്റെ നാസികകളെ സംരക്ഷിക്കട്ടെ. നാസികാം ശിഖിവാഹന. കർണദ്വയം ശക്തിധര. ശക്തി എന്നാൽ വേല്. വേല് ധരിച്ചിരിക്കുന്നവനാണ് ഭഗവാൻ. ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം വേലാണ്, ശക്തിയാണ്. അപ്പോൾ ശക്തിധരനായിരിക്കുന്ന, വേല് ധരിച്ചിരിക്കുന്ന ഭഗവാൻ എൻ്റെ രണ്ട് കർണങ്ങളെയും രക്ഷിക്കട്ടെ. കർണദ്വയം ശക്തിധര, രണ്ട് ചെവികളെയും ശക്തിയെ ധരിച്ചിരിക്കുന്നവൻ രക്ഷിക്കട്ടെ. കർണമൂലം ഷഡാനന, ചെവിയുടെ താഴെയുള്ള ഭാഗമാണ് കർണമൂലം, അത് രണ്ടും ഷഡാനനൻ രക്ഷിക്കട്ടെ. ഷഡാനനൻ എന്ന് പറഞ്ഞാൽ 6 മുഖങ്ങൾ ഉള്ളവൻ. അപ്പൊ 6 മുഖങ്ങളുള്ള ഭഗവാൻ എൻ്റെ കർണമൂലത്തെ രക്ഷിക്കട്ടെ. അപ്പോൾ ആദ്യം ശിരസിന്റെ കാര്യം പറഞ്ഞു, ഇനി കുറേശ്ശെ മറ്റ് അംഗങ്ങൾ പറയാണ്. അപ്പൊ ലോചനെ, രണ്ട് കണ്ണുകളെയും ക്രൗഞ്ചഭേദി രക്ഷിക്കട്ടെ. അത് കഴിഞ്ഞ് നാസികയെ ശിഖിവാഹനൻ രക്ഷിക്കട്ടെ. കർണദ്വയങ്ങളെ ശക്തിധരൻ രക്ഷിക്കട്ടെ. കർണമൂലങ്ങളെ ഷഡാനനൻ രക്ഷിക്കട്ടെ. ഭഗവാന്റെ ഓരോ പേര്, ഇപ്പൊ ഷഡാനനൻ, 6 മുഖം എങ്ങനെയാണ് ഭഗവാൻ ഉണ്ടായത് എന്ന് നമ്മൾ കേട്ടു. പാർവതി ഒന്നാക്കിയ സമയത്താണ് 6 കുട്ടികൾ, 6 മുഖങ്ങളുള്ള ഒരു കുട്ടിയായത്. അപ്പൊ ആ ഭാവത്തെ കിട്ടി. അതുപോലെ ശക്തി, ആ വേല് അദ്ദേഹത്തിന് ലഭിച്ചു. ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് അഭിഷേകം നടത്തി ദേവസേനാധിപനാക്കിയ സമയത്ത് കൊടുത്ത വേലാണത്. അപ്പം അതുകൊണ്ട് ശക്തിധരനാണ്. അപ്പോൾ എപ്പോഴും യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവനാണ്. ഇനി ശക്തിയെ ധരിച്ചവനാണ് എന്നർത്ഥവും വന്നു. ഇപ്പം നല്ല ബലമുള്ളവനാണ് എന്നർത്ഥമുണ്ട്. ശക്തി എന്നാൽ സാക്ഷാത് പരാശക്തി, ആ അമ്മ. ആ അമ്മയെ ധരിച്ചവനാണെന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ ശക്തിയെ മുഴുവൻ തൻ്റെ ഉള്ളിൽ സ്വായത്തമാക്കിയവനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശക്തിയുടെ ഉറവിടം ആ അമ്മ തന്നെയാണ്. കാരണം 6 മുഖങ്ങളാക്കിയത് അമ്മയാണ്. അപ്പൊ ആ ശക്തിയിൽ നിന്നും അദ്ദേഹത്തിലേക്ക് ശക്തി പ്രവഹിച്ചിട്ടുണ്ട്. ആ ശക്തി അദ്ദേഹത്തിൽ ഉള്ളത് കൊണ്ട്, ആ ശക്തിയെ അദ്ദേഹം പിടിച്ചു നിർത്തിയത് കൊണ്ട് ശക്തിധരനാണ് അദ്ദേഹം. ആ ശക്തിധരൻ കർണദ്വയങ്ങളെയും ഷഡാനനൻ കർണമൂലങ്ങളെയും രക്ഷിക്കട്ടെ എന്ന് 8ാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നു. ലോചനെ ക്രൗഞ്ച ഭേദീച്ച നാസികാം ശിഖിവാഹന കർണദ്വയം ശക്തിധര കർണമൂലം ഷഡാനന. അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. ഗണ്ഡയുഗ്മം മഹാസേന കപോലൗതാരകാന്തക ഓഷ്ടദ്വയഞ്ച സേനാനി രസനാം ശിഖിവാഹന. ഗണ്ഡയുഗ്മം മഹാസേന. ഇവിടെ ഗണ്ഡമെന്നും കപോലമെന്നും പറയുന്നുണ്ട്. രണ്ടിനും വാസ്തവത്തിൽ അർത്ഥം ഒന്നാണ്, കവിൾ എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ഗണ്ഡയുഗ്മം എന്നും കപോലം എന്നും 2 പ്രാവശ്യം പറയുന്നത് കൊണ്ട് കവിളിന്റെ മുകൾ ഭാഗം ഗണ്ഡമായിട്ടും താഴ്ഭാഗം നമുക്ക് കപോലമായിട്ടും എടുക്കാം. അപ്പൊ കവിളിന്റെ മുകൾ ഭാഗത്തെ ഗണ്ഡയുഗ്മത്തെ മഹാസേനൻ രക്ഷിക്കട്ടെ. വലിയ സേനയുടെ നാഥനായിരിക്കുന്നവൻ, സൈന്യാധിപനായിരിക്കുന്നവനാണ് മഹാസേനൻ. ദേവന്മാരുടെ മുഴുവൻ സേനയ്ക്കും അദ്ദേഹമാണ് നാഥൻ. അപ്പൊ ഏറ്റവും വലിയ സേന ദേവന്മാരുടെ സേന തന്നെയാണ്. അതിന് നാഥനായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം മഹാസേനനാണ്.
മാത്രവുമല്ല എല്ലാ യോദ്ധാക്കളും ഉപാസിക്കുന്നത് അദ്ദേഹത്തെയാണ്. അപ്പൊ എല്ലാ സൈന്യത്തിനും വാസ്തവത്തിൽ നാഥൻ സ്കന്ദനാണ്, സുബ്രഹ്മണ്യസ്വാമിയാണ്. അപ്പോൾ ആ മുരുകന്റെ സാന്നിധ്യം എല്ലാ സേനാനായകന്മാരും ആഗ്രഹിക്കുന്നു. അപ്പൊ സേനാനായകന്മാർക്കൊക്കെ നായകനായിരിക്കുന്നവനായതുകൊണ്ട് മഹാസേനനാണ് ഭഗവാൻ. ആ ഭഗവാൻ എൻ്റെ കവിൽ തടത്തിന്റെ മുകൾ ഭാഗത്തെ രക്ഷിക്കട്ടെ. ഇനി അതേ കവിളിൻ തടങ്ങളുടെ താഴ്ഭാഗത്തെ താരകാന്തകൻ രക്ഷിക്കട്ടെ. താരകാസുരനെ വധിച്ചവൻ. ശിവൻ സതീവിരഹത്തിൽ മുഴുകി തന്നിൽ തന്നെ രമിച്ചിരിക്കുന്ന ഭാവത്തിൽ ഇരിക്കുന്ന സമയത്താണ് താരകൻ ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങുന്നത്. അപ്പൊ ശിവൻ ഇനി ഒരിക്കലും വിവാഹമോ ജീവിതമോ ഒന്നുമില്ലാതെ അങ്ങനെ തപസ്സിൽ മുഴുകിയിരിക്കുന്ന മൂർത്തിയാണെന്ന് തെറ്റിദ്ധരിച്ച താരകൻ ശിവപുത്രനെ കൊണ്ട് എനിക്ക് വധം സാധിക്കൂ എന്ന് ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങി. ആ കഥ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ വരം വാങ്ങിയ താരകാസുരനെ വധിക്കാൻ വേണ്ടി ശിവൻ ഒരു മകൻ ഉണ്ടാവണമെന്ന് കരുതിയ ദേവന്മാര് ശിവന്റെ മനസ്സിനെ ഇളക്കാൻ നോക്കുന്ന കഥകളൊക്കെ വളരെ രസകരമാണ്. മന്മഥനെ അയക്കുന്നതും മന്മഥന്റെ നേർക്ക് ശിവൻ ഒന്ന് നോക്കുമ്പോൾ ആ തൃക്കണ്ണിന്റെ നോട്ടം കൊണ്ട് മന്മഥൻ ഭസ്മമായി അനങ്കനായി പോകുന്നതും, പിന്നീട് ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് അവന് ആ അനംഗഭാവം, അതായത് ദേഹമില്ലാതെ നീ കുറച്ചു കാലം വസിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് ഭാവിയിൽ കൃഷ്ണന്റെ പുത്രനായി ജനിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാം. പിന്നീട് പാർവതിയെ വിവാഹം കഴിക്കുന്നു, ഒരുപാട് കാലം പാർവതിയുമായി രമിക്കുന്നു, പക്ഷെ പുത്രൻ ജനിച്ചിട്ടില്ല. അങ്ങനെ ദേവന്മാര് വന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്ന സമയത്ത് മഹാദേവന്റെ ഉള്ളിൽ നിന്നും ജ്വലിക്കുന്ന അദ്ദേഹത്തിന്റെ ശക്തിയുടെ പ്രഭാവത്താൽ ഉദ്ഭവിക്കുന്ന 6 ജ്വാലകൾ പുത്രനായിട്ട് ആവിർഭവിച്ചതാണ്. പിന്നീട് പറഞ്ഞു അഗ്നിയെടുത്ത് ഗംഗയിൽ നിക്ഷേപിച്ച്, അങ്ങനെ ആ കഥ പറഞ്ഞു. അങ്ങനെ ഉണ്ടായവനായതുകൊണ്ട് അദ്ദേഹം ജനിച്ച് ആദ്യം ചെയ്തത് താരകനോട് പോയി യുദ്ധം ചെയ്ത് ആ താരകാസുരനെ വധിക്കുകയാണ്. ബ്രഹ്മാവിന്റെ വരത്തെ പൂർണ്ണമാക്കുകയാണ്, ദേവന്മാർക്ക് രക്ഷയെ നൽകുകയാണ്. അപ്പോൾ താരകാന്തകനായിരിക്കുന്ന ഭഗവാൻ മുരുകൻ എൻ്റെ കപോളത്തെ രക്ഷിക്കട്ടെ. അപ്പൊ കവിലിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും മഹാസേനനും താരകാന്തകനും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഓഷ്ടദ്വയഞ്ച സേനാനി. ഓഷ്ടം എന്നാൽ ചുണ്ട്, ഓഷ്ടദ്വയം എന്നാൽ ഇപ്പോൾ 2 ചുണ്ടും, മോൾ ഭാഗവും താഴ്ഭാഗവും. ആ 2 ചുണ്ടിനെയും സേനാനി രക്ഷിക്കട്ടെ. സേനയെ നയിക്കുന്നവൻ സേനാനി. നേരത്തെ മഹാസേനൻ എന്ന് വിളിച്ചു, അതേ അർത്ഥം തന്നെയാണ്. യുദ്ധത്തിന് പോകുന്നവർ എപ്പോഴും പിന്തുടരേണ്ടത് ഇദ്ദേഹത്തെയാണ്. സൂക്ഷ്മമായി നോക്കിയാൽ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ യുദ്ധം. അപ്പൊ ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തരും സേന തന്നെയാണ്, അവര് യോദ്ധാക്കൾ തന്നെയാണ്. അവരെ നയിക്കുന്നത് ഭഗവാനാണ്, അവര് പിന്തുടരേണ്ടത് ഭഗവാനെയാണ്. കാരണം ഭഗവാൻ ഗുരുവാണ്, ശരിയായ വഴികാട്ടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സേനാനി എന്ന് വിളിച്ചിരിക്കുന്നു. അദ്ദേഹം എൻ്റെ ഓഷ്ടദ്വയങ്ങളെ രക്ഷിക്കട്ടെ. രസനാം ശിഖിവാഹന. രസനേന്ദ്രിയത്തെ, നാക്കിനെ ശിഖിവാഹനൻ രക്ഷിക്കട്ടെ. ഇപ്പൊ നേരത്തെ ശിഖിവാഹന ശബ്ദം കണ്ടു, അവിടെ ശിഖി എന്ന വാക്കിന് നമ്മൾ മയിൽ എന്ന അർത്ഥം പറഞ്ഞു. അപ്പൊ മയിലിനെ വാഹനമാക്കിയവൻ. ഇവിടെ ശിഖി എന്ന വാക്കിന് അഗ്നി എന്നർത്ഥം. അപ്പൊ അഗ്നിയെ വാഹനമാക്കിയവൻ. ഭഗവാൻ അഗ്നിയുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. അഗ്നിസ്വരൂപനാണ്, കാരണം വന്നതേ അഗ്നിയായിട്ടാണ്. അപ്പോൾ അഗ്നിയെ വാഹനമാക്കിയവൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജനന കഥയുമായിട്ട് അതിനെ ബന്ധിപ്പിക്കാം. കാരണം മഹാദേവനിൽ നിന്നും അത് സ്വീകരിച്ചത് അഗ്നിയാണ്. അഗ്നിയാണ് വഹിച്ചു കൊണ്ടുപോയി ഗംഗയിൽ ഇട്ടത്. അതുകൊണ്ട് അഗ്നിയാൽ വഹിക്കപ്പെട്ടവനായതുകൊണ്ട് ശിഖിവാഹനനാണ് ഭഗവാൻ. ആ ശിഖിവാഹനൻ എൻ്റെ രസനേന്ദ്രിയത്തെ രക്ഷിക്കട്ടെ. അപ്പൊ വായയുടെ അധിഷ്ഠാന ദേവതയാണ് അഗ്നി എന്ന് പറയും. അതുകൊണ്ടായിരിക്കാം ഇവിടെ ആ പ്രയോഗം നടത്തിയിട്ടുള്ള രസനേന്ദ്രിയത്തെ ശിഖിവാഹനനായ ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന്. ഇതാണ് 9ാമത്തെ ശ്ലോകം. ഗണ്ഡയുഗ്മം മഹാസേന കപോലൗ താരകാന്തക ഓഷ്ടദ്വയഞ്ച സേനാനി രസനാം ശിഖിവാഹന. അടുത്തത് 10ാമത്തെ ശ്ലോകം. താലു കലാനിധി പാതു ദന്താഞ്ച ദേവശിഖാമണി ഗാംഗേയശ്ചുബുകം പാതു മുഖം പാതു ശരോദ്ഭവ. താലു കലാനിധി പാതു. താലുവിനെ കലാനിധി രക്ഷിക്കട്ടെ. താലു എന്നാൽ അണ്ണാക്ക്, നാക്കിന്റെ കടഭാഗം. ആ താലുവിനെ കലാനിധി രക്ഷിക്കട്ടെ. കലാനിധി എന്ന വാക്കിന് ചന്ദ്രൻ എന്നാണ് അർത്ഥം. ചന്ദ്രസമാനനായി ശോഭിക്കുന്നവനായതുകൊണ്ട് ഭഗവാനെ കലാനിധി എന്ന് വിളിക്കാം. അപ്പൊ അതുകൊണ്ട് കലാനിധി ആയിരിക്കുന്ന ഭഗവാൻ എൻ്റെ അണ്ണാക്കിനെ രക്ഷിക്കട്ടെ. ഇനി കല എന്ന ശബ്ദത്തിന് 64 കലകൾ എന്നർത്ഥമെടുത്താൽ ആ 64 കലകൾക്കും കലകളുടെയും ഭണ്ഡാരമായിരിക്കുന്നവൻ, അതിൻ്റെ ഇരിപ്പിടമായിരിക്കുന്നവൻ, ആലയമായിരിക്കുന്നവൻ ആയതുകൊണ്ട് കലാനിധിയാണ്. ജീവിതം നന്നായി ജീവിക്കണമെങ്കിൽ ഈ കലകളൊക്കെ നമുക്കുണ്ടാവണം. ആ കലകളെല്ലാം പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ട് കലാനിധിയാണ്.
ഇനി ചന്ദ്രനുള്ള കലകൾ പോലും ഭഗവാനിൽ നിന്നാണ് വന്നത്, അതുകൊണ്ടും കലാനിധിയാണ്. ആ കലാനിധി എൻ്റെ താലുവിനെ രക്ഷിക്കട്ടെ, അണ്ണാക്കിനെ രക്ഷിക്കട്ടെ. ദന്താഞ്ച ദന്തങ്ങളെ, പല്ലുകളെ, ദേവശിഖാമണി പാതു, ദേവശിഖാമണി രക്ഷിക്കട്ടെ. ശിഖ എന്നാൽ ഏറ്റവും മുകളിലത്തെ ഭാഗമാണെന്ന് പറഞ്ഞു. അവിടെ ധരിക്കുന്ന മണിയാണ്. അംഗങ്ങളിൽ ഏറ്റവും ഉയർന്ന ഭാവം, ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം ശിഖയ്ക്ക് കൽപ്പിക്കുമ്പോൾ അവിടെ അത്രയും ശ്രേഷ്ഠമായ മണി വേണം ധരിക്കാൻ. അപ്പൊ ശിഖാമണി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മണി, ഏറ്റവും അമൂല്യമായ രത്നം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ദേവന്മാർക്കിടയിൽ ഏറ്റവും അമൂല്യമായ രത്നമായിരിക്കുന്നവൻ, ദേവന്മാരുടെ മകുടത്തിൽ ശോഭിക്കുന്ന മണിയായിരിക്കുന്നവൻ, അതായത് ദേവന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ദേവനായിരിക്കുന്നവൻ. ദേവശബ്ദത്തിന് ശോഭിക്കുന്നവൻ എന്ന് അർത്ഥമെടുത്താൽ ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നത് ഭഗവാനാണ്, അതുകൊണ്ട് ദേവശിഖാമണിയാണ്. ദേവശബ്ദത്തിന് ദാതാവ് എന്നർത്ഥമെടുത്താൽ ദാനം കൊടുക്കുന്നവരിൽ ഏറ്റവും ഉയരത്തിൽ ഇരിക്കുന്നത് ഭഗവാനാണ്, അതുകൊണ്ട് ദേവശിഖാമണിയാണ്. ദേവന്മാര് ഭഗവാനെ ഒരു ശിഖാമണി പോലെ കൊണ്ടു നടന്നു. അവരുടെ ശിരസിൽ അവർ ചൂടി, കാരണം ഭഗവാന്റെ വൈഭവം അത്രയും വലുതാണ്. ഭഗവാന്റെ കാരുണ്യവും അനുഗ്രഹവും ലഭിച്ചത് കൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് ജയമുള്ളത്, ഐശ്വര്യമുള്ളതെന്ന് അവർ ഗ്രഹിച്ചു, മനസ്സിലാക്കി. അതുകൊണ്ട് അവർ ശിഖാമണിക്ക് സമാനമായി ഭഗവാനെ കൊണ്ടാടി. അതുകൊണ്ട് ദേവശിഖാമണിയാണ് ഭഗവാൻ. ഗാംഗേയ ചുബുകം പാതു, എൻ്റെ ചുബുകത്തെ ഗാംഗേയൻ രക്ഷിക്കട്ടെ. ചുബുകം എന്നാൽ താടി. ഇവിടെ അടുത്ത ശ്ലോകത്തിൽ ഹനു എന്ന് വരുന്നുണ്ട്, അതിനും താടിയാണ്. അപ്പൊ അവിടെ താടിയല്ലെന്ന് അർത്ഥമെടുത്താൽ ഇവിടെ താടി പ്രദേശം എന്ന ഭാഗം എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ മുകൾ ഭാഗം, രണ്ട് ഭാഗം എന്ന അർത്ഥത്തിലും നമുക്കത് ഡിവൈഡ് ചെയ്തിട്ടെടുക്കാം. എന്താണെങ്കിലും താടിയെ ഗാംഗേയൻ രക്ഷിക്കട്ടെ. ഗാംഗേയൻ എന്ന് പറഞ്ഞാൽ ഗംഗയുടെ മകൻ. ഭഗവാന്റെ അവതാര കഥ നമുക്ക് ഇതിലൂടെ തന്നെ ഇങ്ങനെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. മഹാദേവനിൽ നിന്നും 6 അഗ്നികളായിട്ട് ജ്വലിച്ചു. അഗ്നി അത് വഹിച്ചു കൊണ്ടുപോയി ഗംഗയിൽ ഇട്ടു. പിന്നീട് ഗംഗയാണ് അത് വഹിച്ചത്. അപ്പൊ ഗംഗയ്ക്കും ഭഗവാന്റെ മാതൃസ്ഥാനം ലഭിച്ചു. അതുകൊണ്ട് ഗാംഗേയനാണ് അദ്ദേഹം. ആ ഗാംഗേയൻ എൻ്റെ ചുബുക്കത്തെ, എൻ്റെ താടിയെ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നു. മുഖം പാതു ശരോദ്ഭവ, എൻ്റെ മുഖത്തെ, എൻ്റെ വായയെ ശരോദ്ഭവൻ രക്ഷിക്കട്ടെ. ശരത്തിൽ നിന്നും ഉദ്ഭവിച്ചവൻ. ഗംഗാദേവി കൊണ്ടുപോയി നിക്ഷേപിച്ചത് എവിടെയാ? ശരവനത്തിലാണ്. ശരം എന്നാൽ ഒരു തരം പുല്ലാണ്, ഈറ്റപ്പുല്ലെന്നൊക്കെ ചിലത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള പുല്ലാണ്. ആ പുല്ല് നിറയെ ഉള്ള സ്ഥലമായിരുന്നു ശരവനം, ശരത്തിന്റെ വനമാണ്. അവിടെയാണ് ഗംഗാദേവി ഈ തേജസ്സിനെ കൊണ്ടുപോയി നിക്ഷേപിച്ചത്. അവിടെയാണ് 6 കുട്ടികളായി ഭഗവാൻ പ്രകടമായത്. അതുകൊണ്ട് ശരത്തിൽ നിന്നും ഉദ്ഭവിച്ചവനായതുകൊണ്ട് ശരോദ്ഭവ. ശത്രുക്കളെ വധിക്കുന്നത് ശരമാണ്. അസ്ത്രം യോദ്ധാക്കൾ അയക്കുമ്പോൾ ആ ശരം ചെന്ന് പിളർന്നിട്ടാണ് അവരെ വധിക്കുന്നത്. അപ്പൊ ശത്രുക്കളെ വധിക്കുന്ന, ശത്രുവിന്റെ വധമായിട്ട് ആവിർഭവിക്കുന്നവൻ എന്ന് വേണമെങ്കിൽ സൂക്ഷ്മാർത്ഥം നമുക്കിവിടെ എടുക്കാം. അപ്പൊ ശരം എന്നാൽ അമ്പ് എന്ന അർത്ഥം എടുത്തിട്ട്, എന്നാൽ കഥയുടെ ഭാഗമായിട്ടാണ് കൂടുതൽ ചേർച്ച. അപ്പൊ അതുകൊണ്ട് ശര വനത്തിൽ ജനിച്ചവനായതുകൊണ്ട് ശരോദ്ഭവനാണ്. ആ ശരോദ്ഭവൻ എൻ്റെ മുഖത്തെ, എൻ്റെ വായയെ രക്ഷിക്കട്ടെ എന്ന് 10ാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നു. താലു കലാനിധി പാതു ദന്താഞ്ച ദേവശിഖാമണി ഗാംഗേയശ്ചുബുകം പാതു മുഖം പാതു ശരോദ്ഭവ. അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. ഹനു ഹരസുതഃ പാതു കണ്ഠം കാരുണ്യവാരിധി സ്കന്ധാവുമാസുതഃ പാതു ബാഹുലേയോ ഭുജദ്വയം. ഹനു ഹരസുതഃ പാതു, എൻ്റെ ഹനുവിനെ, താടിയെല്ലിനെ ഹരന്റെ മകൻ രക്ഷിക്കട്ടെ. ഹരസുതൻ, ഹരന്റെ പുത്രനായിട്ടാണ് ജനിച്ചത്. എല്ലാവരുടെയും പാപങ്ങളെ ഹരിക്കുന്നവനായതുകൊണ്ട് ഹരനാണ്. എല്ലാവരെയും തന്നിലേക്ക് ലയിപ്പിക്കുന്നവനായതുകൊണ്ട് ഹരനാണ്. മനസ്സിനെ ലയിപ്പിക്കുന്നവനായതുകൊണ്ട് ഹരനാണ്. ഇങ്ങനെയെല്ലാമുള്ള കഴിവോടൊത്തവൻ ഹരൻ. ആ ഹരന്റെ മകനായിട്ട് ജനിച്ചത് കൊണ്ട് ആ കഴിവുകളെല്ലാം ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയിലും അതുപോലെ തന്നെ ശോഭിക്കുന്നു. അപ്പൊ ഹരന്റെ മകനായിട്ട് അവതരിച്ചിട്ടുള്ള ആ ഭഗവാൻ എൻ്റെ ഹനുവിനെ, താടിയെല്ലിനെ പാതു രക്ഷിക്കട്ടെ. കണ്ഠം കാരുണ്യവാരിധി, എൻ്റെ കണ്ഠപ്രദേശത്തെ കാരുണ്യത്തിന്റെ സാഗരമായിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. ഭഗവാന് ഭക്തരോട് എപ്പോഴും കാരുണ്യമാണ്. ആ കാരുണ്യം, ഇപ്പൊ ഭക്തരെന്ന് പറഞ്ഞാൽ ഭഗവാന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും ഭക്തരുണ്ട്. അത്രയും ഭക്തരോട് ഭഗവാൻ ഒരിക്കലും അവസാനിക്കാത്ത വിധം കാരുണ്യം ഇങ്ങനെ പ്രവഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് കാരുണ്യത്തിന്റെ കടൽ തന്നെയാണ് അദ്ദേഹം, കാരുണ്യവാരിധിയാണ്. ആ ഭഗവാൻ എൻ്റെ കണ്ഠത്തെ രക്ഷിക്കട്ടെ. സ്കന്ധൗ ഉമാസുതഃ പാതു, എൻ്റെ സ്കന്ധങ്ങളെ ഉമാസുതൻ രക്ഷിക്കട്ടെ. സ്കന്ധം എന്നാൽ തോളുകൾ. അപ്പൊ എൻ്റെ രണ്ട് തോളുകളെയും ഉമയുടെ മകൻ രക്ഷിക്കട്ടെ. പാർവതിയുടെ മകനായിട്ടാണല്ലോ, പാർവതിയാണ് ആറുമുഖഭാവം കൽപ്പിച്ചത്. പിന്നീട് വളർത്തിയതും പാർവതിയാണ്. പാർവതിക്ക് തന്നെയാണ് പ്രധാന മാതൃസ്ഥാനം കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പാർവതിയുടെ മകനായിരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ സ്കന്ധങ്ങളെ, രണ്ട് തോളുകളെയും രക്ഷിക്കട്ടെ. ബാഹുലേയോ ഭുജദ്വയം, എൻ്റെ രണ്ട് ഭുജങ്ങളെയും ബാഹുലേയൻ രക്ഷിക്കട്ടെ. ബാഹുലേയ ശബ്ദത്തിന് ബഹുലകളുടെ മകൻ എന്നർത്ഥം വന്നു. ബഹുല എന്ന ശബ്ദത്തിന് കൃത്തിക എന്നർത്ഥം. ആ 6 കൃത്തികകളെയും ബഹുല എന്ന് വിളിക്കും. അവരുടെ മകനായിട്ട് അവതരിച്ചത് കൊണ്ട് ബാഹുലേയൻ. അപ്പൊ ഉമാസുതനുമാണ് ബാഹുലേയനുമാണ് അദ്ദേഹം. ആ ബാഹുലേയൻ എൻ്റെ രണ്ട് ഭുജങ്ങളെയും രക്ഷിക്കട്ടെ. ഇവിടെ ഭുജ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈമുട്ട് മുതൽ കൈപ്പത്തി വരെയുള്ള ഭാഗത്തെയാണ്. അപ്പൊ രണ്ട് കൈമുട്ട് മുതൽ കൈപ്പത്തി വരെയുള്ള ഭാഗത്തെയും രണ്ട് ഭാഗത്തെയും ബാഹുലേയൻ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നു. ഇതാണ് 11ാമത്തെ ശ്ലോകം. ഹനുഹരസുതഃ പാതു കണ്ഠം കാരുണ്യവാരിധി സ്കന്ധാവുമാസുതഃ പാതു ബാഹുലേയോ ഭുജദ്വയം. അടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. ബാഹു ഭവോദ്ഭവഃ പാതു സ്തനൗ പാതു മഹോരഗഃ മധ്യം ജഗദ്വിഭുഃ പാതു നാഭിം ദ്വാദശലോചനഃ. ബാഹു ഭവോദ്ഭവഃ പാതു, എൻ്റെ ബാഹുക്കളെ. ഇപ്പൊ നേരത്തെ ഭുജ ശബ്ദം കൊണ്ട് കൈമുട്ട് മുതൽ കൈപ്പത്തി വരെയുള്ള ഭാഗങ്ങളെ സൂചിപ്പിച്ചു. ഇനി തോള് മുതൽ കൈമുട്ട് വരെയുള്ള ഭാഗങ്ങളാണ് ബാഹു ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ ബാഹുക്കളെ ഭവോദ്ഭവൻ രക്ഷിക്കട്ടെ. ഭവനിൽ നിന്നും ഉദ്ഭവിച്ചവൻ, ഭവൻ എന്നാൽ ശിവൻ, ശിവനിൽ നിന്നും ആവിർഭവിച്ചിരിക്കുന്ന ആ സുബ്രഹ്മണ്യ സ്വാമി, ആ മുരുകൻ എൻ്റെ ബാഹുക്കളെ രക്ഷിക്കട്ടെ. സ്തനൗ പാതു മഹോരഗ, എൻ്റെ സ്തനങ്ങളെ, എൻ്റെ വക്ഷസ്ഥലത്തെ മഹോരഗൻ രക്ഷിക്കട്ടെ. മഹാ ഉരകനാണ് മഹോരകൻ. ഉരകം എന്നാൽ സർപ്പം, മഹാസർപ്പമാണ്, ഏറ്റവും വലിയ സർപ്പമാണ് ഭഗവാൻ. ഏതാണ് ഏറ്റവും വലിയ സർപ്പം? ഊർജത്തിന്റെ കേന്ദ്രമായിരിക്കുന്ന കുണ്ടലിനി. അതിനെപ്പോഴും സർപ്പമായിട്ടാണ് വമിക്കാറുള്ളത്. ആ കുണ്ടലിനി സ്വരൂപത്തിൽ നമ്മുടെ എല്ലാം ഉള്ളിൽ വസിക്കുന്നവനായതുകൊണ്ട് മഹോരകനാണ് ഭഗവാൻ. അപ്പോൾ ആ മഹോരകൻ എൻ്റെ സ്തനങ്ങളെ രക്ഷിക്കട്ടെ, എൻ്റെ വക്ഷസ്ഥലത്തെ മാറിനെ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിച്ചു. മധ്യം ജഗത് വിഭുഃ പാതു, ജഗത്തിന്റെ വിഭുവായിരിക്കുന്നവൻ. വിഭു എന്നാൽ സർവസമർത്ഥൻ, അപ്പൊ പ്രഭു എന്നർത്ഥം. ജഗത്തിനെ മുഴുവൻ പാലിക്കുന്നവൻ, ജഗത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവൻ. അങ്ങനെ ഇരിക്കുന്ന ജഗത് വിഭു എൻ്റെ മധ്യപ്രദേശത്തെ രക്ഷിക്കട്ടെ. അപ്പോൾ അടുത്തത് നാഭി പറയുന്നുണ്ട്. അപ്പൊ നാഭിക്കും സ്ഥലങ്ങൾക്കും ഇടയിലുള്ള ഭാഗമാണ് ഇവിടെ മധ്യശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനെ ജഗത് വിഭു രക്ഷിക്കട്ടെ. നാഭിം ദ്വാദശലോചന, എൻ്റെ നാഭിയെ ദ്വാദശലോചനായ ഭഗവാൻ രക്ഷിക്കട്ടെ. ദ്വാദശം എന്ന് പറഞ്ഞാൽ 10ഉം 2ഉം, അതായത് 12. 12 കണ്ണുകൾ ഉള്ളവനാണ് ഭഗവാൻ. 6 മുഖങ്ങളുണ്ട്, ഓരോ മുഖത്തിലും 2 കണ്ണ്. അങ്ങനെ 12 കണ്ണുകൾ ഉള്ളവ ഭഗവാൻ എൻ്റെ നാഭിയെ രക്ഷിക്കട്ടെ. ഇതാണ് 12ാമത്തെ ശ്ലോകം. ബാഹു ഭവോദ്ഭവഃ പാതു സ്തനൗ പാതു മഹോരഗ മധ്യം ജഗത് വിഭുഃ പാതു നാഭിം ദ്വാദശലോചന. അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. കടിം ദ്വിഷഡ്ഭുജഃ പാതു ഗുഹ്യം ഗംഗാസുതോവതു ജഘനം ജാഹ്നവീസൂനു പൃഷ്ഠഭാഗം പരന്തപഃ. എൻ്റെ കടിപ്രദേശത്തെ ദ്വിഷഡ്ഭുജ പാതു. ദ്വിഷഡ് എന്ന് പറഞ്ഞാൽ 6ന്റെ ഇരട്ടി, അതായത് 12. ഭുജം എന്നാൽ കൈ. 12 കൈകളോടൊത്തവൻ. നേരത്തെ 12 കണ്ണുകളാണെന്ന് പറഞ്ഞു. കാരണം 6 മുഖമാണ്, 12 കണ്ണുകളാണ്, 12 കൈകളാണ്. ആ 12 കൈകളോടൊത്തിട്ടുള്ള ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി, ആ ശ്രീമുരുകൻ എൻ്റെ കടിപ്രദേശത്തെ രക്ഷിക്കട്ടെ. ഇവിടെ കടി എന്നും അത് കഴിഞ്ഞ് ജഗനം എന്നും വരുന്നത് കൊണ്ട് കടി എന്ന വാക്കിന് ഇവിടെ അരക്കെട്ടിന്റെ പിൻഭാഗമായിട്ട് സങ്കല്പിക്കണം. അരക്കെട്ടിന്റെ മുൻഭാഗമാണ് ജഗനം. അപ്പൊ അരക്കെട്ടിന്റെ പിൻഭാഗത്തെ 12 ഭുജങ്ങളുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. ഗുഹ്യം ഗംഗാസുതോ അവതു.
ഗംഗയുടെ മകൻ എൻ്റെ ഗുഹ്യപ്രദേശത്തെ രക്ഷിക്കട്ടെ. ജനനേന്ദ്രിയമൊക്കെയുള്ള ഭാഗമാണ് ഗുഹ്യപ്രദേശം. ആ പ്രദേശത്തെ ഗംഗയുടെ മകൻ രക്ഷിക്കട്ടെ. ജഘനം ജാഹ്നവി സൂനു, ജാഹ്നവിയുടെ മകനായിരിക്കുന്ന ഭഗവാൻ എൻ്റെ ജഘനത്തെ, ജഘനം എന്നാൽ അരക്കെട്ടിൻ്റെ മുൻഭാഗം. കാരണം നേരത്തെ കടി എന്നും ജഘനം രണ്ടിനും അരക്കെട്ട് എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ നമ്മൾ വേറെ വേറെ പറയുന്നത് കൊണ്ട് അരക്കെട്ടിൻ്റെ മുൻഭാഗം ജഘനമെന്നും പിൻഭാഗം കടി എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ജഘനത്തെ ജാഹ്നവി സൂനു രക്ഷിക്കട്ടെ, ജാഹ്നവിയുടെ മകൻ രക്ഷിക്കട്ടെ. ജാഹ്നവി എന്നാൽ ഗംഗ. ഗംഗയ്ക്ക് ആ പേര് വരാനുള്ള കാരണം ജഹ്നു മഹർഷിയുടെ വീടിന്റെ മുമ്പ് കൂടെ, അതായത് ആശ്രമത്തിന്റെ മുമ്പിലൂടെ ഒഴുകുന്ന ഗംഗ. ഭഗീരഥൻ വളരെ തപസ്സൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് തൻ്റെ പിതൃക്കൾക്ക് മോചനം കൊടുക്കാൻ. ശിവനെ തപസ് ചെയ്ത് ശിവന്റെ ശിരസിലേക്ക് കൊണ്ടുവന്ന് ശിവൻ അത് വഹിച്ച് പിന്നെ ഭൂമിയിലേക്ക് കൊടുത്ത് അങ്ങനെ പ്രവഹിച്ചു വരികയാണ്. അപ്പൊ നല്ല അഹങ്കാരത്തോടു കൂടി അമ്മ അങ്ങനെ ശബ്ദമുണ്ടാക്കി വന്ന് ഈ ജഹ്നു മഹർഷിയുടെ ഭാഗത്തെത്തിയപ്പോൾ അവിടെ ആ ആശ്രമത്തെ മുഴുവൻ വെള്ളം കൊണ്ട് മുക്കി, വെള്ളം നിറച്ചു, വെള്ളപ്പൊക്കമാക്കി അവിടെ. അപ്പൊ അവിടെ ഒരു മഹർഷി ഇരിക്കുന്നുണ്ട്, അദ്ദേഹം തപസ് ചെയ്യുന്നുണ്ടെന്നൊന്നും അവർ മാനിച്ചില്ല. ആ ഒരു ആവേശം കൊണ്ട് അപ്പൊ ജഹ്നു മഹർഷിക്ക് ദേഷ്യം വന്നു. അദ്ദേഹം ഗംഗയെ തൻ്റെ മാന്ത്രികമായ ശക്തി കൊണ്ട്, സിദ്ധി കൊണ്ട് അദ്ദേഹം കുടിച്ചു വറ്റിച്ചു. അപ്പൊ ഗംഗ അദ്ദേഹത്തിന്റെ ഉള്ളിലായി. ഗംഗ അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഗംഗ അകത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തോട് ക്ഷമയാചിച്ചു. അതേസമയം ദേവന്മാരും മറ്റുള്ളവരൊക്കെ വന്നു. കാരണം ഭഗീരഥൻ ഒരുപാട് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ പിതൃക്കളെ രക്ഷിക്കാൻ വേണ്ടി. അതുകൊണ്ട് അങ്ങ് ഗംഗയെ മോചിപ്പിക്കണമെന്ന് എല്ലാവരും അഭ്യർത്ഥിച്ചപ്പോൾ ജഹ്നു മഹർഷി അദ്ദേഹത്തിന്റെ ചെവിയിൽ നിന്നും ഗംഗയെ പുറത്തേക്ക് വിട്ടു. അങ്ങനെ ഗംഗ വീണ്ടും ആവിർഭവിച്ചു. അപ്പൊ ജഹ്നു മഹർഷിയുടെ അകത്ത് നിന്നും വീണ്ടും ആവിർഭവിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രീഭാവം ഗംഗയ്ക്ക് ലഭിച്ചു. അങ്ങനെ ജാഹ്നവി എന്ന പേര് കിട്ടി. ആ ജാഹ്നവിയുടെ മകനായിട്ട്, ഗംഗയുടെ മകനായിട്ട് അവതരിച്ചിട്ടുള്ള ഭഗവാൻ എൻ്റെ ജഘനത്തെ, അതായത് അരക്കെട്ടിന്റെ മുൻഭാഗത്തെ രക്ഷിക്കട്ടെ. പൃഷ്ഠഭാഗം പരംതപ, ശരീരത്തിന്റെ പിൻഭാഗമാണ് പൃഷ്ഠഭാഗം. ആ പൃഷ്ഠഭാഗത്തെ പരന്തപൻ രക്ഷിക്കട്ടെ. പരംതപ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ, ശത്രുക്കളെ വധിക്കുന്നവൻ. ഭഗവാന്റെ ശത്രുക്കൾക്ക് ഭഗവാനെ സഹിക്കാൻ പറ്റില്ല. ഭഗവാനോട് ശത്രുതയുണ്ടായാൽ തോൽവി ഉറപ്പാണ്. കാരണം ഭഗവാൻ ജയിച്ചിരിക്കും. ശത്രുക്കളെ സദാ ജയിക്കുന്നവനാണ്. ഇനി ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്നും പരന്തപ ശബ്ദത്തിന് അർത്ഥമുണ്ട്. അപ്പൊ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്. ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ ഒരിക്കലും അനുസരണക്കേട് കാട്ടില്ല. അത്രയും വൈഭവത്തോടൊത്തവനാണ് ശ്രീ മുരുകസ്വാമി. അദ്ദേഹത്തെ ഉപാസിച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും അദ്ദേഹം നിയന്ത്രിച്ചു നിർത്തും. അതുകൊണ്ടും അദ്ദേഹം പരന്തപനാണ്. കാരണം നമ്മൾ ഏത് ഭാവത്തിലൊക്കെ ഉപാസിക്കുന്നുവോ ആ ഭാവത്തിന്റെ ഗുണങ്ങളൊക്കെ നമുക്കും ലഭിക്കും. അപ്പൊ പരന്തപൻ എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും ആ ഇന്ദ്രിയ ജയം എന്ന സിദ്ധി നമുക്ക് ലഭിക്കും എന്ന് സൂചന. ഇതാണ് 13ാമത്തെ ശ്ലോകം. കടിം ദ്വിഷഡ്ഭുജ പാതു ഗുഹ്യം ഗംഗാസുതോവതു ജഘനം ജാഹ്നവി സൂനു പൃഷ്ഠഭാഗം പരന്തപ. അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. ഊരു രക്ഷേതുമാപുത്ര ജാനുയുഗ്മം ജഗദ്ധര ജംഘേ പാതു ജഗത്പൂജ്യ ഗുൽഫൗ പാതു മഹാബല. ഊരു രക്ഷേത് ഉമാപുത്ര, ഉമയുടെ പുത്രനായി അവതരിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി എൻ്റെ ഊരുക്കലെ രക്ഷിക്കട്ടെ. ഊരു എന്നാൽ തുട. രണ്ട് തുടകളെയും ഉമയുടെ മകനായിരിക്കുന്ന ഉമാപുത്രനായിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. ജാനുയുഗ്മം ജഗദ്ധര, ജഗത്തിനെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ എൻ്റെ രണ്ട് ജാനുക്കളെയും, ജാനു എന്നാൽ കാൽമുട്ട്, അപ്പൊ രണ്ട് കാൽമുട്ടുകളെയും ജഗദ്ധരൻ രക്ഷിക്കട്ടെ. ജഗത്ത് എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സമസ്ത പ്രപഞ്ചത്തെയും നമുക്ക് ജഗത്ത് എന്ന് വിളിക്കാം. അതിനെ മുഴുവൻ ധരിച്ചിരിക്കുന്നവനാണ്. അപ്പൊ അത്രയും വൈഭവത്തോടൊത്തവനാണ്. ഇനി ജഗത്ത് നിലനിൽക്കുന്നത് ധർമ്മമുള്ളത് കൊണ്ടാണ്. അപ്പൊ ധർമ്മത്തെ രക്ഷിച്ചുകൊണ്ട് ജഗത്തിനെ നിലനിർത്തുന്നവനായത് കൊണ്ടും ജഗദ്ധരനാണ്. കാരണം അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് എപ്പോഴും അധർമ്മത്തിനെതിരെയാണ്. അപ്പൊ സുബ്രഹ്മണ്യ സ്വാമി യുദ്ധത്തിൽ സദാ ജയിക്കുന്നവനാണ്, പരന്തപനാണ്. അപ്പൊ ധർമ്മത്തെ എപ്പോഴും രക്ഷിക്കും. അതുകൊണ്ട് ജഗത്തിനെ ധരിക്കുന്നവൻ. അദ്ദേഹം എൻ്റെ കാൽമുട്ടുകളെ രക്ഷിക്കട്ടെ. ജംഘേ പാതു ജഗത് പൂജ്യ. ജംഘ എന്ന് പറഞ്ഞാൽ കണങ്കാല്. അപ്പൊ രണ്ട് കണങ്കാലുകളെയും ജഗത് പൂജ്യനായ ഭഗവാൻ രക്ഷിക്കട്ടെ. ജഗത്തിനാൽ പൂജിക്കപ്പെടുന്നവനാണ് ജഗത് പൂജ്യൻ. ജഗത്തിനെ ധരിക്കുന്നവനാണ് ഭഗവാൻ എന്ന് ജഗത്ത് മനസ്സിലാക്കിയാൽ സ്വാഭാവികമായിട്ട് ജഗത്ത് ഭഗവാനെ പൂജിക്കും. കാരണം അത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു.
അപ്പൊ അതുകൊണ്ട് ജഗദ്ധരനായ ഭഗവാനെ ജഗത്ത് പൂജിക്കുന്നു. ജഗത് പൂജ്യനാണ് അദ്ദേഹം. പ്രപഞ്ചത്തെ മുഴുവൻ ധരിക്കുന്ന ശക്തി, ആ അമ്മയുടെ ശക്തി അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ശക്തിധരനാണെന്നൊരു പേര് വന്നിട്ടുണ്ട്. അപ്പൊ ആ ശക്തിയെ ധരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ജഗത്തിനെ തന്നെയാണ് ധരിക്കുന്നത്. അതുകൊണ്ടും ജഗദ്ധരൻ, അതുകൊണ്ട് അദ്ദേഹം പൂജിക്കപ്പെടുന്നു. ജഗത് പൂജ്യനാണ്. ആ ജഗത് പൂജ്യൻ എൻ്റെ കണങ്കാലുകളെ രക്ഷിക്കട്ടെ, ജംഘപ്രദേശത്തെ രക്ഷിക്കട്ടെ. ഗുൽഫൗ പാതു മഹാബല, മഹാബലവാനായിരിക്കുന്ന അദ്ദേഹം എൻ്റെ ഗുൽഫങ്ങളെ രക്ഷിക്കട്ടെ. ഗുൽഫം എന്നാൽ ഞെരിയാണി. ഇപ്പൊ 2 ഞെരിയാണികളെയും മഹാബലനായ അദ്ദേഹം രക്ഷിക്കട്ടെ. ഏറ്റവും വലിയ ബലം അദ്ദേഹത്തിന്റെ ബലം തന്നെയാണ്, അതുകൊണ്ട് മഹാബലനാണ്. എല്ലാ ബലത്തിന്റെയും ഉറവിടം അദ്ദേഹമാണ്, അതുകൊണ്ട് മഹാബലനാണ്. അപ്പൊ നമ്മൾ അദ്ദേഹത്തെ ഉപാസിക്കുമ്പോൾ നമുക്കും ആ ബലം ലഭിക്കും. ഇതാണ് 14ാമത്തെ ശ്ലോകം. ഊരു രക്ഷേതുമാ പുത്ര ജാനുയുഗ്മം ജഗദ്ധര ജംഘേ പാതു ജഗത് പൂജ്യ ഗുൽഫൗ പാതു മഹാബല. അടുത്തത് 15ാമത്തെ ശ്ലോകമാണ്. പാദൗ പാതു പരം ജ്യോതി സർവാംഗം കുക്കുടധ്വജ ഊർധ്വം പാതു മഹോദാര അധസ്താത് പാതു ശങ്കരി. പാദൗ പാതു പരം ജ്യോതി, പരമമായ ജ്യോതിയായിരിക്കുന്നവൻ പരം ജ്യോതി. ആ പരം ജ്യോതി എൻ്റെ പാദങ്ങളെ കാലുകളെ രക്ഷിക്കട്ടെ. ഏറ്റവും വലിയ ജ്യോതി ആത്മാവ് തന്നെയാണ്. അപ്പൊ എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായി പ്രകാശിക്കുന്നവനായതുകൊണ്ട് പരം ജ്യോതി. പരം എന്ന ശബ്ദം കൊണ്ട് മഹാദേവനെ സൂചിപ്പിച്ചാൽ മഹാദേവനിൽ നിന്നും ജ്യോതിയായിട്ട് ആവിർഭവിച്ചവനായതുകൊണ്ടും പരം ജ്യോതി. ജ്യോതി ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്നത് പോലെ ഭഗവാൻ അറിവുകൊണ്ട് അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നു. അപ്പൊ അറിവിന്റെ ഉറവിടമായിരിക്കുന്ന, ഏറ്റവും വലിയ അറിവിന്റെ ഉറവിടമായിരിക്കുന്നവനായതുകൊണ്ട് പരംജ്യോതി. ഇങ്ങനെയെല്ലാം പരംജ്യോതിയാണ് ഭഗവാൻ. ആ പരംജ്യോതി ആയിരിക്കുന്ന ഭഗവാൻ എൻ്റെ കാലുകളെ രക്ഷിക്കട്ടെ. സർവാംഗം, ഇപ്പോ തലയുടെ അറ്റം മുതൽക്ക് കാല് വരെ എല്ലാം പറഞ്ഞു, എല്ലാത്തിനുമുള്ള രക്ഷ ചോദിച്ചു. ഇനി സർവാംഗം, എല്ലാ അംഗങ്ങളെയും കുക്കുടധ്വജ പാതു, കുക്കുടധ്വജൻ രക്ഷിക്കട്ടെ. കുക്കുട്ടം എന്നാൽ കോഴി. കോഴിയെ കൊടിയടയാളമാക്കിയവനാണ് കുക്കുടധ്വജൻ. ഇപ്പൊ നേരത്തെ മയിലിനെ വാഹനമാക്കിയവൻ എന്ന് പറഞ്ഞു, അതിനൊരു കഥയുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്കിവിടെ ചിന്തിക്കാം. ഇത് തമിഴ് സമ്പ്രദായത്തിൽ വരുന്ന കഥയാണ്, സ്കന്ദപുരാണത്തിലൊക്കെ കാണുന്ന കഥയാണ്. അവിടെ ഭഗവാന്റെ, ഇപ്പോൾ സ്കന്ദപുരാണത്തിൽ പ്രധാന ശത്രു എന്ന് പറയുന്നത് താരകാസുരനാണ്. എന്നാൽ അദ്ദേഹത്തിന് ശൂരപത്മൻ എന്നു പേരുള്ള മറ്റൊരു ശത്രു ഉണ്ടായിരുന്നു. ലോകത്തെയൊക്കെ ഉപദ്രവിച്ചിരുന്ന അദ്ദേഹത്തിന് നല്ല ബലമുണ്ടായിരുന്നു, ഒരുപാട് മക്കളുണ്ടായിരുന്നു. എല്ലാവരെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനെ വധിക്കാനായിട്ട് ഭഗവാൻ യുദ്ധത്തിന് ചെന്നു. അങ്ങനെ ഗംഭീരമായ യുദ്ധം നടന്നു. ശൂരപത്മൻ ഇതുപോലത്തെ ഒരു യോദ്ധാവിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ മരിച്ചു വീഴുകയാണ്, സേനകളൊക്കെ ഇല്ലാതെയാവുകയാണ്. അങ്ങനെ തനിക്ക് വധം സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. രക്ഷയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയ സമയത്ത് അദ്ദേഹം ഓടി ഒളിച്ചു. സമുദ്രത്തിന്റെ നടുവിൽ ചെന്ന് ഒരു വൃക്ഷത്തിന്റെ, ഒരു മാവിന്റെയോ മറ്റേയോ രൂപം ധരിച്ച് ശൂരപത്മൻ ഇരുന്നു. ഭഗവാൻ തന്നെ തിരിച്ചറിയില്ല. അങ്ങനെ ഒളിഞ്ഞ് വേഷം മാറിയിട്ടിരിക്കുകയാണ് ഒരു മാവിന്റെ ആകൃതിയിൽ. പക്ഷെ ഭഗവാൻ അവനെ പിന്തുടർന്ന് കണ്ടെത്തി. കാരണം ഭഗവാൻ സർവസമർത്ഥനാണ്, സുബ്രഹ്മണ്യനാണ്. അപ്പൊ ഭഗവാനെ ഇങ്ങനെ മായ കാണിച്ചാലൊന്നും ഭഗവാനെ മയക്കാൻ പറ്റില്ല. അപ്പൊ ശൂരപത്മനാണ് ആ വൃക്ഷത്തിന്റെ ആകൃതിയിൽ ഇരിക്കുന്നതെന്ന് കണ്ടെത്തി ആ സമുദ്രത്തിന്റെ മധ്യത്തിൽ ചെന്ന് ആ ശൂരപത്മനെ അദ്ദേഹം ആയുധം കൊണ്ട് മുറിക്കുന്നു. അങ്ങനെ ആ വൃക്ഷത്തെ മുറിച്ചു കഴിഞ്ഞപ്പോൾ ആ വൃക്ഷം പിളർക്കപ്പെട്ടപ്പോൾ അതിൽ നിന്നും ഒരു കോഴിയും ഒരു മയിലും ആവിർഭവിച്ചു. ആ മയിലിനെ ഭഗവാൻ തൻ്റെ വാഹനമാക്കി, ആ കോഴിയെ തൻ്റെ കൊടിയടയാളമാക്കി. അങ്ങനെയാണ് ഭഗവാൻ കുക്കുടധ്വജനായതെന്ന് പറയപ്പെടുന്നു. ഈ ശൂരപത്മവധം നടന്ന സ്ഥലം തൃച്ചെന്തൂരാണെന്ന് ഐതിഹ്യങ്ങളിൽ കാണുന്നു, തമിഴ്നാട്ടിലുള്ള തൃച്ചെന്തൂർ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ കുക്കുടധ്വജനാണ്, മയിലിനെ വാഹനമാക്കിയവനുമാണ്. ആ ശൂരപത്മനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥയാണത്. അപ്പൊ എൻ്റെ സർവാംഗങ്ങളെയും കുക്കുടധ്വജൻ രക്ഷിക്കട്ടെ. അതായത് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ പോലും ഇല്ലാതെയാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ കുക്കുടധ്വജ പദവി കിട്ടിയത്. അപ്പൊ എൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെയും ഒളിഞ്ഞിരിക്കുന്ന ആപത്തുകളെയും അങ്ങ് ഇല്ലാതെയാക്കും. അതുകൊണ്ട് എൻ്റെ എല്ലാ അംഗങ്ങൾക്കും അങ്ങ് രക്ഷയെ നൽകിയാലും എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. ഊർധ്വം പാതു മഹോദാര, മുഗൾ ഭാഗത്തിൽ നിന്നും എനിക്ക് മഹോദാരൻ രക്ഷ നൽകട്ടെ. മഹോദാരൻ എന്ന് പറഞ്ഞാൽ വലിയ ദാനശീലൻ എന്നാണ് അർത്ഥം. അപ്പൊ ആരെന്ത് ചോദിച്ചാലും അത് കൊടുക്കുന്നവൻ, അതാണല്ലോ ദാനശീലന്റെ അർത്ഥം. അപ്പൊ ഏറ്റവും വലിയ ദാനം എന്താ? അവനവനെ തന്നെ കൊടുക്കുകയാണ്. അത് കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കില്ല.
അപ്പൊ മഹോദാരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദാനം കൊടുക്കുന്നവനാണ്, ആ ദാനത്തിൽ താല്പര്യമുള്ളവനാണ്, അത് ശീലമാക്കിയവനാണ്, തന്നെ ഭക്തർക്ക് കൊടുക്കുന്നവനാണ്. ഭഗവാനെ ഉപാസിക്കും തോറും നമ്മൾ ഭഗവാനോട് ചേരുന്നു എന്ന് തുടക്കത്തിൽ പറഞ്ഞു. അങ്ങനെ അടുത്തടുത്തടുത്ത് നമുക്ക് കൈവല്യം, അക്ഷയമായ കൈവല്യം ലഭിക്കും. ഭഗവാനുമായി ഏകീഭാവം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ കൊടുക്കുന്നവനായതുകൊണ്ട് മഹോദാരൻ എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. അതുപോലെ ഉദാര ശബ്ദത്തിന് ഉന്നതൻ എന്നർത്ഥമുണ്ട്. അപ്പൊ ഏറ്റവും ഉന്നതനായിരിക്കുന്നവൻ, എല്ലാത്തിനും ഉപരിയായിരിക്കുന്നവൻ, സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നവൻ എന്നെല്ലാം അർത്ഥത്തിൽ മഹോദാരനാണ് ഭഗവാൻ. ആ മഹോദാരൻ എൻ്റെ മുകൾ ഭാഗത്തെ രക്ഷിക്കട്ടെ. മുകളിൽ നിന്നുമുള്ള രക്ഷ എനിക്ക് മഹോദാരൻ നൽകട്ടെ. അധസ്താത് പാതു ശാങ്കരി. ശങ്കരന്റെ മകനായിട്ട് ആവിർഭവിച്ചിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി താഴ്ഭാഗത്തിൽ നിന്നും എനിക്ക് രക്ഷയെ ചെയ്യട്ടെ. മുകളിൽ നിന്നും മഹോദാരനും താഴെ നിന്നും ശാങ്കരിയും. ശങ്കരോതി ഇതി ശങ്കര, മംഗളത്തെ ചെയ്യുന്നവൻ ശങ്കരൻ. ആ ശങ്കരന്റെ മകനായിരിക്കുന്നവനായതുകൊണ്ട് അദ്ദേഹവും സദാ മംഗളത്തെ ചെയ്യുന്നവനാണ്, അതുകൊണ്ട് ശാങ്കരിയാണ്. അദ്ദേഹം താഴെ നിന്നുള്ള രക്ഷയും എനിക്ക് നൽകട്ടെ. ഇതാണ് 15ാമത്തെ ശ്ലോകം. പാദൗ പാതു പരം ജ്യോതി സർവാംഗം കുക്കുടധ്വജ ഊർധ്വം പാതു മഹോദാര അധസ്താത് പാതു ശാങ്കരി. അടുത്തത് 16ാമത്തെ ശ്ലോകമാണ്. പാർശ്വയോ പാതു ശത്രുഘ്ന സർവദാ പാതു ശാശ്വത പ്രാതഃ പാതു പരം ബ്രഹ്മ മധ്യാഹ്നേ യുദ്ധ കൗശല. മുകളിലും താഴെയുമുള്ള സംരക്ഷണം ചോദിച്ചു, സർവാംഗ സംരക്ഷണം ചോദിച്ചു. ഇനി പാർശ്വയോ, രണ്ട് വശത്തിൽ നിന്നുമുള്ള സംരക്ഷണം. ശത്രുഘ്ന പാതു, ശത്രുഘ്നൻ രണ്ട് വശത്തിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ. ശത്രുക്കളെ വധിക്കുന്നവൻ, ഇല്ലാതെയാക്കുന്നവൻ ശത്രുഘ്നൻ. പരന്തപ എന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ ശത്രുക്കളെയും ഇല്ലാതെയാക്കുന്നവനാണ്. അദ്ദേഹത്തെ ഉപാസിക്കുന്ന ഞാൻ അദ്ദേഹത്തിന്റെ സ്വന്തം ആളായി ഭവിച്ചിരിക്കുകയാണ്. ക്രമേണ അദ്ദേഹത്തിൽ ലയിച്ച് അദ്ദേഹമായി തന്നെ ഭവിക്കും. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്കുള്ള എല്ലാ ശത്രുക്കളും അദ്ദേഹത്തിൻ്റെയും കൂടി ശത്രുക്കളാണ്. അപ്പൊ ആ ശത്രുക്കളെ മുഴുവൻ അദ്ദേഹം വധിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ശത്രുഘ്നൻ, ആ ശത്രുഘ്നൻ എൻ്റെ രണ്ട് ഭാഗത്തു നിന്നും എനിക്ക് രക്ഷയെ നൽകട്ടെ. പാർശ്വയോ പാതു ശത്രുഘ്ന സർവദാ പാതു ശാശ്വത. ഇപ്പൊ ദിശയിൽ നിന്നുമുള്ള രക്ഷ ചോദിച്ചു, മുകളിലും താഴെയും രണ്ട് ഭാഗത്തു നിന്നുള്ള രക്ഷ ചോദിച്ചു. ഇനി കാലത്തിൽ നിന്നുമുള്ള രക്ഷ ചോദിക്കുകയാണ്. അതുകൊണ്ട് സർവദാ, എല്ലാ കാലത്തും, ശാശ്വത പാതു, ശാശ്വതനായിരിക്കുന്നവന് മാത്രമേ കാലത്തിൽ നിന്നും രക്ഷ നൽകാൻ പറ്റൂ. കാലികമായിരിക്കുന്നവൻ അത് സാധിക്കില്ല. ശാശ്വതൻ എന്ന് പറഞ്ഞാൽ എന്നുമുള്ളവൻ, നിത്യൻ. അപ്പൊ ഭഗവാന് കാലം ബാധിക്കുന്നില്ല, കാലത്തിന് അതീതനാണ്. അതുകൊണ്ട് ഭഗവാന് എല്ലാ കാലത്തിലും സ്വാധീനമുണ്ട്, എല്ലാ കാലത്തും ഭഗവാനുണ്ട്. അപ്പൊ എല്ലാ കാലത്തിലും ഭഗവാൻ രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ശാശ്വത എന്ന് വിളിച്ചത്. ഇനി ആ കാലത്തെ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്യാം. പ്രാതഃ പാതു പരം ബ്രഹ്മ, പകൽ സമയത്ത് സാക്ഷാത് പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. പരബ്രഹ്മ കട്ട തന്നെയാണ് സുബ്രഹ്മണ്യൻ. അദ്ദേഹത്തിന്റെ ആ പേരിൽ തന്നെ നമുക്കത് രുചിക്കുന്നുണ്ട്. കാരണം ബ്രഹ്മത്തെ അറിഞ്ഞവനാണ് ബ്രഹ്മണ്യൻ, ബ്രഹ്മജ്ഞാനമുള്ളവനാണ് സുബ്രഹ്മണ്യൻ. ബ്രഹ്മജ്ഞാനം ആർക്കാ ഉള്ളത്? ബ്രഹ്മത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് പറയുന്നത്. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയാകുന്നു, സാക്ഷാത് ബ്രഹ്മകട്ടയാണ്. ആ പരബ്രഹ്മ സ്വരൂപനായിരിക്കുന്ന അദ്ദേഹം എന്നെ കാലത്ത് രക്ഷിക്കട്ടെ. പ്രാതഃ പാതു, മധ്യാഹ്നേ ഉച്ച സമയത്ത്, യുദ്ധ കൗശല പാതു, യുദ്ധത്തിൽ കൗശലമുള്ള അദ്ദേഹം രക്ഷിക്കട്ടെ. നന്നായി യുദ്ധം ചെയ്യാൻ അറിയുന്നവൻ, ശത്രുക്കളെ വധിക്കുന്നവനാണെന്ന് ശത്രുഘ്ന ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചു. അതെങ്ങനെയാ സാധിക്കുന്നത്? നന്നായി യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. യുദ്ധ കൗശലനാണ് അദ്ദേഹം, യുദ്ധത്തിൽ നല്ല കുശലതയുണ്ട്. അപ്പൊ ആ യുദ്ധ കൗശലനായ ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഉച്ചനേരത്ത് എന്നെ രക്ഷിക്കട്ടെ. ഇനി ബാക്കിയുള്ള കാലങ്ങൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ 16ാമത്തെ ശ്ലോകം. പാർശ്വയോ പാതു ശത്രുഘ്ന സർവദാ പാതു ശാശ്വത പ്രാതഃ പാതു പരം ബ്രഹ്മ മധ്യാഹ്നേ യുദ്ധ കൗശല. അടുത്തത് 17ാമത്തെ ശ്ലോകം. അപരാഹ്നേ ഗുഹ പാതു രാത്രൗ ദൈത്യാന്തകോവതു ത്രിസന്ധ്യന്തു ത്രികാലജ്ഞ അന്തസ്ഥം പാത്വരിന്ദമ. അപരാഹ്നേ, വൈകുന്നേരങ്ങളിൽ, ഗുഹ പാതു, ഗുഹൻ എന്നെ രക്ഷിക്കട്ടെ. ഭഗവാന്റെ വളരെ പ്രസിദ്ധമായ പേരാണ് ഗുഹ ശബ്ദം. ഏറ്റവും രഹസ്യമായിരിക്കുന്നവനായതുകൊണ്ടാണ് ഭഗവാന് ഗുഹൻ എന്ന പേര് വന്നത്. ഭഗവാനെ അറിയാൻ എളുപ്പമല്ല. ഭഗവാനെ അന്വേഷിക്കുന്നവരൊക്കെ എല്ലാ അന്വേഷണങ്ങളും ചെന്ന് അവസാനിക്കുന്നത്
അവിടെ ഭഗവാൻ പ്രകാശിക്കുള്ളൂ. കാരണം അന്വേഷണങ്ങൾക്ക് എത്താൻ പറ്റാത്ത സൂക്ഷ്മത ഭഗവാനുണ്ട്, അതുകൊണ്ട് ഗുഹനാണ്. നമ്മുടെ എല്ലാം ഹൃദയ ഗുഹയിൽ വസിക്കുന്നവനായതുകൊണ്ടും ഗുഹനാണ് ഭഗവാൻ. നമ്മുടെ ഹൃദയമായി ശോഭിക്കുന്നത് തന്നെ അദ്ദേഹമാണ്. ആ ഗുഹനായ ഭഗവാൻ, ആ സുബ്രഹ്മണ്യസ്വാമി, ആ മുരുക ഭഗവാൻ എന്നെ വൈകുന്നേരങ്ങളിൽ രക്ഷിക്കട്ടെ. അപ്പൊ സർവദാ ഉള്ള രക്ഷ ശാശ്വതനിൽ നിന്നും ചോദിച്ചു. അത് കഴിഞ്ഞ് കാലത്തുള്ള രക്ഷയും ഉച്ചയ്ക്കുള്ള രക്ഷയും ചോദിച്ചു. ഇപ്പോൾ വൈകുന്നേരമുള്ള രക്ഷ അപരാഹ്നത്തിൽ ഗുഹൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രൗ, രാത്രിയിൽ ദൈത്യാന്തകോവതു, അവതു രക്ഷിക്കട്ടെ. ദൈത്യാന്തകനായ ഭഗവാൻ രാത്രികാലങ്ങളിൽ എന്നെ രക്ഷിക്കട്ടെ. ദൈത്യന്മാരെ ഇല്ലാതെയാക്കുന്നവൻ ദൈത്യാന്തകൻ. ദിതിയുടെ മക്കളാണ് ദൈത്യന്മാർ. എന്നാൽ ദൈത്യ ശബ്ദം കൊണ്ട് ഇവിടെ എല്ലാ ദുഷ്ടന്മാരെയും സൂചിപ്പിച്ചിരിക്കുന്നു. മനുഷ്യാകാരത്തിലുള്ളതാവാം, അല്ലാത്തതാവാം, എല്ലാ ഭാവത്തിലുമുള്ള ദുഷ്ടന്മാരാണ് ഇവിടെ ദൈത്യ ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ദൈത്യന്മാരെ മുഴുവൻ വധിക്കുന്നവൻ, അവരുടെ അന്തകനായി ശോഭിക്കുന്നവനായതുകൊണ്ട് ദൈത്യാന്തകൻ. ഇനി ദൈത്യന്മാരുടെ സമയം എപ്പോഴാ? രാത്രിയാണ്. അതുകൊണ്ടാണ് രാത്രി ദൈത്യാന്തകനായ അങ്ങനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ത്രിസന്ധ്യന്തു ത്രികാലജ്ഞ. ഇപ്പൊ 2 സമയങ്ങൾക്കിടയിലുള്ള ജംഗ്ഷനാണ് സന്ധ്യ. അപ്പോൾ രാത്രിയും പകലിനും ഇടയിൽ ഒരു സന്ധ്യ, പകലിനും വൈകുന്നേരത്തിനും ഇടയിൽ ഒരു സന്ധ്യ, പിന്നെ വൈകുന്നേരവും രാത്രിക്കും ഇടയിലുള്ള സന്ധ്യ. അങ്ങനെ 3 സന്ധ്യകളുണ്ട്. ഈ ത്രിസന്ധ്യകളിലും ത്രികാലജ്ഞ മേ പാതു, എന്നെ രക്ഷിക്കട്ടെ. 3 കാലത്തെയും അറിയുന്നവൻ ത്രികാലജ്ഞൻ. 3 കാലം എന്ന് പറഞ്ഞാൽ ഭൂതം, ഭാവി, വർത്തമാനം. ഇത് 3ഉം അറിയുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ 3 സന്ധ്യകളിലും എന്നെ രക്ഷിക്കും. കാരണം ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം മാത്രം അറിയുന്നവന് പരിമിതമായ അറിവേ ഉള്ളൂ. അവൻ ചിലപ്പോൾ നൽകുന്ന രക്ഷ നമുക്ക് ഭാവിയിൽ ഉപദ്രവമായിട്ട് പോലും മാറാം. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും തടഞ്ഞു, അപ്പോൾ നമുക്കത് രക്ഷയായി, ഭാവിയിൽ ഒരു പക്ഷേ അത് നമുക്ക് വിനയായിട്ട് വരാം. എന്നാൽ ഭഗവാൻ ത്രികാലജ്ഞനാണ്, 3 കാലങ്ങളെയും അറിയുന്നവനാണ്. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ഭഗവാൻ അറിയാം, ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നും ഭഗവാൻ അറിയാം, ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നും ഭഗവാൻ അറിയാം. 3 കാലങ്ങളെ കുറിച്ചും അറിയുന്നവനായതുകൊണ്ട് ഭഗവാന്റെ സംരക്ഷണം പൂർണ്ണമായിരിക്കും. ഇത് തടഞ്ഞാൽ ഭാവിയിൽ ഗുണമുണ്ടാവുമോ? ഇതിപ്പോ ഉണ്ടാവാൻ കാരണം ഇതിനു മുമ്പുള്ള എന്തെങ്കിലും കൊണ്ടാണോ? അപ്പൊ ഇതിവിടെ ഉണ്ടാവേണ്ടതാണോ? ഇങ്ങനെ വ്യക്തമായി നോക്കി മനസ്സിലാക്കി മാത്രം പ്രവർത്തിക്കുന്നവനായതുകൊണ്ട് ത്രികാലജ്ഞൻ. ആ ഭഗവാൻ ത്രിസന്ധ്യകളിലും എനിക്ക് രക്ഷയെ നൽകട്ടെ. അന്തസ്തം പാതു അരിന്തമ. ആ ത്രികാലജ്ഞനായ ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത്? എൻ്റെ അകത്താണ്. അന്തസ്തം, എൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അങ്ങനെ അകത്തിരുന്നു കൊണ്ട് പാതു, എന്നെ രക്ഷിക്കട്ടെ. അരിന്തമ. ഇനി അന്തസ്തം എന്ന വാക്കിന് അകത്തുള്ളതിൽ നിന്നും എന്നെടുക്കാം. അങ്ങനെ അകത്തുള്ളതിൽ നിന്നും അരിന്തമൻ എന്നെ രക്ഷിക്കട്ടെ. അരിന്തമ എന്ന് പറഞ്ഞാൽ അരിക്കളെ, അതായത് ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നവൻ, ശത്രുക്കളെ വധിക്കുന്നവൻ. ശത്രുഘ്നൻ എന്ന് തന്നെയാണ് അർത്ഥം. ആ അരിന്തമനായിരിക്കുന്ന ഭഗവാൻ എൻ്റെ അകത്തിരുന്നു കൊണ്ട് എനിക്ക് 3 സന്ധ്യകളിലും രക്ഷ നൽകട്ടെ എന്നൊരർത്ഥവും, എൻ്റെ അകത്തുള്ളതിൽ നിന്നും എനിക്ക് രക്ഷയെ നൽകട്ടെ. അപ്പൊ അന്തസ്തം, എൻ്റെ അകത്ത് പല ദോഷങ്ങളുമുണ്ട്, പല ശത്രുക്കളും എൻ്റെ അകത്തുണ്ട്. പലപ്പോഴും പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ശത്രുക്കൾ നമ്മുടെ അകത്താണ്. നമ്മളത് തിരിച്ചറിയില്ലെങ്കിൽ ആ ശത്രുത്വം നമ്മൾ മറ്റു പലരിലും ആരോപിക്കും. എന്നിട്ട് അവരാണ് ശത്രുക്കൾ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കഷ്ടപ്പെടും. അപ്പൊ ഭഗവാൻ അറിവിന്റെ മൂർത്തിയാണ്, ത്രികാലജ്ഞനാണ്. അദ്ദേഹം നമുക്ക് അറിവ് തന്നുകൊണ്ട് നമ്മൾ കാണുന്ന പല ശത്രുക്കളും നമ്മുടെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കി തന്ന് ആ ശത്രുക്കളെ നേരിടാനുള്ള പ്രാപ്തി നമുക്ക് തന്ന് ആ ശത്രുക്കളെ ജയിപ്പിക്കും. നമ്മൾ ജയിക്കും, ആ ശത്രുക്കൾ തോൽക്കും. അത് ഭഗവാൻ ചെയ്യുന്നത് കൊണ്ട് ഭഗവാനോട് പറയുന്നു, ഉള്ളിലുള്ള ശത്രുക്കളെ അരിന്തമനായിരിക്കുന്ന അങ്ങ്, ശത്രുക്കളെ വധിക്കുന്നവനായിരിക്കുന്ന അങ്ങ് രക്ഷിച്ചാലും. ഇതാണ് 17ാമത്തെ ശ്ലോകം. അപരാഹ്നേ ഗുഹപ്പാതു രാത്രൗ ദൈത്യാന്തകോവതു ത്രിസന്ധ്യന്തു ത്രികാലജ്ഞ അന്തസ്തം പാത്വരിന്തമ. അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. ബഹിസ്ഥിതം പാതു ഖഡ്ഗി നിഷന്നം കൃത്തികാസുത വ്രജന്തം പ്രഥമാധീശ തിഷ്ടന്തം പാതു പാശഭൃത്. ഇവിടെ ബഹിസ്ഥിതം എന്നെടുത്തു പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇതിന് മുമ്പുള്ള അന്തസ്തം എന്ന വാക്കിന് അകത്തിരിക്കുന്ന സമയത്ത് എന്ന അർത്ഥമെടുക്കാം. അതായിരിക്കും ഇവിടെ കൂടുതൽ ചേരുന്നത്. കാരണം ആദ്യം നമുക്ക് മുകളിലും താഴെയും ചുറ്റുമുള്ള സംരക്ഷണം ചോദിച്ചു. അത് കഴിഞ്ഞ് കാലങ്ങളിൽ, എല്ലാ കാലങ്ങളിലുമുള്ള സംരക്ഷണം ചോദിച്ചു. ഇനി സ്ഥലങ്ങളിലുള്ള സംരക്ഷണം ചോദിക്കുകയാണ്.
അപ്പോൾ അകത്തിരിക്കുന്ന സമയത്ത് അരിന്തമൻ എന്നെ രക്ഷിക്കട്ടെ. അത് കഴിഞ്ഞ് പറയുന്നു ബഹിസ്ഥിതം, പുറത്തിരിക്കുന്ന സമയത്ത് ഖഡ്ഗി എന്നെ രക്ഷിക്കട്ടെ. ഖഡ്ഗി എന്നാൽ ഖഡ്ഗം ധരിച്ചവൻ, ഖഡ്ഗം എന്നാൽ വാള്. അപ്പോൾ വാളേന്തിയിരിക്കുന്ന ഭഗവാൻ, വാള് പിടിച്ച് എപ്പോഴും ജാഗരൂകനായി നിൽക്കുകയാണ്. ശത്രു വന്നാൽ അപ്പോൾ വെട്ടും, അത്രയും ഉത്സാഹത്തോടു കൂടി കുതിച്ചു ചാടുന്നവനായ സ്കന്ദൻ നിൽക്കുകയാണ്. അപ്പൊ പുറത്ത് നിൽക്കുന്ന സമയത്ത് ആ ഖഡ്ഗി, വാള് പിടിച്ചിരിക്കുന്ന ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. നിഷന്നം കൃത്തികാസുത, നിഷന്നം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന നേരത്ത് കൃത്തികകളുടെ മകനായിരിക്കുന്ന കാർത്തികേയൻ, ആ സുബ്രഹ്മണ്യ സ്വാമി എന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ അകത്തുള്ള രക്ഷ ചോദിച്ചു അരിന്തമനിൽ നിന്നും, പുറത്തുള്ള രക്ഷ ചോദിച്ചു ഖഡ്ഗിയിൽ നിന്നും. ഇരിക്കുന്ന സമയത്ത് കൃത്തികാസുതൻ രക്ഷിക്കട്ടെ. വ്രജന്തം എന്ന് പറഞ്ഞാൽ നടക്കുമ്പോൾ, ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഥമാധീശ രക്ഷന്തു, പ്രഥമാധീശൻ എന്നെ രക്ഷിക്കട്ടെ. പ്രഥമന്മാരുടെ അധീശനായിരിക്കുന്നത് കൊണ്ട് പ്രഥമാധീശൻ. പ്രഥമന്മാരെന്ന് പറഞ്ഞാൽ എല്ലാ ഗണങ്ങളിലും ശ്രേഷ്ഠനായ ഒരുത്തനുണ്ടാവും. അപ്പൊ അവരാണ് ആ ഗണങ്ങൾക്ക് പ്രഥമനായിട്ട്, അഗ്രഗണ്യനായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാവരേക്കാളും ശ്രേഷ്ഠനായത് ഭഗവാനായതുകൊണ്ട് അവരെയെല്ലാം ഭരിക്കുകയും അവർക്ക് ആ അഗ്രഗണ്യ ഭാവം നൽകുന്നതും ഭഗവാനായതുകൊണ്ട് പ്രഥമാധീശനാണ് ഭഗവാൻ. പ്രഥമ ശബ്ദത്തിന് പ്രസിദ്ധർ എന്നർത്ഥവുമുണ്ട്. അപ്പൊ പ്രസിദ്ധരായിരിക്കുന്നവർക്ക് ഈശനായിരിക്കുന്നവൻ പ്രഥമാധീശൻ, പ്രസിദ്ധനായ ഈശനായതുകൊണ്ടും പ്രഥമാധീശൻ. അധീശനാണ്, എല്ലാത്തിനെയും ഭരിക്കുന്നവനാണ്. ആ ഭരണം വളരെ മികവുറ്റതായതുകൊണ്ട് ലോകത്തിൽ മുഴുവൻ അത് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നു. ഭഗവാന്റെ ആ മികവ് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു, പുരാണങ്ങളിൽ അത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രസിദ്ധനായ ഈശൻ. ഇങ്ങനെയെല്ലാം അർത്ഥത്തിൽ പ്രഥമാധീശനായിരിക്കുന്ന ഭഗവാൻ ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ രക്ഷിക്കട്ടെ. ഇനി ചിലപ്പോൾ പാഠഭേദമാണ്, ഇത് പ്രമഥാധീശ എന്നാണെങ്കിലും സാധ്യതയുണ്ട്. കണ്ഠപാഠങ്ങളിലൊക്കെ പ്രഥമാധീശൻ തന്നെയാണ്. പ്രമഥാധീശൻ എന്ന് പറഞ്ഞാൽ പ്രമഥന്മാർക്ക് ഈശ്വരനായിരിക്കുന്ന, അധീശനായിരിക്കുന്ന അങ്ങ് രക്ഷിക്കട്ടെ. ഭഗവാന്റെ, ശിവന്റെ ഗണങ്ങളാണ് പ്രമഥന്മാർ. അപ്പൊ അവർക്കും അധീശത്വം ഭഗവാൻ ഉള്ളത് കൊണ്ട് അവരുടെ അധീശൻ, പ്രമഥാധീശ എന്ന ശബ്ദം എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ പ്രഥമാധീശ വ്രജന്തം പാതു, ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് എന്നെ രക്ഷിക്കട്ടെ. തിഷ്ടന്തം പാതു പാശഭൃത്, തിഷ്ടന്തം നിൽക്കുന്ന സമയത്ത് പാശത്തെ ധരിച്ചിരിക്കുന്നവൻ പാശഭൃത്ത്, ആ പാശഭൃത്തായിരിക്കുന്ന ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. പാശം എന്നാൽ കയറ് പിടിച്ചിരിക്കുകയാണ് ഭഗവാൻ. ആരെങ്കിലും നമ്മുടെ നേർക്ക് വന്നാൽ അവരെ കെട്ടി ബന്ധിച്ച് തന്നിന്റെ അടുത്തേക്ക് വലിച്ച് അവരെ വധിക്കും, നമുക്ക് രക്ഷയെ നൽകും. അപ്പൊ അതുകൊണ്ട് പാശം പിടിച്ചിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ആപത്തിലേക്ക് ചെന്നാണ് നിൽക്കുന്നത്, അവിടെ ഒരു ആപത്തുണ്ടെങ്കിൽ ആ പാശം കൊണ്ട് പിടിച്ച് നമ്മളെ വലിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നത് കൊണ്ടും പാശം ധരിച്ചിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഭഗവാൻ എന്നെ നിൽക്കുന്ന സമയത്ത് രക്ഷിക്കട്ടെ. ഇതാണ് 18ാമത്തെ ശ്ലോകം. ബഹിസ്ഥിതം പാതു ഖഡ്ഗി നിഷന്നം കൃത്തികാസുത വ്രജന്തം പ്രഥമാധീശ തിഷ്ടന്തം പാതു പാശഭൃത്. അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. കവചഭാഗത്തിലെ അവസാനത്തെ മന്ത്രമാണ്. അത് കഴിഞ്ഞാൽ ഫലശ്രുതിയാണ്. ശയനേ പാതു മാം ശൂര മാർഗേ മാം പാതു ശൂരജിത് ഉഗ്രാരണ്യേ വ്രജധര വജ്രധര സദാ രക്ഷതു മാം വടു. ശയനേ പാതു മാം ശൂര, ഞാൻ കിടക്കുന്ന സമയത്ത് എന്നെ ശൂരനായ ഭഗവാൻ രക്ഷിക്കട്ടെ. യുദ്ധത്തിൽ ഭഗവാനെ എതിരെ നിൽക്കാൻ ആർക്കും സാധിക്കില്ല, അത്രയും ശൂരനാണ്, യുദ്ധത്തിൽ അത്രയും പ്രാവീണ്യമുള്ളവനാണ്. അതുകൊണ്ട് ശൂരനായ ഭഗവാൻ ഉറങ്ങുന്ന സമയത്ത് എന്നെ രക്ഷിക്കട്ടെ. മാർഗേ മാം പാതു ശൂരജിത്, മാർഗത്തിൽ വഴിയിൽ എന്നെ ശൂരജിത്തായ ഭഗവാൻ രക്ഷിക്കട്ടെ. ശൂരന്മാരെ ജയിക്കുന്നവൻ ഭഗവാൻ സ്വയം ശൂരനാണ്, കാരണം മറ്റുള്ള ശൂരന്മാരെ മുഴുവൻ ജയിച്ചവനാണ്. അപ്പൊ ശൂരന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചത് കൊണ്ട് ശൂരജിത്ത്. ഇനി ശൂരപത്മൻ എന്ന അസുരനെ വധിച്ചത് കൊണ്ടും ശൂരജിത്ത്. അങ്ങനെയുള്ള ഭഗവാൻ മാർഗേ വഴിയിൽ എന്നെ രക്ഷിക്കട്ടെ. ഉഗ്രാരണ്യേ വജ്രധര, വജ്രത്തെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ. വജ്രം എന്നത് ആയുധമാണ്. അപ്പൊ ഇന്ദ്രന്റെ ആയുധത്തിന് സമാനമായ വജ്രം ഭഗവാന്റെ കയ്യിലുണ്ട്, അഥവാ ഭഗവാന്റെ ആയുധങ്ങളൊക്കെ വജ്രസമാനങ്ങളാണ് എന്നെല്ലാം അർത്ഥത്തിൽ വജ്രത്തെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ ഉഗ്രമായ ആരണ്യങ്ങളിൽ, വനങ്ങളിൽ എന്നെ രക്ഷിക്കട്ടെ. അപ്പൊ വഴിയിൽ ശൂരജിത്ത് രക്ഷിക്കട്ടെ, വനങ്ങളിൽ, അതും നല്ല ഉഗ്രമായ വനങ്ങൾ. ഉഗ്രമായ വനങ്ങളിലാണല്ലോ പലപ്പോഴും വളരെ ക്ഷുദ്രമായ ജീവികളും ഭീകരമായ ജീവികളും ഒക്കെ ഉണ്ടാവുക. അവരിൽ നിന്നുമുള്ള രക്ഷ ആ വജ്രം ധരിച്ചിരിക്കുന്ന ഭഗവാൻ നൽകട്ടെ. സദാ രക്ഷതു മാം വടു, അങ്ങനെ എല്ലായ്പ്പോഴും എല്ലാ പ്രകാരത്തിലും
എന്നെ വട്ടുവായിരിക്കുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. വട്ടു എന്നാൽ കുട്ടി എന്നാണ് അർത്ഥം. കുമാര ശബ്ദത്തിന് സമാനമായ അർത്ഥം വന്നു. അപ്പോൾ കുട്ടിയായിരിക്കുന്ന, ബാലകനായിരിക്കുന്ന, ശിവന്റെ മകനായിരിക്കുന്ന, പാർവതിയുടെ മകനായിരിക്കുന്ന, ഗംഗയുടെ മകനായിരിക്കുന്ന, അഗ്നിയുടെ മകനായിരിക്കുന്ന, അതുപോലെ ശരവണത്തിൽ നിന്നും ഉദ്ഭവിച്ചവനായിരിക്കുന്ന, ഇങ്ങനെ എല്ലാവരുടെയും മകനായിരിക്കുന്ന ഭഗവാൻ കുട്ടിയാണ്. അതുകൊണ്ട് വട്ടുവാണ്. ആ വട്ടു എന്നെ എല്ലാ കാലത്തും എല്ലാ പ്രകാരത്തിലും രക്ഷിക്കട്ടെ. വട്ടു ശബ്ദത്തിന് ബ്രഹ്മചാരി എന്ന അർത്ഥവുമുണ്ട്. അപ്പൊ നിത്യം ബ്രഹ്മത്തിൽ ചരിക്കുന്നത് കൊണ്ട്, സാക്ഷാത് ബ്രഹ്മസ്വരൂപമായതുകൊണ്ട് തന്നെ ബ്രഹ്മചാരിയാണ്, അഥവാ ബ്രഹ്മചാരി ഭാവത്തിൽ ഇരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ഭഗവാൻ എന്നെ നിത്യം രക്ഷിക്കട്ടെ, സദാ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കവചത്തിനെ ഉപസംഹരിക്കുന്നു. 19ാമത്തെ ശ്ലോകം. ശയനേ പാതു മാം ശൂര മാർഗേ മാം പാതു ശൂരജിത് ഉഗ്രാരണ്യേ വജ്രധര സദാ രക്ഷതു മാം വട്ടു. ഇനി ഫലശ്രുതിയാണ്. 3 ശ്ലോകങ്ങളാണ്. 20ാമത്തെ ശ്ലോകം. സുബ്രഹ്മണ്യസ്യ കവചം ധർമ്മകാമാർത്ഥമോക്ഷദം മന്ത്രാനാം പരമം മന്ത്രം രഹസ്യം സർവദേഹിനാം. സുബ്രഹ്മണ്യസ്യ കവചം. സുബ്രഹ്മണ്യന്റെ ഈ കവചം, സാക്ഷാത് ബ്രഹ്മസ്വരൂപനായിരിക്കുന്നത് കൊണ്ട് സുബ്രഹ്മണ്യൻ, അദ്ദേഹത്തിന്റെ ഈ കവചം ധർമ്മ കാമാർത്ഥ മോക്ഷദം, ധർമ്മത്തെ, കാമത്തെ, അർത്ഥത്തെ, മോക്ഷത്തെ നൽകുന്നതാണ്. ചതുർവിധ പുരുഷാർത്ഥങ്ങളെയും നൽകുന്നതാണ്. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മത്തെയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. ആ ധർമ്മത്തെ അത് നമുക്ക് നൽകും. അപ്പൊ നമ്മുടെ ശേഷി എന്താണോ അത് പൂർണ്ണമായി ഉണർത്തി നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ, ധർമ്മം ആചരിക്കുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാനുള്ള ധനം സമ്പാദിക്കും. അത് അർത്ഥം. ആ അർത്ഥത്തിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാക്ഷാത്കരിക്കും. അത് കാമം. അതിലൂടെ ക്രമേണ നമ്മൾ ഭഗവാനോട് അടുത്തടുത്തടുത്ത് ഭഗവാനോട് ഒന്നായി ഭവിക്കും. കൈവല്യം, അക്ഷയത്തെ നേടും. അത് മോക്ഷം. അപ്പൊ ഈ 4 പുരുഷാർത്ഥങ്ങളെയും നൽകുന്നതാണ് ഈ കവചം. ഇവിടെയുള്ള രക്ഷ മാത്രമല്ല, പരമപദ പ്രാപ്തിയും ഇത് നൽകുന്നു. മന്ത്രാനാം പരമം മന്ത്രം സർവദേഹിനാം. ദേഹമുള്ളവരാണ് ദേഹി. അങ്ങനെ ദേഹമുള്ള എല്ലാവർക്കും മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് ഇത്. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നതാണ് മന്ത്രം. ഇത് മനനം ചെയ്താൽ, ഇത് പഠിച്ചാൽ രക്ഷയുറപ്പാണ്. പക്ഷെ മറ്റു മന്ത്രങ്ങളെക്കാൾ കൂടുതൽ രക്ഷ ഇത് നൽകുന്നു. കാരണം ഇത് ശാശ്വതമായ രക്ഷയാണ്. ഇതൊരിക്കൽ ധരിച്ചു കഴിഞ്ഞ് വെറുതെ ഒന്ന് സ്മരിച്ചാൽ തന്നെ, ഭഗവാന്റെ ഈ കവചത്തെ ഒന്ന് സ്മരിച്ചാൽ തന്നെ ഇത് രക്ഷ നൽകും. അപ്പൊ അതുകൊണ്ട് നിത്യരക്ഷയാണ്, ശാശ്വതനായ ഭഗവാനിൽ നിന്നുമുള്ള രക്ഷയാണ്. അപ്പൊ മന്ത്രങ്ങൾ പലതുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രം ഇത് തന്നെയാണ്. അപ്പൊ ദേഹികൾക്ക് ഏറ്റവും കൂടുതൽ രക്ഷ നൽകുന്ന മന്ത്രം ഇത് തന്നെയാണ്. രഹസ്യം സർവദേഹിനാം. ദേഹമുള്ളവർക്ക് ഇത് രഹസ്യവുമാണ്, പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല. കാരണം ദേഹമുള്ളവർ മായയിൽ കുടുങ്ങിപ്പോയവരാണ്. അവർ ആ മായയിൽ കുടുങ്ങുന്ന സമയത്ത് മായാപതിയായിരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം അവർ പലപ്പോഴും വിസ്മരിക്കും. അപ്പൊ അത് അവർക്ക് ഗോപ്യമാണ്, രഹസ്യമാണ്. അതുകൊണ്ട് അതിനെ സമീപിക്കാൻ പോലും അവർക്ക് പറ്റില്ല. അപ്പൊ ഇത് കിട്ടിയാൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണെന്ന് ഉറപ്പിക്കണം. ഈ ഒരു സ്തോത്രം കേൾക്കാനുള്ള അവസരം തന്നെ നമ്മുടെ ഭാഗ്യമാണ്. കാരണം നമ്മൾ ദേഹമുള്ളവരാണ്, അപ്പൊ മായയിൽ പെട്ടുപോകേണ്ടവരാണ്. നമുക്ക് അതിരഹസ്യമായിട്ടുള്ളത് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് രഹസ്യം സർവദേഹിനാം. ഇതാണ് 20ാമത്തെ ശ്ലോകം. സുബ്രഹ്മണ്യസ്യ കവചം ധർമ്മകാമാർത്ഥമോക്ഷദം മന്ത്രാനാം പരമം മന്ത്രം രഹസ്യം സർവദേഹിനാം. സർവരോഗപ്രശമനം സർവവ്യാധി വിനാശനം സർവപുണ്യപ്രദം ദിവ്യം സുഭഗൈശ്വര്യവർദ്ധനം. സർവരോഗപ്രശമനം, എല്ലാ രോഗങ്ങളെയും ഇത് ശമിപ്പിക്കും. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പറയുന്നു സർവവ്യാധി വിനാശനം, എല്ലാ വ്യാധികളെയും ഇത് നശിപ്പിക്കും. രോഗമെന്നും വ്യാധി എന്നും പരസ്പര ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്, പര്യായ പദങ്ങളാണ്. അപ്പൊ രണ്ടും ഇവിടെ പറഞ്ഞതുകൊണ്ട് ആദ്യം സൂചിപ്പിക്കുന്നത് നമുക്ക് ഉള്ള രോഗങ്ങളാണ്. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ രോഗങ്ങൾ നമുക്ക് ബാധിച്ചിട്ടുണ്ടാവും. ആ രോഗങ്ങളെയെല്ലാം ഇത് ശാന്തമാക്കും, അതിനെ ഇത് ഇല്ലാതെയാക്കും. അതുകൊണ്ട് സർവരോഗ പ്രശമനം. അത് കഴിഞ്ഞ് നമുക്കിനി മേലിൽ ഒരിക്കലും വ്യാധി വരാത്ത വിധമുള്ള സംരക്ഷണം നമുക്ക് നൽകും. അപ്പോൾ വരാൻ സാധ്യതയുള്ള വ്യാധികളെയെല്ലാം ഇല്ലാതെയാക്കുന്നത് കൊണ്ട് സർവവ്യാധി വിനാശനം. അപ്പോൾ ഇപ്പോൾ തന്നെ ആരോഗ്യം കിട്ടും. ആ ആരോഗ്യം സുസ്ഥിരമായിരിക്കും, എല്ലാ കാലത്തും ആ ആരോഗ്യം നിലനിൽക്കും.
അതുകൊണ്ട് സർവരോഗ പ്രശമനം, സർവവ്യാധി വിനാശനം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സർവപുണ്യപ്രദം, എല്ലാ പുണ്യങ്ങളും ഇത് നൽകും. ഒരു മനുഷ്യായുസ് അർത്ഥവത്താക്കാൻ എന്തെല്ലാം പുണ്യങ്ങൾ ആവശ്യമാണോ ആ പുണ്യങ്ങളെല്ലാം ഇത് പ്രദാനം ചെയ്യും. അതുകൊണ്ട് സർവപുണ്യപ്രദം, ദിവ്യം, സാക്ഷാത് മഹാദേവനിൽ നിന്നും ആവിർഭവിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ദിവ്യമാണ്. ഏറ്റവും സൂക്ഷ്മമായ വസ്തുവിനെ കുറിച്ചാണ് ഇത് പറയുന്നത്, അതുകൊണ്ട് ദിവ്യമാണ്. ദേവനെ കുറിച്ചുള്ള സ്തുതിയാണ്, അതുകൊണ്ടും ദിവ്യമാണ്. സുഭഗൈശ്വര്യ വർധനം, സുഭഗം എന്നാൽ ഐശ്വര്യം എന്നാലും അർത്ഥം ഒന്ന് തന്നെയാണ്. അപ്പൊ നല്ല ഐശ്വര്യം എന്ന്, അതായത് ഇരട്ടി ഐശ്വര്യം എന്ന് സൂചിപ്പിക്കാനാണ് സുഭഗൈശ്വര്യ പദം ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ സുഭഗൈശ്വര്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ രണ്ട് ഐശ്വര്യം പറഞ്ഞതുകൊണ്ട് ഐഹികമാവും പാരത്രികവുമായി, അതായത് ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഐശ്വര്യത്തെ ഇത് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് സുഭഗൈശ്വര്യ വർധനം. ഇതാണ് 21ാമത്തെ ശ്ലോകം. സർവരോഗ പ്രശമനം, സർവവ്യാധി വിനാശനം, സർവപുണ്യപ്രദം ദിവ്യം, സുഭഗൈശ്വര്യ വർധനം. അടുത്തത് അവസാനത്തെ ശ്ലോകമാണ്. ഇതിൽ 3 വരികളുണ്ട്. സർവത്ര ശുഭദം നിത്യം യഃ പഠേത് വജ്രപഞ്ചരം സുബ്രഹ്മണ്യസ്സു സംപ്രീതോ വാഞ്ചിതാർത്ഥാൻ പ്രയച്ഛതി ദേഹാന്തേ മുക്തിമാപ്നോതി സ്കന്ദവർമാനുഭാവതഃ. 22ാമത്തെ ശ്ലോകമാണ്. സർവത്ര ശുഭദം, എല്ലായിടത്തും ശുഭത്തെ നൽകുന്നതാണ് ഈ സ്തോത്രം. നിത്യം യഃ പഠേത് വജ്രപഞ്ചരം, അങ്ങനെ എല്ലായിടത്തും ശുഭത്തെ നൽകുന്നതായ ഈ കവചത്തെ ആരാണോ നിത്യം പഠിക്കുന്നത്. എങ്ങനെയുള്ള കവചമാണ്? വജ്രപഞ്ചരമാണ്. വജ്രപഞ്ചരം, പഞ്ചരം എന്ന് പറഞ്ഞാൽ ശരീരം, ദേഹം. വജ്രം എന്നാൽ ഇന്ദ്രന്റെ ആയുധം, ഏറ്റവും കട്ടിയുള്ള, ഒന്നിനും പിളർക്കാൻ പറ്റാത്ത ഏറ്റവും ശക്തിയുള്ള ആയുധം. ദദീചി മഹർഷിയിൽ നിന്ന്, അദ്ദേഹത്തിന്റെ നട്ടലിൽ നിന്നും ഉണ്ടാക്കിയ ആയുധമാണ്. അപ്പൊ ആ വജ്രത്തിന് സമാനമായിട്ടുള്ള ദേഹത്തോടൊത്ത മന്ത്രമാണ് ഇത്. വളരെ ശക്തിയുള്ള മന്ത്രമാണ്, എല്ലാ ശത്രുക്കളെയും ഇല്ലാതെയാക്കാൻ ശക്തിയുള്ള മന്ത്രമാണ്. അതുകൊണ്ട് വജ്രപഞ്ചരം. അങ്ങനെയുള്ള ഈ കവചത്തെ, എല്ലായിടത്തും ശുഭത്തെ നൽകുന്നതായ ഈ കവചത്തെ ആരാണോ നിത്യം പഠിക്കുന്നത്, നിത്യം യഃ പഠേത് സുബ്രഹ്മണ്യ സുസംപ്രീതോ, അവനിൽ സുബ്രഹ്മണ്യൻ സംപ്രീതനാകും, സുബ്രഹ്മണ്യൻ അവനിൽ പ്രസാദിക്കും. അപ്പൊ അവന് ഭഗവാന്റെ പ്രസാദം ലഭിക്കും, ആ സാക്ഷാത് മുരുകസ്വാമിയുടെ പ്രസാദം അവന് ലഭിക്കും. അവൻ ഇത് പഠിച്ചാൽ മാത്രം മതി. ഇതിന്റെ മഹത്വമൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ ഇത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ പഠിച്ചാൽ ഉറപ്പായിട്ടും ഭഗവാന്റെ പ്രീതി നമുക്ക് ലഭിക്കും. വാഞ്ചിതാർത്ഥാൻ പ്രയച്ഛതി, അങ്ങനെ ഭഗവാന്റെ പ്രീതി ഉണ്ടായാൽ, ഭഗവാൻ നമ്മളിൽ പ്രസാദിച്ചാൽ എന്ത് കിട്ടും? വാഞ്ചിതാർത്ഥാൻ പ്രയച്ഛതി, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ അർത്ഥങ്ങളെയും, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മുഴുവൻ നമുക്ക് ഭഗവാൻ നൽകും. അപ്പൊ ഇത് വളരെ ശക്തിയുള്ള മന്ത്രമാണ്. ശ്രദ്ധയോടുകൂടി ഇത് ദിവസവും പഠിച്ചാൽ നമുക്ക് എല്ലാ ശുഭത്തെയും ഇത് നൽകും, ഭഗവാന്റെ പ്രീതിയെ ഇത് നൽകും. അതിലൂടെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ഇത് പൂർത്തീകരിച്ചു തരും. ദേഹാന്തേ, ദേഹത്തിന്റെ അവസാനത്തിൽ നമുക്ക് ദീർഘായുഷ്യം നൽകുന്നതാണെന്ന് പറഞ്ഞു. ദീർഘമായ ആയുസ്സിനെ പ്രദാനം ചെയ്യുന്നതാണ്, തുടക്കത്തിൽ പറഞ്ഞു. ആ ദീർഘായുസ് കഴിയുമ്പോൾ, എത്രയാണോ നമുക്ക് ആവശ്യം അത്രയും ആയുസ് തന്ന് അത് കഴിയുമ്പോൾ നമ്മുടെ ദേഹത്തിന്റെ അവസാനത്തിൽ മുക്തി മാപ്നോത്തി, നമ്മൾ മുക്തിയെ നേടും. ലോകത്തിൽ സുഖിച്ച് ജീവിക്കുന്നവർ, ഐശ്വര്യത്തിൽ മഗ്നരായി ജീവിക്കുന്നവർ അവസാന കാലത്തിൽ പല ആഗ്രഹങ്ങളിലും ഒട്ടലുണ്ടായതുകൊണ്ട് വീണ്ടും ജനിക്കുന്നതാണ് നമ്മൾ കാണുക. എന്നാൽ ഭഗവാന്റെ പ്രീതി സമ്പാദിച്ചാൽ, ഈ സ്തോത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ഐശ്വര്യത്തെ നേടിയാൽ, കാരണം സുഭഗൈശ്വര്യ വർധനമാണിത്. അപ്പൊ ഇവിടത്തെയും അവിടത്തെയും ഐശ്വര്യം തരുമെന്ന് അവിടെ തന്നെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ നല്ല ഐശ്വര്യം നേടിയാലും നമ്മുടെ അകത്തും അനുഭൂതിയുടെ സമ്പത്ത് വർദ്ധിക്കും. ഈശ്വരൻ എന്താണെന്നുള്ള ബോധം നമുക്ക് ഉറയ്ക്കും. അപ്പൊ ഇവിടെ ജീവിക്കുമ്പോഴും ഒട്ടലില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ദേഹത്തിന്റെ കാലം കഴിയുമ്പോൾ, ആ ദേഹം അവസാനിക്കുന്ന സമയത്ത് ഒരു തിരമാല ഉദിച്ചാൽ അതിന് ഇത്ര ദൂരം സഞ്ചരിച്ച് ലയിക്കണമെന്ന് വിധിയുണ്ട്. അതതിൻ്റെ ആ ഉദിപ്പിന്റെ സമയത്ത് തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ ദേഹം ആവിർഭവിച്ചു കഴിഞ്ഞാൽ അത് ഇത്ര കാലം നിലനിന്നില്ലാതെയാകണമെന്നുണ്ട്. അതാണ് അതിൻ്റെ ആയുസ്. ആ ആയുസ് അതിന് പൂർണ്ണമായി നൽകി അത് ലയിക്കുന്ന സമയത്ത് വീണ്ടും ഒരിക്കലും ഉദിക്കേണ്ടാത്ത ഭാവത്തിൽ പൂർണ്ണത അത് നേടുന്നു. അതുകൊണ്ട് മുക്തി മാപ്നോത്തി, മുക്തിയെ അത് നേടുന്നു. കാരണം അത് ലയിക്കുന്നത് സംസാരത്തിലല്ല, ഭഗവാനിലാണ്. സംസാരത്തിനും അപ്പുറമുള്ള ഭഗവാനിൽ ചെന്ന് ലയിക്കും, പിന്നെ തിരിച്ചു വരവില്ല. അതുകൊണ്ട് മുക്തി മാപ്നോത്തി സ്കന്ദവർമാനുഭാവത. വർമ്മം എന്നാൽ കവചം.
അപ്പൊ സ്കന്ദന്റെ കവചത്തെ അവൻ അനുഭാവനം ചെയ്തതിലൂടെ മുക്തിയെ നേടുന്നു. അപ്പൊ ഈ കവചത്തെ ജപിച്ചുകൊണ്ട് അവൻ സ്കന്ദനെ ധ്യാനിച്ച് ഭഗവാനിലേക്ക് മനസ്സിനെ ഇങ്ങനെ ലയിപ്പിച്ച് അവൻ കൈവല്യത്തെ, ആ അക്ഷയത്വത്തെ അവൻ നേടുന്നു. അപ്പൊ അതുകൊണ്ട് അവന് മുക്തിയും അവസാനത്തിൽ കിട്ടും. അപ്പോൾ മുക്തി പ്രദായകമാണ് ഈ സ്തോത്രം എന്നിവിടെ ഉറപ്പിച്ചിരിക്കുന്നു. സർവത്ര ശുഭദം നിത്യം യഃ പഠേത് വജ്രപഞ്ചരം സുബ്രഹ്മണ്യസ്സു സംപ്രീതോ വാഞ്ചിതാർത്ഥാൻ പ്രയച്ഛതി ദേഹാന്തേ മുക്തിമാപ്നോതി സ്കന്ദവർമാനുഭാവതഃ. ഇതാണ് 22ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകമാണ്. ഇതി സ്കാന്ദേ അഗസ്ത്യ നാരദ സംവാദേ ശിവപ്രോക്തം സുബ്രഹ്മണ്യ കവചം സമ്പൂർണം. ഓം തത്സത്. സ്കാന്ദേ എന്ന് പറഞ്ഞാൽ സ്കന്ദപുരാണത്തിൽ ഉള്ളതാണ് ഈ കൃതി. അപ്പൊ ഇതി സ്കാന്ദേ അഗസ്ത്യ നാരദ സംവാദേ, അഗസ്ത്യരെ നാരദർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതായിട്ടാണ് സ്കന്ദപുരാണത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശിവപ്രോക്തം, അഗസ്ത്യര് ഇത് ആര് പറഞ്ഞു കൊടുത്തതാണെന്ന് പറഞ്ഞിട്ടാണ് ചൊല്ലുന്നത്? ശിവൻ ഉപദേശിച്ചതാണ് ബ്രഹ്മാവിനോട്. അതുകൊണ്ട് ശിവപ്രോക്തം സുബ്രഹ്മണ്യ കവചം, അങ്ങനെയുള്ള ശ്രീ സുബ്രഹ്മണ്യന്റെ കവചം ഇവിടെ സമ്പൂർണമാകുന്നു. ഓം തത്സത്, അത് സത്യമാകുന്നു. അങ്ങനെ ഈ സുബ്രഹ്മണ്യ കവചം സമ്പൂർണമായി. അപ്പൊ ഭഗവാന്റെ അവതാരം മുഴുവൻ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലീലകളൊക്കെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ മഹിമയെ നമ്മുടെ ചെവിയിലൂടെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കാനാണ് നമ്മൾ ഇത്രയും നേരം ശ്രമിച്ചത്. അതോടൊപ്പം തന്നെ ഭഗവാന്റെ രക്ഷയെയും അർത്ഥിച്ചു. അപ്പോൾ രക്ഷാകവചം എന്ന നിലയിൽ ഈ സ്തോത്രം നമുക്ക് രക്ഷ നൽകും. അത് മാത്രമല്ല, ഭഗവാനോട് കൂടുതൽ അടുക്കാനുള്ള അവസരവും ഇതൊരുക്കി തരും. കാരണം ഭഗവാന്റെ മഹിമ ഇങ്ങനെ കേൾക്കുമ്പോൾ, ഭഗവാനോട് ഭക്തി ഉണ്ടാവുന്നത് എപ്പോഴും ഭഗവാനെ അറിയുമ്പോഴാണ്. ഭഗവാനെ അറിയാത്തവർക്ക് ഭക്തി എങ്ങനെ തോന്നാണ്? അപ്പോൾ ഒരിക്കലും ഭക്തി വിശ്വാസമല്ല, ഭക്തിയുടെ തുടക്കം മാത്രമാണ് വിശ്വാസം. ഭക്തിയിലേക്കുള്ള പ്രവേശികയാണ് വിശ്വാസം. വിശ്വാസത്തിലൂടെ നമ്മൾ ഭക്തിയിലേക്ക് പ്രവേശിച്ച് ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അനുഭവമാണ്, വിശ്വാസമല്ല. അപ്പൊ ഭഗവാനെ അനുഭവിച്ചുകൊണ്ട് ഭഗവാനോട് അടുക്കണം. അങ്ങനെ അടുത്തടുത്ത് നമുക്ക് ഭഗവത് പ്രാപ്തി ഉണ്ടാവണം. അപ്പോഴാണ് ഈ സ്തോത്രം അതിൻ്റെ പൂർണ്ണത നേടുന്നത്. അപ്പൊ അതിനായുള്ള അവസരം ആ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി, ജഗത്തിനു മുഴുവൻ ഗുരുവായിരിക്കുന്ന, ഒരുപാട് സൂക്ഷ്മമായ അറിവുകൾ നമുക്ക് വാരി വിതറി തന്നിരിക്കുന്ന, കരുണാമയനായിരിക്കുന്ന, കാരുണ്യനിധിയായിരിക്കുന്ന ആ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ ഈ സ്തോത്രത്തിൻ്റെ എളിയ വ്യാഖ്യാനത്തെ സമർപ്പിക്കുന്നു. അദ്ദേഹത്തോടുള്ള ഭക്തി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹത്തോട് തന്നെ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനും അത് ജപിക്കാനും അതിലൂടെ ഈ കവചം നൽകുന്ന രക്ഷയെ സമ്പാദിക്കാനുമുള്ള അവസരം ആ ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്നും ആശംസിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ. ഹരി ഓം.